രണ്ടുപേരുണ്ടല്ലേ? എക്സ്ട്രാ ഉണ്ട്, കയ്യിൽ വെച്ച്. ഓക്കെ, കേൾക്കാം. ഓൺലൈനുള്ളവർക്ക് ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? നിങ്ങളിലും ഇന്നലെ വരാത്തവരുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ചെറുതായിട്ട് ഇന്നലെ നമ്മൾ സംസാരിച്ചതിനെ കുറിച്ചൊന്ന് പറയാം. വിശദമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡിംഗ് തരാം. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ക്ലാസ് കാണുകയും ചെയ്യാം. നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് പരിശോധിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ചെറുകഥ എന്ന് പറയുന്ന, നമുക്ക് പേപ്പർ 1-ൽ സാഹിത്യ ചരിത്രം പഠിക്കാനുള്ളിടത്ത് മലയാളത്തിലെ ചെറുകഥകളെക്കുറിച്ച് പഠിക്കാനുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഈ സാഹിത്യ ചരിത്ര ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും എങ്ങനെയാണ് ഈ സാഹിത്യ രൂപങ്ങൾ മലയാളത്തിലേക്ക് വന്നത്, അതെങ്ങനെ വളർന്നു, ഓരോ കാലഘട്ടത്തിലും അതിനെന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനാണ് ഒന്നത് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില എഴുത്തുകാരെ നമ്മൾ അറിയണം. മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ ഓരോ മേഖലയിലും, ചെറുകഥ എഴുതുന്നവർ, നോവൽ എഴുതിയിട്ടുള്ളവർ, കവിത എഴുതിയിട്ടുള്ളവർ, അവരെ മനസ്സിലാക്കാനുമാണ് പ്രധാനമായിട്ടും സാഹിത്യ ചരിത്രം പഠിക്കുന്നത്. അപ്പോൾ ഈ സാഹിത്യ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് സാഹിത്യത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സിനിമയ്ക്ക് മാറ്റം സംഭവിക്കുന്നത് പോലെ, പാട്ടിൻ്റെ ശൈലി മാറുന്നത് പോലെയൊക്കെയാണ് സാഹിത്യത്തിനും വരുന്ന മാറ്റം. കാലഘട്ടത്തിൻ്റെ സ്വാധീനം എന്ന് പറയാം. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നത് സാഹിത്യത്തിലും പ്രതിഫലിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സിനിമകളിൽ സ്ത്രീപക്ഷ ചിന്തകളുണ്ട്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 20-30 വർഷം മുമ്പോ അല്ലെങ്കിൽ 15 വർഷം മുമ്പുള്ളൊരു സിനിമ എടുത്ത് നോക്കിയാൽ നമുക്കിതെന്താണ് എന്ന് ഇപ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും. അന്ന് ഭയങ്കര കൊമേഴ്ഷ്യൽ ഹിറ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന രീതി മാറുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, സമൂഹത്തെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, കുടുംബങ്ങളെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറുന്നു. ഇത് സാഹിത്യത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സാഹിത്യ രൂപത്തിലും ഇതെങ്ങനെയാണ് മാറ്റങ്ങൾ നടക്കുന്നതെന്നാണ് നമ്മൾ സാഹിത്യ ചരിത്രം പഠിക്കുന്നിടത്ത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് ചെറുകഥയുടെ ചരിത്രം ശരിക്കും തുടങ്ങുന്ന 1880-കൾ തൊട്ടാണ് മലയാളത്തിൽ ചെറുകഥ എന്ന് പറയുന്നൊരു സാഹിത്യ രൂപം ഉണ്ടാവുന്നതെന്നും അതിൽ ആദ്യത്തെ ഒരു 10-30 വർഷം ഉണ്ടായിരുന്ന എഴുത്തുകാരെ നമ്മൾ ഇന്നലെ വളരെ വിശദമായി പരിശോധിച്ചു. അവരെക്കുറിച്ചുള്ള നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, അവരുടെ പേരുകളുണ്ട്, അവർ നൽകിയ സംഭാവനകൾ എന്താണെന്നൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തായാലും റെക്കോർഡിംഗ് കാണണം. എനിക്കങ്ങനെ ഇതിൽ കൂടുതൽ നമുക്കിന്ന് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം 1900-ൻ്റെ ഒക്കെ ആരംഭത്തിൽ പുതിയ എഴുത്തുകാർ കടന്നു വരികയാണ്. അതിന് കാരണമായത് നമ്മൾ പറഞ്ഞത് കേരളത്തിൻ്റെ ഒരു നവോത്ഥാനമാണ് ഈ പഴയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുന്നതെന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ഇവിടെയുള്ള ജാതി സംഘടനകളുടെ രൂപപ്പെടൽ, രാഷ്ട്രീയ പാർട്ടികളുടെ കടന്നുവരവ്, അതുപോലെ ആധുനിക വിദ്യാഭ്യാസം, നമ്മുടെ ചിന്തകൾ മാറുന്നു, ആളുകൾ പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്നു. ഇതിൻ്റെ ഒക്കെ ആകത്തുകയായിട്ട് മലയാളികളുടെ ഒരു പൊതുബോധം മാറിയെന്ന് പറയാം. അന്ന് നമ്മൾ ജാതീയതയ്ക്കെതിരെയുള്ള ശബ്ദം, അതിനു മുമ്പ് ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ നോർമലായ ഒരു കാര്യമായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. അതൊന്നും ആളുകൾക്ക് കുഴപ്പമില്ല. ജന്മി കുടിയാൻ ബന്ധം എന്ന് പറയുന്നതിൽ ആളുകൾക്ക് പ്രശ്നം തോന്നിയിരുന്നില്ല. ഒരു ജന്മി പറയുന്നത് അനുസരിക്കാനാണ് കുടിയാൻ്റെ ഉത്തരവാദിത്തം ആളുകൾ വിചാരിച്ചിരുന്നിടത്ത് അതൊക്കെ തെറ്റാണെന്ന് ആളുകൾക്ക് തോന്നുന്ന ഒരു സാമൂഹിക മാറ്റം ഉണ്ടാവുകയാണ്. ഈ മാറ്റം ശരിക്കും സംഭവിക്കുന്നത് സാഹിത്യകാരന്മാരും അക്കാലത്തെ ചിന്തകരുമായ ആളുകളുടെ ഇടപെടലുകൾ കൊണ്ടാണ്. അത് സാഹിത്യത്തിൽ എങ്ങനെ പ്രതിഫലിച്ചു? തകഴി, നിങ്ങൾ കേട്ടിട്ടുള്ള പേരായിരിക്കും, തകഴി ശിവശങ്കരപിള്ള, കേശവദേവ്, അങ്ങനെയുള്ള എഴുത്തുകാർ, അവരുടെ പൊൻകുന്നം വർക്കി, ഇവരൊക്കെ അവരുടെ എഴുത്തുകളിൽ ഇത്തരം ആശയങ്ങൾ കൊണ്ടുവരികയും അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അത് ഇന്നലെ നമ്മൾ അവരെ വരെ പരിചയപ്പെട്ടു. അവരെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ ക്ലാസ്സിൽ കയറാത്തവർ ക്ലാസ് കാണുക. നമുക്ക് അടുത്ത കുറച്ച് എഴുത്തുകാരെ കൂടി പരിചയപ്പെടാം. നമ്മൾ മലയാള ചെറുകഥയെ പരിചയപ്പെടുത്തുമ്പോൾ ഈ എഴുത്ത് കാലഘട്ടത്തെ 4ആയിട്ടാണ് പ്രധാനമായിട്ടും തിരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടത്തെ നമ്മൾ ആരംഭഘട്ടം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, ആദ്യകാല എഴുത്തുകാർ. രണ്ടാമത്തെ ഘട്ടത്തിന് നമ്മൾ നവോത്ഥാനകാല ചെറുകഥ എന്നാണ് പറഞ്ഞത്. ശരിക്കും മലയാള ചെറുകഥയുടെ സുവർണ കാലഘട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നിങ്ങൾ UPSCയുടെ ഒരു ഡിമാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഭാഗത്തെ എഴുത്തുകാരെ വളരെ നന്നായി പഠിക്കണം. ഇവരുടെ പേരെടുത്ത് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത്യാവശ്യം നിങ്ങളുടെ നോട്ടിൽ എഴുത്തുകാരെ കുറിച്ച് ധാരാളം വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ എഴുത്തുകാരുടെയും പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഒരാളെ പോലെ വേറൊരാളെ എഴുതിയാൽ അവരങ്ങനെ ശ്രദ്ധിക്കപ്പെടില്ല. അത് സാഹിത്യത്തിൽ നിന്നല്ല, എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മൾ പുറകെ വരുന്ന ഫോളോവേഴ്സിനെ അങ്ങനെ അധികം പേര് ശ്രദ്ധിക്കില്ല. ഇപ്പോൾ മോഹൻലാലിനെ പോലൊരു നടൻ എന്ന് പറയുന്നത് മോഹൻലാലിനെ പോലൊരാൾ അഭിനയിച്ച
അത് നമ്മൾ അദ്ദേഹത്തിനെ അനുകരണം നടത്തുന്ന ഒരാളായിട്ടേ പറയും. അപ്പോൾ അതുപോലെ ഒരു MG ശ്രീകുമാർ പാടുന്ന പോലെ പാടുക എന്ന് പറഞ്ഞാൽ അനുകരണം മാത്രമാണ്. പുതിയ ഒരു മാറ്റം സാഹിത്യത്തിൽ കൊണ്ടുവരുന്നവരെയാണ് നമ്മൾ വലിയ മാറ്റത്തിന് കാരണമായ ആളുകളായിട്ട് കാണാറ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ നമ്മൾ പഠിക്കുന്നത്. തകഴിയെ പോലെ കഥ എഴുതി ഒത്തിരി പേരുണ്ടാവും. പക്ഷേ തകഴി എന്ന് പറയുന്നൊരു പുതിയ മാറ്റം കൊണ്ടുവന്നു. അത് കുറച്ച് കാലത്ത് ആളുകളെ സ്വാധീനിക്കും. ഇങ്ങനെ മാറ്റം കൊണ്ടുവന്ന ആളുകളെയാണ് നമ്മൾ പ്രധാനപ്പെട്ട എഴുത്തുകാരായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന അതിൻ്റെ തുടർച്ചയിൽ ഈ കാലഘട്ടം 1900 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിൽ മറ്റ് കുറച്ച് പ്രധാനപ്പെട്ട എഴുത്തുകാരെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഇതിൽ നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബഷീറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മലയാളിയായിട്ട് ബഷീറിനെ വായിക്കാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും പേരെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ. മലയാളത്തിൻ്റെ ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ ബഷീർ അറിയപ്പെടാറുണ്ട്. ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിലൊരു എന്താ പറയുക, യുണീക്കായിട്ടുള്ള എഴുത്തുകാരൻ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. സ്വന്തം ജീവിത അനുഭവങ്ങളെ അതിതീക്ഷ്ണമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കഥകളാക്കി മാറ്റിയിട്ടുള്ള എഴുത്തുകാരനാണ്. ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിൽ ഓരോ എഴുത്തുകാർക്കും അവരുടെ ഒരു സ്പേസ് ഉണ്ട്. മലയാളത്തിൽ മുസ്ലിം മതസമുദായത്തിൻ്റെ സാമൂഹിക ജീവിതങ്ങളെ മലയാള കഥയിലും സാഹിത്യത്തിലും ആദ്യമായി അവതരിപ്പിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. നമ്മൾ ഇതുവരെ നിങ്ങൾ ക്ലാസ്സിലിരുന്നവർക്കറിയാം, ഇതുവരെ ഒരു മുസ്ലിം എഴുത്തുകാരനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ സ്വത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. നമ്മളെങ്ങനെയായാലും നമ്മൾ ജീവിച്ച് വളരുന്ന സാഹചര്യങ്ങളുടെ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൻ്റെ സാമ്പത്തിക നിലയുടെയൊക്കെ ഒരു സ്വത്വം വ്യക്തികൾക്കുണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ തകഴിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം കുട്ടനാടൻ കർഷകരെ കുറിച്ച് എഴുതിയെന്ന അദ്ദേഹം ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ കൃഷിക്കാരെയും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുപോലെ മലയാളത്തിൽ ആദ്യമായി മുസ്ലിം സമുദായത്തിൻ്റെ ജീവിതം, മുസ്ലിം മതവിഭാഗത്തിൻ്റെ സാമൂഹികപരമായ അനാചാരങ്ങൾ, ജീവിതത്തിലെ പ്രത്യേകതകൾ, കുടുംബ വ്യവസ്ഥ, ഇതിനെയൊക്കെ മലയാള ചെറുകഥയിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള എഴുത്തുകാരനാണ്. ബഷീറിൻ്റെ കഥകളുടെ മറ്റൊരു പ്രത്യേകത, ബഷീർ വ്യക്തിപരമായൊരു ശരിക്കും പറഞ്ഞൊരു റിബലായിരുന്നു അക്കാലത്തെ, വിപ്ലവകാരി എന്നൊക്കെ പറയാം. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഗാന്ധിജിയോടുള്ള അതിയായ സ്നേഹം കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനൊക്കെ പോയ കഥയൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഈ കപ്പൽ കയറിയാൽ പിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. കപ്പലിൽ കയറാൻ പാടില്ല എന്ന് വെച്ചാൽ ബ്രാഹ്മണർ കപ്പലിൽ കയറിയാൽ ജാതിയിൽ നിന്ന് പോലും ഭ്രഷ്ട് കൽപ്പിക്കുന്ന പറയുന്നത്, ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ. അതല്ലാത്ത ആളുകൾ, വിദ്യാർത്ഥികൾ ആരെങ്കിലും കപ്പലിൽ കയറിയെന്ന് പറഞ്ഞാൽ അത് ഒരു സാമൂഹിക വിരുദ്ധതയായിട്ട് കണക്കാക്കുമായിരുന്നു. അങ്ങനെ ബഷീർ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ കപ്പൽ കയറി ദൂരദേശത്ത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതുപോലെ ബഷീർ തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ടുണ്ടെന്നാണ് ചിലരൊക്കെ നിരീക്ഷിക്കുന്നത്. ചില നിരൂപകർ അത് തെറ്റാണെന്നും പറയുന്നുണ്ട്. കാരണം അതിനെക്കുറിച്ച് തെളിവുകളൊന്നുമില്ല. പക്ഷെ ബഷീറിൻ്റെ കഥകളിൽ ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെ ജീവിതം നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന കഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ കഥയെങ്കിലും കേട്ടു, സിനിമയായിട്ടുള്ളതാണ്. ബാല്യകാല സഖിയിൽ മജീദ് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അത് ബഷീർ തന്നെയാണ് എന്ന് പല നിരൂപകരും അല്ലെങ്കിൽ വായനക്കാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബഷീർ തന്നെ ഒരു സമയത്ത് പറഞ്ഞു, അതിൽ കഥയുടെ അവസാനം ഈ ബാല്യകാല സഖി എന്ന് പറയുന്ന മജീദും സുഹറയും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. അവരിങ്ങനെ കളിച്ച് വളരുന്നു. അവർക്കുള്ളിലൊരു സ്നേഹം, അവർ പോലും അറിയാതെ കുട്ടിക്കാലം മുതലൊരു സ്നേഹം രൂപപ്പെടുന്നു. യൗവനത്തിൽ അവർ പ്രണയത്തിലാവുന്നു. പക്ഷേ മജീദിന് തൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് നാട് വിട്ടു പോകേണ്ടി വരികയാണ് തൊഴിലിനായിട്ട്. അദ്ദേഹം പല സ്ഥലങ്ങളിലും കറങ്ങി ഒരുപാട് ജോലികൾ ചെയ്തു. അവസാനം ചായക്കടയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവസാനം അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും സുഹ്റയുടെ കല്യാണം കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു അപകടവും സംഭവിക്കുന്നുണ്ട് അവിടെ വെച്ച്. തിരിച്ച് അദ്ദേഹത്തിനിടയ്ക്ക് സുഹ്റയുടെ കത്തുകൾ കിട്ടുന്നുണ്ട്. ഒരു നഷ്ടപ്രണയത്തിൻ്റെ കഥയായിട്ടാണ് ആ കഥ അവതരിപ്പിക്കുന്നത്. MP പോൾ അതിൻ്റെ അവതാരികയിൽ എഴുതിയത് ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ് ഈ പുസ്തകം. അതുകൊണ്ട് രക്തം കാണുമ്പോൾ ഭയമുള്ളവർ ഈ പുസ്തകം വായിക്കരുതെന്നാണ്. അപ്പോൾ അങ്ങനെ അത്രയും വൈകാരികമായ അനുഭവമുള്ള ഒരു കഥയാണ്. വളരെ വൈകാരികമായ പ്രണയമാണ്. ബാല്യകാല സഖി എന്ന പേര് തന്നെ മമ്മൂട്ടി അഭിനയിച്ച സിനിമയായി മാറിയിട്ടുണ്ടത്. അപ്പോൾ അതിലെ മജീദിനെ കുറിച്ച് ബഷീർ തന്നെ പറഞ്ഞ കാര്യം, അതിൽ അവസാനം ഈ മജീദ് തിരിച്ചു വരുമ്പോൾ സുഹ്റയുടെ വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ദുരന്ത അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. മജീദിൻ്റെ കാല് ഞാൻ മനഃപൂർവ്വം തല്ലി ഒടിച്ചതാണ്, ഇല്ലെങ്കിൽ ആളുകൾ പറയും അത് ബഷീറാണ്, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒരു അംഗവൈകല്യം വരുത്തിയതാണെന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ സ്വന്തം ജീവിത കഥയെ, സ്വന്തം ജീവിത അനുഭവങ്ങൾ അതിമനോഹരമായ കഥയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ചെറിയ കഥയാണ്, പണ്ട് സിലബസിലുണ്ടായിരുന്നൊരു കഥയായിരുന്നു. കഥ ഇങ്ങനെയാണ്. അതിലെ കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അദ്ദേഹം ബോംബെയിൽ, മലയാളിയാണ്, പക്ഷെ അദ്ദേഹം ബോംബെയിൽ ജോലി അന്വേഷിച്ചു പോയി. നല്ല ജോലിയൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിന് അത്യാവശ്യം എഴുത്തും വായനയും അറിയാം.
അപ്പോൾ അദ്ദേഹം പക്ഷേ ആ എഴുത്തും വായന അറിയുന്നത് കൊണ്ട് ഒരു ജോലിയൊന്നും അക്കാലത്ത് കിട്ടുന്നില്ല എന്നിട്ട് പോലും. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, വീട്ടിൽ ഈ കത്തുകൾ അയക്കുന്ന, ഈ ബോംബെയിലേക്ക് ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് വീട്ടിലേക്ക് കത്തുകൾ എഴുതാൻ അക്ഷരം അറിയാത്തവരാണെങ്കിൽ ഇദ്ദേഹം വൈകുന്നേരങ്ങളിൽ ഇരുന്ന് കത്തുകൾ എഴുതി കൊടുക്കും. ഇതിന് ചെറിയൊരു പൈസ കിട്ടും. ഈ പൈസ കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിനചര്യ എന്ന് പറയുന്നത് ഉച്ച സമയത്തോടു കൂടി ആണ് അദ്ദേഹം എഴുന്നേൽക്കുക. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ രാവിലെ തുടങ്ങുന്നത് എന്ന് പറയുന്നത് ഉച്ചയോടു കൂടിയാണ്. അദ്ദേഹം ഉച്ചയോടുകൂടി എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ച കഴിയുന്നതോടുകൂടി അദ്ദേഹം രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഏകദേശം ഒരു 4 മണിക്കത്തെ ചായ എല്ലാം കൂടി ഒരു നേരം ഭക്ഷണം കഴിക്കും. അതിനുശേഷം വൈകുന്നേരങ്ങളിൽ ഈ ജോലിയൊക്കെ ചെയ്യും, രാത്രി കിടക്കും. കൂടുതൽ സമയം അദ്ദേഹം ഉറങ്ങാൻ ചിലവഴിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഭക്ഷണം 3 നേരം ഭക്ഷണം കഴിക്കേണ്ട ഒരു 1.5 നേരത്തിൽ ഈ ഭക്ഷണം ഒതുക്കാൻ വേണ്ടി. അപ്പം അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് തലേ ദിവസം എത്ര രൂപ കിട്ടി അതനുസരിച്ചാണ് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം പോകുന്നത്. അപ്പം അങ്ങനെ ആ ദിവസവും അദ്ദേഹം രാവിലെ എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ കീശയിൽ തപ്പി നോക്കിയപ്പോൾ ഒരു 2 ദോശയും ഒരു ചായയും കഴിക്കാനുള്ള പൈസയാണെന്ന് കയ്യിലുള്ളത്. അദ്ദേഹം അതും എടുത്ത് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി അദ്ദേഹം പൈസ കൊടുക്കാൻ വേണ്ടി പോക്കറ്റിൽ കൈയിടുമ്പോൾ പേഴ്സ് കാണാനില്ല. അദ്ദേഹം കുറേ ആലോചിച്ച് നോക്കി, ഇല്ല ഉറപ്പായിട്ടും ഞാൻ പേഴ്സ് എടുത്തിട്ട് തന്നെയാണ് വന്നത്, അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. കടക്കാരനോട് പറഞ്ഞു എൻ്റെ പേഴ്സ് ആരോ മോഷ്ടിച്ചു. പക്ഷേ കടക്കാരൻ അക്കാലത്തൊക്കെ എന്ന് പറയുന്ന എല്ലാവരും ചെയ്യുന്ന പരിപാടി അത്, കൈ കാശില്ലെങ്കിൽ മോഷ്ടിച്ചു എന്നൊക്കെ നോണ പറയും. നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് ആ കാലത്ത് പട്ടിണിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ആരുടെ കയ്യിലും പൈസ ഇല്ല, എവിടെന്നെങ്കിലൊക്കെ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ കടക്കാരൻ അത് വിടാൻ ഉദ്ദേശമില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നുണ പറയുകയാണ്, പൈസ തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞില്ല, സത്യമാണ്, ഞാൻ എന്തായാലും കൊണ്ടുതരാം. എന്തൊക്കെ പറഞ്ഞിട്ടും കടക്കാരൻ വിടാൻ തയ്യാറാവുന്നില്ല. ഇദ്ദേഹം പറ്റിക്കാൻ വേണ്ടി പറയുന്നതെന്നാണ് കടക്കാരന് തോന്നുന്നത്. അവസാനം കടക്കാരൻ പറഞ്ഞു, നീ അത്ര വലിയ സത്യസന്ധനാണെങ്കിൽ നിന്റെ വസ്ത്രം ഇവിടെ അഴിച്ചു വെച്ചിട്ട് പോ എന്നായി. അദ്ദേഹം കുറച്ചു നേരമൊക്കെ ആലോചിച്ച് നിന്നു. പക്ഷെ അദ്ദേഹത്തിന് പോയേ പറ്റൂ, പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ധരിച്ചിരുന്ന കോട്ട് അദ്ദേഹം അവിടെ ഊരി വെച്ചു. കോട്ട് മാത്രം ഊരി വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട, അതിനകത്തിട്ടതും അഴിക്കാൻ പറഞ്ഞു. അദ്ദേഹം കുറേ നേരമൊക്കെ ആലോചിച്ച് നിന്നു. എല്ലാവരും നോക്കുന്നുണ്ട്, അപമാനിതനാണ്. ഉള്ളിലത്തെ ഷർട്ടും അഴിച്ചു വെച്ചു. എന്തിനാ മടിക്കുന്നത്, ബാക്കിയും കൂടി അഴിക്കി, വസ്ത്രം എന്ന് പറഞ്ഞാൽ മുഴുവൻ ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാൻസ് വഴിപ്പിച്ചു, അടിവസ്ത്രം മാത്രം ധരിച്ച് നിൽക്കുവാണ്. അതും കൂടി അഴിച്ചാലേ വിടുകയുള്ളൂ എന്നായി. അദ്ദേഹം അതിൻ്റെ വള്ളിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരാൾ കയറി വന്ന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. പറയും, ഇദ്ദേഹം പൈസ ഇങ്ങനെ തരാതെ പറ്റിക്കാൻ നോക്കുക, കള്ളന്മാരെയൊക്കെ ഞങ്ങൾ കുറേ കണ്ടിട്ടുള്ളതാ എന്നൊക്കെ പറയും. അദ്ദേഹം പറയും, അദ്ദേഹം കഴിച്ചതിൻ്റെ പൈസ ഞാൻ തരാം, അദ്ദേഹത്തിന് വെറുതെ വിട്ടേക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ആ വന്ന അപരിചിതൻ ഇദ്ദേഹത്തിന് വേണ്ടി പൈസ കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തോട് വസ്ത്രം എടുത്ത് ധരിക്കാൻ പറഞ്ഞു, എൻ്റെ കൂടെ വരുമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം നടന്നു പോകുമ്പോൾ ആ കഥാപാത്രം ചിന്തിക്കുന്നത്, ശരിക്കും ദൈവമാണ്, നിങ്ങൾ എൻ്റെ ദൈവമാണ്, ഒന്നുകിൽ ദൈവം നിങ്ങളെ അയച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യനോടൊപ്പം അയാൾ ഇങ്ങനെ നടന്നു പോകുന്നത്. ഇവരിങ്ങനെ നടന്ന് ഒരു പാലത്തിൻ്റെ മുകളിലെത്തി. ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കാൽക്കലൊന്ന് വീണ് നമസ്കരിക്കണം എന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ട്. അവിടെ എത്തിയ സമയത്ത് ഈ വന്ന അപരിചിതൻ പറഞ്ഞു, നിങ്ങളുടെ പേരൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അദ്ദേഹം വലിയ കോട്ടൊക്കെ ധരിച്ച മാന്യനാണ്. അദ്ദേഹം തൻ്റെ കോട്ട് ഇങ്ങനെ തുറന്നു, എന്നിട്ട് ചോദിച്ചു, ഇതിൽ ഏതാണ് നിങ്ങളുടെ പേഴ്സ്? അത് മാത്രം എടുത്ത് തിരിഞ്ഞു നോക്കാതെ നടന്നോളൂ എന്ന് പറഞ്ഞു. ആ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ പേഴ്സ് മാത്രം എടുത്ത് തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം ജീവിത അനുഭവങ്ങൾ, ഈ പട്ടിണി, ഈ ദാരിദ്ര്യം, അതിനനുഭവിച്ച ഈ സംഘർഷം, ഇതൊന്നും ഭാവന ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇതാണ് ബഷീറിൻ്റെ പ്രത്യേകത. എന്നാൽ ഈ കഥയിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ പട്ടിണിക്കാരനാണ് ബഷീർ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പോക്കറ്റ് അടിച്ച ആളായിരുന്നു ബഷീർ. ഇത് രണ്ടും ബഷീർ തന്നെയാണ്. അവിടെയാണ് ബഷീറിൻ്റെ പ്രത്യേകത. ഈ പട്ടിണിയും ബഷീർ അനുഭവിച്ചിട്ടുണ്ട്, പട്ടിണി മാറ്റാൻ ഈ ജോലിയും ചെയ്തിട്ടുണ്ടാവും, പോക്കറ്റ് അടിക്കാനും പോയിട്ടുണ്ട്. ബഷീർ സ്വന്തം അനുഭവത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഈ നർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തി ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്ത സംഭവങ്ങളെപ്പോലും നർമ്മത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ബഷീറിൻ്റെ വേറൊരു കഥയുണ്ട്. ഇത് കഥയല്ല, ഇത് ബഷീറിൻ്റെ കത്തുകൾ സമാഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ സുകുമാർ അഴീക്കോട് അയച്ചൊരു കത്തിന് ബഷീർ കൊടുത്ത മറുപടിയാണ് വളരെ ശ്രദ്ധേയമായ മലയാളത്തിലെ കത്തുകളിലൊന്നാണ്. നിങ്ങൾ എഴുതിയ കത്ത് കിട്ടി, എനിക്കത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തപ്പോൾ അവർ 2 ഗുളിക തന്നു, അത് ഞാൻ വാങ്ങി കഴിച്ചു, എനിക്കിപ്പോൾ നല്ല സമാധാനമുണ്ട്, നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു. ഈ സുകുമാർ അഴീക്കോടിൻ്റെ കട്ടിയായ ഭാഷയെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം ബഷീറിൻ്റെ കത്തുകൾ സമാഹരിച്ചിട്ടുണ്ട്. ഒരു എഴുത്തുകാരൻ്റെ കത്തുകൾ പോലും ഇങ്ങനെ വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എഴുത്തുകാരനാണ് ബഷീർ. പിന്നെ ബഷീറിന് ഇങ്ങനെ തമാശകൾ മാത്രമല്ല, ജീവിതാനുഭവങ്ങളുണ്ട്. അക്കാലത്ത് പോലീസ് മർദ്ദനങ്ങൾക്കെതിരെയും ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ അദ്ദേഹം ഈ കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടൈഗർ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിലൊരു പോലീസ് ലോക്കപ്പിൽ ഒരു നായ
ഈ പറയുന്ന പോലീസുകാരുടെ മർദ്ദനത്തിലൊക്കെ സന്തോഷിക്കുന്ന ഒരു കഥാപാത്രമായിട്ടൊരു നായയുണ്ട്. എന്നുവെച്ചാൽ അവിടുത്തെ ഇൻസ്പെക്ടറുടെ വളർത്തുനായാണ്. ഏതൊരാളും ഈ സ്റ്റേഷനിലോട്ട് കയറി വരുമ്പോൾ ഇൻസ്പെക്ടർ നല്ല ഇടി കൊടുക്കും. അവരുടെ വീഴുന്ന ചോര നക്കി കുടിച്ചുകൊണ്ടാണ് നായ ഈ തടവ് പുള്ളികളെ സ്വാഗതം ചെയ്തതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ നായയോട് എല്ലാവർക്കും ഭയങ്കര വിരോധമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയ നായകിട്ടൊന്ന് കൊടുക്കണമെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഇൻസ്പെക്ടറുടെ മുഖമായിട്ടാണ് അവർക്ക് എല്ലാവർക്കും ഈ നായയെ തോന്നുന്നത്. അപ്പോൾ ഈ നായ ഒരു ദിവസം ഇതേപോലെ ഇവരെല്ലാവരും കൂടി, ഇവർക്ക് വല്ലപ്പോഴും പുറത്തുനിന്ന് ഇവരെ ആളുകൾ കാണാൻ വരുമ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണം കൊടുക്കാം. അങ്ങനെ ആരുടെ വീട്ടിൽ നിന്നുള്ള ചോറ് അവരെല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നായ ഇതേപോലെ വരികയും ഈ നായയെ കൂട്ടത്തിലൊരുത്തൻ കിട്ടിയ സമയമല്ലേ എന്ന് പറഞ്ഞാൽ ആരെയും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ചവിട്ട് കൊടുക്കുകയും ചെയ്യാണ്. ഈ നായ കരഞ്ഞുകൊണ്ട് അങ്ങ് പോയി. ഇൻസ്പെക്ടർ വന്നു. ഇൻസ്പെക്ടറോട് ആരോ ഇത് പറഞ്ഞു കൊടുത്തു. ഇൻസ്പെക്ടർ വന്ന് ഈ നായയെ ചവിട്ടിയ ആളെ വിളിച്ച് കെട്ടിയിട്ട് വീണ്ടും ചോര വരുന്നത് വരെ മർദ്ദിച്ചു എന്നാണ് കഥയിൽ പറയുന്ന സംഭവം. ആ നായ വീണ്ടും വന്ന് ആ ചോര നക്കി കുടിച്ചിട്ടാണ് കഥയുടെ അവസാനം ആ നായ തിരിച്ചു പോകുന്നിടത്താണ് കഥ തീരുന്നത്. അപ്പം ഇവിടെ ഈ ബഷീറിൻ്റെ കഥകളിൽ കടന്നു വരുന്ന കഥാപാത്രങ്ങളെ കേവലം കഥാപാത്രങ്ങളെ കാണാൻ കഴിയില്ല. ഇൻസ്പെക്ടർ അവിടെ ഒരു അധികാര ചിഹ്നമാണ്. ആ അധികാരത്തിൻ്റെ പങ്ക് പറ്റുന്ന ആളാണ് ഈ നായയും. ഈ രണ്ടുപേരെയും ഒരേപോലെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പോലീസ് മർദ്ദനങ്ങളെക്കുറിച്ചും പോലീസ് രാഷ്ട്രീയ ആയുധമാണെന്നുള്ള അഭിപ്രായമൊക്കെ ബഷീറിനുണ്ട്. വളരെ രാഷ്ട്രീയ നിലപാടുള്ളൊരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്. അതേപോലെ തന്നെ വേറൊരു കഥയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ കഥകളിൽ എപ്പോഴും ഭയങ്കര രാഷ്ട്രീയ നിലപാടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ രാഷ്ട്രീയ നിലപാടിന് പല തലങ്ങളുണ്ടെന്ന് കാണിച്ചിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. ഈ നായയുടെ കഥ, ടൈഗർ എന്ന് പറയുന്ന കഥയിൽ പോലീസുകാർ ഒരു ക്രൂര സ്വഭാവമുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് വേറെ കഥകൾ നല്ലവരായ പോലീസുകാരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രശസ്തമായ കഥയാണ് മതിലുകൾ. ഒരു മതിലുകളും അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയായിട്ടുള്ളതാണ്. മിക്കവാറും ബഷീർ സിനിമകളിലൊക്കെ മമ്മൂട്ടിയാണ് നായകൻ എന്ന് പറയുന്ന പോലെ അതിലും KPSC ലളിതയുടെ ശബ്ദവും. ഈ മതിലുകൾ എന്ന് പറയുന്ന ഒരു കഥ, ബഷീർ എന്ന് തന്നെ അതിലെ കഥാപാത്രത്തിൻ്റെ പേര്. അദ്ദേഹം ജയിലിൽ അദ്ദേഹത്തിന് ശിക്ഷയായിട്ട് ജയിലിൽ കൊണ്ടുപോവാണ്. അങ്ങനെ ജയിലിലെ സമയം ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ ഈ സ്ത്രീ തടവ് പുള്ളികളുടെയും പുരുഷ തടവ് പുള്ളികളുടെയും ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്താണ് അവിടെ ജയിൽ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അവിടെ നിന്ന് കേൾക്കുന്ന പെൺ ശബ്ദങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും അതിലൊരു പെൺ ശബ്ദത്തോട് ബഷീർ സംസാരിച്ചു തുടങ്ങുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ ശബ്ദങ്ങൾ മാത്രം, രണ്ടുപേരും പരസ്പരം കാണുന്നില്ല, ശബ്ദത്തിലൂടെ അവർ പരസ്പരം പരിചയപ്പെടുന്നു, അവരുടെ ജീവിത കഥകൾ പറയുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് പരസ്പരം കാണാനുള്ള ആകാംക്ഷ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ അവർ ഒരു പദ്ധതി പ്ലാൻ ചെയ്യും. ഒരു അടുത്ത റിപ്പബ്ലിക് ഡേയുടെ മുമ്പായിട്ടാണ് തോന്നുന്നത്, സ്വാതന്ത്ര്യദിനത്തിൻ്റെയും അങ്ങനെ ഗവൺമെൻറ് ഒരു പൊതുപരിപാടി വയ്ക്കും. അപ്പോൾ സ്ത്രീ തടവ് പുള്ളികൾക്കും പുരുഷ തടവ് പുള്ളികൾക്കും ഒരുമിച്ച് കാണാം എന്ന രീതിയിൽ അവരൊരു പദ്ധതി പ്ലാൻ ചെയ്യുകയും അങ്ങനെ ഇവരുടെ ആ സമയത്ത് ഈ കഥയിൽ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ് വളരെ രസകരമാണ് നമുക്കത് വായിക്കാൻ. ഈ വന്നിവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കഥയൊക്കെ പറഞ്ഞു പോവാണ്. അങ്ങനെ ഇവർ പരസ്പരം കാണാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തടവ് പുള്ളികളെ പുറത്ത് വിട്ടയക്കാൻ സർക്കാർ ഉത്തരവിടുകയാണ്. നല്ല നടപ്പ് ഉള്ള ആളുകളെ. ആ കൂട്ടത്തിൽ ബഷീറും പെടുവാണ്. അപ്പോൾ ബഷീറിനെ അന്ന് ജയിൽ സൂപ്രണ്ട് വിളിച്ച് കാര്യം പറയുമ്പോൾ ബഷീറിനോട് പറയാൻ, നിങ്ങൾ സ്വതന്ത്രനാണ്, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ ബഷീർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ ഷുഡ് ഐ ബി ഫ്രീ, ഹൂ വാണ്ട്സ് ഫ്രീഡം? കഥ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ എന്തിന് സ്വതന്ത്രനാകണം, ആർക്ക് വേണം സ്വാതന്ത്ര്യം എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നുള്ളത് പോലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ ദിവസം ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പരിപാടിയിൽ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതായിരിക്കും ജീവിതത്തിലെ വലിയ സ്വാതന്ത്ര്യം. അത്തരത്തിൽ ഭയങ്കര ഫിലോസഫിക്കലാണ്. മലയാളത്തിൽ ഒന്നും കൂട്ടിയാൽ രണ്ടല്ല, ഇമ്മണി വലിയ ഒന്നാന്ന് പറഞ്ഞ എഴുത്തുകാരൻ തന്നെയാണ്. അത് തന്നെ ഭയങ്കര വലിയൊരു ഫിലോസഫിയാണ്. ഇതെങ്ങനെയാണ് ഈ ഉത്തരം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ 2 പുഴകൾ ഒഴുകി വന്ന് ഒരു വലിയ പുഴയായി തീരുന്നതാണ് താൻ കണ്ടിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം അത്തരത്തിൽ വലിയ തത്വചിന്തകളെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളെ, വിഷമങ്ങളെയൊക്കെ വലിയ നർമ്മത്തോടെ വലിയ തത്വചിന്തയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുള്ളൊരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അതുപോലെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അക്കാലത്ത് ഈ മുസ്ലിം സമുദായത്തിനകത്തുള്ള അന്ധവിശ്വാസങ്ങളെ അല്ലെങ്കിൽ അനാചാരങ്ങൾ പോലെയുള്ള സ്ത്രീ സ്വാതന്ത്ര്യമില്ലായ്മയൊക്കെ വളരെ ശക്തമായി വിമർശിക്കുന്ന എഴുത്തുകളും, അദ്ദേഹത്തിൻ്റെ പാത്തുമ്മയുടെ ആടെന്ന് പറഞ്ഞ വളരെ രസകരമായ ഒരു മുസ്ലിം കൂട്ടുകുടുംബത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളെ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. പിന്നെ അക്കാലത്തെ കുറേ രസകരമായ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്നത് ഐഷുക്കുട്ടിയുടെ കഥ. ഐഷുക്കുട്ടിയുടെ കഥ രസകരമായിട്ടുള്ളൊരു കഥയാണ്. നാട്ടിലെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും ബഷീർ കഥയാക്കുന്നത്. ഡോക്ടർ വരാതെ ഞാൻ പ്രസവിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ത്രീയാണ്. അതങ്ങനെ തീരുമാനിക്കാൻ കാരണം തൻ്റെ പരിചയത്തിലുള്ള ആരോ പ്രസവിക്കാൻ നേരത്തെ ഡോക്ടർ വന്നു. അതുകൊണ്ട്
പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഡോക്ടർ വരാതെ താൻ പ്രസവിക്കില്ല എന്ന് വാശി പിടിക്കുകയും ഭർത്താവിനെ കൊണ്ട് ഡോക്ടറെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു കഥാപാത്രം. അങ്ങനെയുള്ള അവരുടെ സംഭാഷണങ്ങളിൽ ഒക്കെ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായൊരു കഥാപാത്രം, ഇപ്പോഴും നമ്മൾ വളരെ കറൻ്റ് ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് നമ്മൾ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറയുന്നത്. ബഷീറിൻ്റെ ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട്. പല കഥകളിൽ കടന്നു വരുന്ന ഒരേ കഥാപാത്രം, പരസ്പരം ബന്ധമൊന്നുമില്ല കഥകൾ. എട്ടുകാലി മമ്മൂഞ്ഞ്, പൊൻകുരിശു തോമ, മണ്ടൻ മുത്തപ്പ, ഇങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ, പല കഥകളുണ്ട്, ഒരു യൂണിവേഴ്സ് പോലെയാണ്. അതിൽ എട്ടുകാലി മമ്മൂഞ്ഞിനെ കുറിച്ച്, മമ്മൂഞ്ഞ് പ്രത്യേകത, മമ്മൂഞ്ഞിന് ചെറിയ ചട്ടുകാലുണ്ട്, ഞൊണ്ടിയാണ് നടക്കുന്നത്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് പ്രത്യേകത എന്താ വെച്ചാൽ, നാട്ടിൽ ആര് ഗർഭിണിയായാലും അദ്ദേഹം പറയും അതെൻ്റെ ഗർഭമാണെന്ന് പറയും. ഇതാണ് അദ്ദേഹം പറയും, നാട്ടിൽ ആരെങ്കിലൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്യാൾ ഗർഭിണിയാണ്, അതെൻ്റെ ഗർഭമാണെന്ന് പറയും. ചിലപ്പോൾ ആ കൂട്ടുകാരൻ തന്നെ കൂടെ ഉണ്ടാവും, ഭാര്യയുടെ ഭർത്താവ് ചിലപ്പോൾ കൂടെ ഉണ്ടാവും, പക്ഷെ എട്ടുകാലി മമ്മൂഞ്ഞ് പറയും അതെൻ്റെ ഗർഭമാണെന്ന് പറയും. ഇത്തരത്തിൽ നാട്ടിലെ സകല ഗർഭങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരാളാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. നമ്മൾ ഇന്ന് രാഷ്ട്രീയക്കാരെ കളിയാക്കാൻ ഈ വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അവർ ചെയ്യാത്ത കാര്യങ്ങളുടെ കൂടി ഉത്തരവാദിത്വവും ഇതൊക്കെ ഏറ്റെടുക്കുന്നതിനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് ഭയങ്കര രാഷ്ട്രീയ എന്ന് വെച്ചാൽ, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല, വളരെ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള, ദിശാബോധമുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേറൊരു കഥാപാത്രമാണ്, വേറൊരു കഥയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. അതിൽ ഒരു ദിവസം ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അയാളുടെ രാവിലെ മൂക്ക് വളരാൻ തുടങ്ങുവാണ്. ചെറിയ രീതിയിൽ മൂക്കിന് നീളം വെക്കുന്നു. അദ്ദേഹം ആദ്യം അത് ശ്രദ്ധിക്കുന്നു, ചെറുതായിട്ടൊന്ന് നീളം വെച്ചിട്ടുണ്ട്. പിന്നീട് ഇത് വളർന്ന് ഓരോ ദിവസവും നീളം വയ്ക്കുകയാണ്. അപ്പോൾ ഈ കഥയുടെ അവസാനത്തേക്ക് ഈ മൂക്ക് വളർന്ന ആളെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ആളുകൾ കൂടി തീരുമാനിക്കുന്നിടത്തേക്കാണ് പോകുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ആളുകളെല്ലാം കൂടി വാർത്തയാവുന്നു, പത്രക്കാർ വരുന്നു, രാഷ്ട്രീയക്കാർ വരുന്നു, അവസാനം ഇയാളെ ഒന്നുകിൽ മുഖ്യമന്ത്രിയാക്കണം അല്ലെങ്കിൽ വലിയ ഈ ലോകം തന്നെ ഭരിക്കുന്ന ഒരു നേതാവാക്കി മാറ്റണം എന്നാണ് ഈ കഥയുടെ അവസാനം എല്ലാവരും കൂടി ചർച്ച ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ അതൊരു ഭയങ്കര കേരളത്തിലൊരു രാഷ്ട്രീയ വിമർശന കഥയായിട്ട് പലരും ചൂണ്ടിക്കാണിക്കാറുള്ള കഥയാണ്. അപ്പം ഇത്തരത്തിൽ ബഷീറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരേ സമയം ഹ്യൂമറിസ്റ്റുമാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയും. മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം. വേറെ അദ്ദേഹത്തിൻ്റെ മറ്റെഴുത്തുകാരിൽ സാമൂഹിക വിമർശനങ്ങളുള്ളപ്പോൾ സാമൂഹിക വിമർശനങ്ങൾ മറ്റൊരു തരത്തിലേക്ക് നോക്കിക്കണ്ടിട്ടുള്ള എഴുത്തുകാരനാണ്. മലയാളത്തിൽ ആൺവേശ്യ എന്നൊരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്. ആ ഒരു പ്രയോഗം മലയാളത്തിൽ ആദ്യമായി സംഭവിക്കുന്ന ബഷീറിലാണ്. അൺവേശ്യ എന്ന് പറയുന്നത്, കഥാപാത്രം എന്ന് പറയുന്നത് അദ്ദേഹം പുരുഷനാണ്, പക്ഷേ വേശ്യാവൃത്തി എന്ന രീതിയിൽ സ്ത്രീയുടെ വേഷം കെട്ടി ചെറിയ തുകയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കാണാൻ വേണ്ടി ഇങ്ങനെ വരുന്ന ആളുകളെ സന്തോഷിപ്പിക്കാനൊക്കെ വേണ്ടി നടക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആൺവേശ്യ എന്നുള്ള പ്രയോഗം, അതുകൂടാതെ വിഡ്ഢികളുടെ സ്വർഗം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിൽ ഒരാൾ തൻ്റെ ഈ പറയുന്ന ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വേശ്യ സ്ത്രീയെ സമീപിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ അദ്ദേഹം പൈസ പറഞ്ഞുറപ്പിക്കും, ഇത്ര രൂപയ്ക്ക് ഇന്ന് രാത്രി എന്നോട് കൂടെ ചെലവഴിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ കാലത്തൊക്കെ വേശ്യാവൃത്തിയൊക്കെ സമൂഹത്തിൽ വളരെ മോശമായി കാണുന്ന, അല്ലെങ്കിൽ ഇന്നാണ് ലൈംഗിക തൊഴിലാളി എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും രണ്ടും നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ മാറ്റമാണ്. വേശ്യ എന്ന് പറയുന്നതും ലൈംഗിക തൊഴിലാളി എന്ന് പറയുന്ന ഒരു തൊഴിലാണ്, അതെന്ന് നമ്മൾ ഇന്ന് അംഗീകരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൊതുബോധത്തിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് മോശം അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും പൊതുസമൂഹത്ത് ഇന്ന് അതിനെ ഒരു തൊഴിലായിട്ട് കാണാൻ പരിശ്രമിക്കുന്നുണ്ട്. അപ്പം അന്ന് കാലത്ത് ഇത് വളരെ മോശമായി കാണുന്ന കാലത്താണ്. അപ്പം അങ്ങനെ തുകയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് ഇവർ അന്ന് രാത്രി ചിലവഴിക്കാൻ ഒരു മുറിയെടുക്കുകയാണ്. അപ്പോൾ മുറിക്കകത്ത് കയറി ഇവർ കുറച്ചു നേരം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് സംസാരിക്കാൻ, നീ നിൻ്റെ കഥ എന്ന് പറയുകയാണ്. അപ്പോൾ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ സ്ത്രീ തൻ്റെ പറയുന്ന കഥയിൽ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നതെന്നും തൻ്റെ ബുദ്ധിമുട്ടുകളും, തനിക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് താൻ ഈ ജോലിക്ക് വന്നതെന്നുള്ള കഥ പറയാണ്. അത് കേട്ട് അദ്ദേഹം അന്ന് പറഞ്ഞുറപ്പിച്ച പൈസ മുഴുവനും കൊടുത്ത് ഇപ്പോൾ തന്നെ നിൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ഈ ഭക്ഷണം മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് വിടുകയാണ്. ഇവിടെ ഒരേ സമയം രണ്ടാളുകളെ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ കഥയിൽ. ഒന്ന്, ഒരു ലൈംഗിക തൊഴിലാളിയായി മാറുന്ന ഒരു സ്ത്രീയുടെ അവശതയുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി വിളിച്ചു കൊണ്ടുവന്ന പുരുഷൻ്റെ മനസ്സുമുണ്ട്. ഇത് രണ്ടും ഈ കഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാവർക്കും, അപ്പോൾ അദ്ദേഹത്തിന് ലൈംഗികമായ താല്പര്യങ്ങൾ നടത്താൻ ഒരു മാർഗമായി അദ്ദേഹം അത് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നന്മയും ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ ബഷീറിനെ കുറിച്ച്, അതുകൊണ്ടാണ് ഹ്യൂമറിസ്റ്റും എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. സാഹിത്യ ഭാഷയ്ക്ക് പുതിയ വ്യാകരണം നൽകി എന്ന് ബഷീറിനെ കുറിച്ച് പറയാം. പുതിയ ഭാഷ തന്നെ സൃഷ്ടിച്ചു. ഈ ബഷീറിൻ്റെ എഴുത്തുകളിലെ ഭാഷയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ നാട്ടുഭാഷയെ വളരെ മനോഹരമായി, വടക്കൻ മലബാറിലെ ഭാഷയെ വളരെ മനോഹരമായി, മുസ്ലിം സമുദായത്തിൻ്റെ ഭാഷയെ മനോഹരമായി കഥയിൽ കൊണ്ടുവന്നാണ്. ഇപ്പം ഇമ്മിണി ബല്യ ഒന്ന്
ഇമ്മണി വലിയ ഒന്ന് അല്ലെങ്കിൽ വലിയ ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഒരു നമ്മൾ കൊളോക്കിയൽ എന്ന് പറയുന്ന ഒരു ഭാഷാ രീതിയാണ് ബഷീറിൻ്റെ കഥകളിൽ കാണുന്നത്. അതുപോലെ സ്വാതന്ത്ര്യ സമരം, ജയിൽ ജീവിതം, പോലീസ് മർദ്ദനം, ഇതൊക്കെ കഥകളിലുണ്ട്. അടിച്ചമർത്തപ്പെട്ടവൻ്റെ അധസ്ഥിത വർഗത്തിൻ്റെ ജീവിതം കഥകളിൽ വന്നു. സാമൂഹിക കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെ മനുഷ്യാവസ്ഥകളെ കഥകളിലൂടെ ആവിഷ്കരിച്ചു. നമ്മൾ കുറേ കഥകൾ പറഞ്ഞു. നമ്മൾ ബഷീറിൻ്റെ ഹാസ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നർമ്മം വളരെ നന്നായി, അതും ആക്ഷേപഹാസ്യമായിട്ടല്ല ബഷീർ ഒരിക്കലും നർമ്മത്തെ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് തന്നെ ചിന്തിക്കാനുള്ള ഒരു പ്രേരണ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഉള്ളിലെ നന്മയെ തിരിച്ചറിയാനുള്ള ഒരു സഹാനുഭൂതി കലർന്ന നർമ്മമാണ് നമുക്ക് ബഷീറിൽ കാണാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ബഷീറിനെ നമ്മൾ അത്തരത്തിൽ ഒരു പുതിയ കഥാപരിസരത്തെ മലയാളത്തിലേക്ക് അവതരിപ്പിക്കുന്നു. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പുതിയൊരു ജീവിത പരിസരങ്ങളെ, പുതിയ ഭാഷയെ, പുതിയ സാഹിത്യ സങ്കല്പത്തെ ബഷീർ കഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അടുത്ത എഴുത്തുകാരൻ കാരൂർ നീലകണ്ഠപിള്ളയാണ്. ഏതെങ്കിലുമൊക്കെ കഥകൾ നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാകും. ഉതുപ്പാൻ്റെ കിണർ, പിന്നെ മരപ്പാവകൾ, പൊതിച്ചോറ്, പ്രധാനപ്പെട്ട എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. പൊതിച്ചോറ് കേട്ടിട്ടുണ്ടാവും. കാരൂരിനെ കുറിച്ച് പറയുന്നത് വാദ്യാർ കഥകൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കുറിച്ച്. അദ്ദേഹം അധ്യാപകനായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ല ശമ്പളം വാങ്ങുന്ന കൂട്ടരാണ് അധ്യാപകർ ശരിക്കും. അതായത് ഏത് തലത്തിൽ നോക്കിയാലും, ഗവൺമെൻറ് തലത്തിലൊക്കെ, ഞാൻ പറഞ്ഞ പ്രൈവറ്റ് തലത്തിലല്ല, ഗവൺമെൻറ് തലത്തിൽ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്ന നല്ല ശമ്പളമുണ്ട്. പക്ഷേ ഈ കാരൂര് അധ്യാപകനായിരുന്ന കാലത്ത് മാസങ്ങളോളം ശമ്പളങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും തുച്ഛമായ ശമ്പളത്തിനും ജോലി ചെയ്യുന്ന ആളുകളാണ്. അതേസമയം തന്നെ അധ്യാപകർ എന്ന നിലയിൽ ഇവർക്ക് മറ്റു പലരും ചെയ്യുന്നത് പോലെ ജീവിക്കാൻ, പുറത്തിറങ്ങി നടക്കാനും പറ്റില്ല. നല്ല വസ്ത്രം ധരിക്കണം, കുട്ടികളുടെ മുമ്പിൽ എന്നും പോയി ക്ലാസ് എടുക്കണം. അധ്യാപകരായതുകൊണ്ട് തോന്നിയ പോലെ 2 ദിവസം പണിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു ക്രൈസിസിനെ, അധ്യാപകരുടെ പ്രശ്നങ്ങളെ മലയാള കഥയിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ വാദ്യാർ കഥകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പൊതിച്ചോറ് എന്ന് പറയുന്ന കഥയിൽ ഒരു ദിവസം സ്കൂളിൽ ഒരു ഉച്ച സമയത്ത് ഒരു കുട്ടി പരാതിയുമായി ഹെഡ് മാസ്റ്റർ അടുത്ത് വരികയാണ്. തൻ്റെ ഉച്ചഭക്ഷണം, താൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറ് കാണാനില്ല, ആരോ മോഷ്ടിച്ചു. അപ്പോൾ ഹെഡ് മാസ്റ്റർ ക്ലാസ്സിൽ പോയി എല്ലാ കുട്ടികളോടും പറഞ്ഞു, എല്ലാവരും ഒന്ന് വിരട്ടി, ആരാണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞാൽ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികൾ ആരും അത് ഏറ്റെടുത്തില്ല. അവസാനം ആ ക്ലാസ്സിൽ അധ്യാപകനെ വിളിക്കാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തോട് വിളിച്ച് കാര്യം പറഞ്ഞു, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ പരമ മോശമാണ്, കുട്ടികളുടെ ചോറൊക്കെ മോഷ്ടിച്ച് അവർ സത്യം പറയുന്നില്ല, നിങ്ങളൊന്ന് പോയി സംസാരിക്കണം കുട്ടികളോട്. കുറച്ചു നേരം അധ്യാപകൻ ഒന്നും മിണ്ടാതെ നിന്നിട്ട് പറഞ്ഞു, സാർ എന്നോട് ക്ഷമിക്കണം, ആ ചോറ് എടുത്തത് ഞാനാണ്, 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. ഇതാണ് പൊതിച്ചോറ് എന്ന് പറയുന്ന കഥ. വിശപ്പിൻ്റെ വലിയ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലെടുത്തിട്ട് കൃത്യമായ ശമ്പളം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ ഒരു കഥ മതി. ഇത് വായിച്ച ഈ പറയുന്ന പൊതു സമൂഹത്തിന് ഇവരുടെ കഷ്ടപ്പാടുകളെ ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത്? ഇത്തരം കുറഞ്ഞ വാക്കുകൾ, കുറഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിച്ച് പോകുന്ന എഴുത്തുകാരനാണ് കാരൂര്. അദ്ദേഹത്തിൻ്റെ സാർ വന്ദൻ എന്ന് പറയുന്നതും സമാനമായിട്ടുള്ള ഒരു കഥയാണ്. ഒരു അധ്യാപകൻ മാറി ഉടുക്കാൻ ഒരു വസ്ത്രമില്ല, ഉള്ളതാണെങ്കിൽ അലക്കിയിടാൻ സോപ്പ് വാങ്ങാനൊന്നും പൈസയില്ല. അങ്ങനെ തൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്നെന്തോ വീണ് കിട്ടുന്ന ചെറിയ പൈസ എടുത്ത് ആ ക്ലാസ്സിൽ തന്നെയുള്ള ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് തൻ്റെ വസ്ത്രം അലക്കാൻ വേണ്ടി കൊടുത്തുവിടെ. അലക്ക് ജോലി ചെയ്യുന്ന ഒരു കുട്ടി തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതുവരെ ചെറിയൊരു വസ്ത്രം എടുത്ത് ഓഫീസ് മുറിയിൽ ഇരിക്കുകയാണ്. അതൊന്ന് അലക്കി കൊണ്ടുവന്ന് ഉടുക്കാം എന്ന് പറഞ്ഞു. ഒറ്റ വസ്ത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. അതിനിടയിൽ അവിചാരിതമായി നമ്മുടെ പണ്ട് സ്കൂളുകൾ ചെക്കിങ്ങിന് ഇപ്പോഴുണ്ട് തോന്നുന്നു, ഇൻസ്പെക്ടർമാർ വരും. സ്കൂൾ നമ്പർ ഉണ്ടോ എന്ന് തലയെണ്ണാൻ വേണ്ടി വരുന്ന. അവിചാരിതമായ അതേ ദിവസം ഒരു ഇൻസ്പെക്ടർ കടന്നു വരികയും പിന്നീട് ആ അധ്യാപകൻ ഈ കുറഞ്ഞ വസ്ത്രം കൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ പോകേണ്ടി വരികയും അതിനുശേഷം കുട്ടികൾ അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്യുന്നതാണ് കഥ. സാർ വന്ദനം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ആ അധ്യാപകൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കുട്ടികൾ കളിയാക്കുകയും അദ്ദേഹത്തിന് അല്പവസ്ത്രത്തോടെ അദ്ദേഹത്തിന് മുമ്പിലേക്ക് പോകേണ്ടി വരികയും ചെയ്യാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം കഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, പുതുപ്പാൻ്റെ കിണർ പോലെയുള്ള കഥകളിൽ വൈകാരിക പ്രശ്നങ്ങളെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ കിണർ കുത്തുന്ന ആളാണ് ഉതുപ്പാൻ എന്ന് പറയുന്നത്. നാട്ടിലെല്ലാ വെള്ളം വേണ്ട സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം പോയി എങ്ങനെയും അദ്ദേഹം കിണർ കുത്തിയ വെള്ളം കിട്ടും എന്നാണ് നാട്ടിൽ വിശ്വസിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അത് ഈ തകഴിയുടെ കൃഷിക്കാരെന്ന കഥ പറഞ്ഞ പോലെയാണ്, വെറൊരു തൊഴിലല്ല അദ്ദേഹത്തിന് ജീവിതം തന്നെയാണ്. അങ്ങനെ നാട്ടിലൊരു അദ്ദേഹം കുത്തിയ ഒരുപാട് പേര് വെള്ളം കുടിക്കുന്ന ഒരു കിണർ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി മണ്ണിട്ട് മൂടാൻ പോവുകയാണെന്ന് കേട്ട് അദ്ദേഹം അത് സമ്മതിക്കാതിരിക്കുകയും ഒടുവിൽ അതേ കിണറിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയാണ്. അതെന്ത് വന്നാലും മൂടും എന്ന് പറയുമ്പോൾ. അപ്പോൾ മനുഷ്യൻ്റെ വൈകാരിക പ്രശ്നങ്ങളെ പുതിയ തലത്തിലേക്ക് എഴുത്തുകാരൻ നില അവതരിപ്പിക്കാൻ കാരൂരിന് കഴിയുന്നുണ്ട്. കാരൂരിൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ് മരപ്പാവകൾ. ഞങ്ങൾക്ക് പി ജിക്കൊക്കെ പഠിക്കാനുണ്ടായിരുന്ന മലയാളത്തിൽ എണ്ണം പറഞ്ഞ കഥകളിലൊന്നായിട്ടാണ് മരപ്പാവകളെ പറയുന്നത്. വളരെ ഒരു കാരൂരിലേക്കൊക്കെ വരുമ്പോഴേക്കും വലിയ സംഭവങ്ങൾ വേണ്ട കഥ പറയാൻ. കാരൂരിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഒരു തവണ UPSC ചോദിച്ചത് മിതത്ത അക്ഷരം എന്ന് വെച്ചാൽ കുറഞ്ഞ വാക്കുകളിൽ
വളരെ മനോഹരമായി കഥകൾ പറയുന്ന ഒരാളാണ് എന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ കഥയുടെ ഒരു സംഭവം, ഒരു എന്യൂമിനേറ്റർ, സെൻസസ് എടുക്കാൻ വരുന്ന ആൾ, എന്യൂമിനേറ്റർ എന്ന് പറഞ്ഞാൽ സെൻസസ് ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്ന ഒരാൾ ഒരു വീട്ടിലേക്ക് സെൻസസ് എടുക്കാൻ വേണ്ടി കയറി വരുന്നു. അദ്ദേഹം സെൻസസ് എടുക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനുള്ള മറുപടികളുമാണ് ആ കഥ. അദ്ദേഹം സെൻസസ് എടുത്ത് പുറത്തേക്ക് ആ വീട്ടിൽ നിന്ന് പോകുന്നു. ഇതാണ് കഥയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ശരിക്കും നോക്കി ഒരു വലിയ സംഭവമൊന്നും അതിനകത്തില്ല, പക്ഷെ ഇവരുടെ സംഭാഷണമാണ് ആ കഥ. ആ വീട്ടിലുള്ളതൊരു പെൺകുട്ടിയാണ്. അവൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് ചെറിയ പ്രശ്നത്തിൽ വീട്ടിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഇവരുടെ സംഭാഷണത്തിൽ അവളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് കൊടുക്കുന്ന മറുപടികളുമാണ് ഈ കഥ. അപ്പോൾ ഇവളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്, അപ്പോൾ പേരുകൾ പറയും. അതിൽ ഓരോരുത്തരെയും ചോദിച്ച ആണോ പെണ്ണോ എന്ന് ചോദിക്കും. അത് അവരുടെ ഉത്തരവാദിത്വമാണ്, പറയുന്നതാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പേര് കേട്ടാൽ അറിഞ്ഞുകൂടെ പെണ്ണാണ്. ഇങ്ങനെയാണ് അവരുടെ സംഭാഷണം. അപ്പോൾ അദ്ദേഹം എനിക്കിത് ചോദിച്ചിട്ടേ എഴുതാൻ പറ്റുള്ളൂ. അതിനുശേഷം വിവാഹം കഴിഞ്ഞതാണോ, അപ്പോൾ കഴിഞ്ഞെന്നും പറയാം ഇല്ലെന്നും പറയാം. അപ്പോൾ അദ്ദേഹം പറയും അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഭർത്താവ് മരിച്ചു പോയോ, വിധവയാണോ എന്ന് ചോദിക്കും. കഴിഞ്ഞെന്നും പറയാം ഇല്ലെന്നും പറയുമ്പോൾ വിധവയോ അതെന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചു പോയോ, ഭർത്താവ് മരിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് വേണം എഴുതാൻ. നിങ്ങൾ പിന്നെ ചോദിച്ച് വിവാഹമോചിതയാണോ എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിച്ച് യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഈ സ്ത്രീ അവരോട് പറയുകയാണ്. അവർ പോലും അറിയാതെ വളരെ പരസ്പരം വിട്ടുകൊടുക്കുന്നൊന്നുമില്ല, കളിയാക്കിയൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത്. അവസാനം ഈ കഥയുടെ അവസാനത്തേക്ക് വരുമ്പോഴേക്കും അദ്ദേഹം ആവശ്യമുള്ളതെല്ലാം നോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലാവും ഇവരും ഭർത്താവും അത്ര രസത്തിലല്ലെന്നും ഇവർ വളരെ പ്രതിഷേധത്തോടു കൂടിയാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്നും. അങ്ങനെ ഇപ്പം എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പാവകളെ ഉണ്ടാക്കി വിൽക്കുകയാണെന്നാണ് പറയുന്നത്. അതാണ് മരപ്പാവകൾ എന്നുള്ള പേര്. മരത്തിൽ പാവകളെ ഉണ്ടാക്കി വിൽക്കുകയാണെന്ന് പറയാണ്. അങ്ങനെ ഇദ്ദേഹം പോകാൻ ഇറങ്ങാൻ നേരത്തെ ഇവർ കൊണ്ടുവന്നൊരു പാവ എൻ്റെ വക ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്യൂമിനേറ്റർക്ക് സമ്മാനം കൊടുക്കുകയാണ്. ഇതിനിടയിലുള്ള സംഭാഷണത്തിൽ അവർക്കിടയിൽ രൂപപ്പെടുന്ന ബന്ധമാണ്. പക്ഷെ അത് രൗദ്രഭാവത്തിൽ തപസ് ചെയ്യുന്ന ഒരു പാർവതിയുടെ രൂപമാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ എന്യൂമിനേറ്റർ അതുവരെ അവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം കാണുന്നുണ്ട്. ആ എഴുതിക്കൊണ്ടിരുന്നത് ശരിക്കും വരച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇവരുടെ വരച്ചൊരു ചിത്രം അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഈ പാവ തന്നതിന് പകരമായിട്ട്. അത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അവർ പറയും ആ പാവി ഇങ്ങ് തരുമെന്ന് പറഞ്ഞ് അത് കൊണ്ടുപോയിട്ട് തിരിച്ച് അദ്ദേഹം വളരെ ശാന്ത സൗമ്യയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഈ എന്യൂമിനേറ്റർക്ക്. രൗദ്രഭാവമുള്ള പാർവതിയിൽ നിന്നും ശാന്തിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം കൊടുത്ത് അദ്ദേഹം അത് വാങ്ങി ഇറങ്ങുന്നതാണ് കഥ. അപ്പോൾ ഇത്തരത്തിൽ വളരെ കുറഞ്ഞ സംഭവങ്ങളിൽ നിന്നൊരു കഥ രൂപപ്പെടുത്തുന്ന എഴുത്തുകാരായിട്ട് കാരൂരിൻ്റെ കഥകളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാണാം. ഞാൻ ഈ പറഞ്ഞ കഥകൾ കൂടാതെയും നിങ്ങളുടെ മെറ്റീരിയൽ കുറേ കഥകളുടെ ചെറിയ ചെറിയ പോയിന്റുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മളെന്താ വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു പോകുന്നു. പിന്നെ നിങ്ങളുടെ വായനയാണ്. ഈ വായനയുടെ കൂടെയാണ് പുറത്തുനിന്ന് കിട്ടുന്ന കഥകളൊക്കെ നിങ്ങൾക്ക് വായിക്കാം. അല്ലെങ്കിൽ വാങ്ങുമല്ല, നിങ്ങൾക്ക് പുസ്തകം വാങ്ങുന്നവരാണെങ്കിൽ വാങ്ങാം. അതല്ലാതെ നിങ്ങൾക്ക് പുറത്തു പോയി കാണുന്ന കഥകൾ, ഓരോ കഥകളൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന കണ്ടന്റും നിങ്ങൾക്കൊരു എഴുത്തുകാരനെ പരിചയപ്പെടാനും എഴുത്തുകാരനെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാനും ഉപയോഗിക്കണം. നമ്മുടെ UPSC പഠനത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യം, നിങ്ങളങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് എല്ലാവരും ഇതിന് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി പഠിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ വളരെ മനോഹരമായി പ്രസൻറ്റ് ചെയ്യുക. ശരിക്കും ഒരു പരീക്ഷ എന്ന് പറയുന്നതിൽ ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാമെന്ന് തോന്നിക്കണം, അതിനുള്ള സാധനം നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയും വേണം. എന്ന കാര്യങ്ങൾ വളരെ മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുകയും വേണം. നിങ്ങൾ വളരെ പെട്ടെന്ന് കാരൂരിനെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ചരിത്രത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എന്ന് വെച്ചാൽ കാരൂരിൻ്റെ മുഴുവൻ കഥകൾ വായിച്ചിട്ട് വേണ്ട കാരൂരിൻ്റെ ഒരു ഉത്തരം എഴുതാൻ. 1-2 കഥകൾ, ആ കഥകളുടെ പേര്, കഥാപാത്രം, സന്ദർഭം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത്തരം കാര്യങ്ങളെ മുഴുവനായിട്ട് നിങ്ങൾ ഇതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ഇന്നലെ നോക്കിയ എഴുത്തുകാരെ അടക്കം നമ്മൾ തകഴി ശിവശങ്കരപ്പിള്ള മുതൽ പി കേശവദേവ്, പൊൻകുന്നം മറക്കി, വൈക്കം മുഹമ്മദ് ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, ഇത്രയും എഴുത്തുകാരെ നമ്മൾ റിയലിസ്റ്റിക് എഴുത്തുകാരെന്ന രീതിയിലാണ് പറയുന്നത്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1910 മുതൽ തുടങ്ങുന്ന 1950കകത്ത് ഇവരൊക്കെ ഇതിനൊക്കെ ഇടയിൽ കഥകൾ എഴുതുന്നവരാണ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പൊതു പ്രത്യേകതകൾ നമ്മൾ നോക്കിയാൽ എഴുത്തുകാരെ എല്ലാം സ്വാധീനിച്ചതോ അല്ലെങ്കിൽ എഴുത്തുകാരിലെല്ലാം പലതരത്തിൽ കടന്നു വന്നതോ ആയിട്ടുള്ള പ്രത്യേകതകൾ നമ്മൾ നോക്കിയാൽ ഇവരെല്ലാവരെയും അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, മനുഷ്യർക്കിടയിൽ തുല്യത വരേണ്ടതിൻ്റെയും മനുഷ്യർ പരസ്പരം സഹോദരത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കേണ്ടതിൻ്റെയും ഒക്കെ ഒരു ആവശ്യകത ഈ എഴുത്തുകാരുടെ കഥകളിൽ പലതരത്തിൽ കടന്നു വരുന്നുണ്ട്. അക്കാലത്തെ ജന്മി കുടിയാൻ വ്യവസ്ഥകൾക്കെതിരെ, അധികാര ശക്തികൾക്കെതിരെയുള്ള ഒരു ശബ്ദം ഇവരുടെ കഥകളിലുണ്ട്. ഇപ്പോൾ ജന്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൽ നിയമം മൂലം നിരോധിക്കപ്പെടുന്നത് വളരെ വൈകിയാണ്. സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുൻപുള്ള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്, ചിത്തിര തിരുനാൾ ഇവരെ പോലുള്ള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് സാവധാനം ജന്മി കുടിയാൻ. ഏറ്റവും അവസാനം പൂർണ്ണമായിട്ട് അത് ഒഴിവാകുന്നത് നമ്മുടെ സ്വത്തവകാശ ബില്ലിലൂടെയാണ്, അതായത് ലാൻഡ് റീഫോർമേഷൻ ബില്ലിലൂടെയാണ്
ഇത് പൂർണ്ണമായിട്ടും മാറുന്നത്. അപ്പോൾ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ, അവർക്ക് ചില അവകാശങ്ങളൊക്കെ ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അതിന് വളരെ മുൻപ് തന്നെ ഇവരുടെ കഥകളിൽ കാണാം അധികാരശക്തി. ഈ അധികാരശക്തി എന്ന് പറയുമ്പോൾ ജന്മി കുടിയൻ വ്യവസ്ഥയിൽ ജന്മി അധികാരിയാണ്, നിയമവ്യവസ്ഥയിൽ പോലീസ് അധികാരിയാണ്, ഭരണത്തിൽ രാജാവോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലെ ദിവാൻമാരോ അധികാരികളാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പൊൻകുന്നം വർക്കിയുടെ മോഡൽ എന്ന കഥ എഴുതിയതിൻ്റെ പേര് ജയിലിൽ കിടന്നിട്ടുണ്ട്. സർ സി പിക്കെതിരെ എഴുതിയ കഥയാണ് മോഡൽ എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ കഥയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു എഴുത്തുകാരൻ ജയിലിൽ കിടക്കേണ്ട, അപ്പോൾ ബഷീർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് എഴുത്തുകൊണ്ട് മാത്രമല്ല, ബഷീറിൻ്റെ അക്കാലത്ത് പുസ്തകങ്ങളൊക്കെ നിരോധിച്ചിട്ടുമുണ്ട് ഈ പറഞ്ഞതുപോലെ. അധികകാലം ഒന്നും നീണ്ടു നിന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞാൽ വലിയ വെല്ലുവിളി ഉള്ളതാണ്. ഇന്ന് സാഹിത്യകാരന്മാർക്ക് കുറേ കൂടി എളുപ്പം അവാർഡിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ പാർട്ടികളോടോ അല്ലെങ്കിൽ പ്രത്യേക ആളുകളോടൊക്കെ സൗഹൃദങ്ങളുണ്ടെങ്കിൽ നല്ല അവാർഡുകളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന്. പക്ഷെ അക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം പോലെ തന്നെയായിരുന്നു എഴുത്തും എന്ന് പറയുന്നത്. അധികാര ശക്തികൾക്കെതിരെയുള്ള എഴുത്താണ്. അടിസ്ഥാന വർഗം കഥയുടെ കേന്ദ്രത്തിലേക്ക് വരുന്നു ഈ കാലഘട്ടത്തിൽ. ഇങ്ങനെ പറയാൻ കാരണം തൊട്ടു മുന്നത്തെ കാലത്ത് നമ്മളത് കണ്ടിട്ടില്ല. അക്കാലത്ത് ഈ കഥ എന്ന് പറയുന്നത്, ആദ്യ കാലഘട്ടത്തിൽ കഥകൾ എന്ന് പറയുന്നത് ഒരു രസിക്കാനും വിനോദിക്കാനും വേണ്ടി ഉപരിവർഗം എഴുതുന്ന ഒരു കഥയായിരുന്നു. എന്ന് വെച്ചാൽ തൊഴിലാളികളൊന്നും കഥയുടെ അവരുടെ ജീവിതം എന്താ നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റുന്നില്ല. എന്നാൽ അടിസ്ഥാന വർഗം കഥയുടെ കേന്ദ്രമാവുന്ന ഈ കാലഘട്ടത്തിലാണ്. ബഷീറിൻ്റെ കഥകളിൽ വേശ്യകൾ കടന്നു വരുന്നു, തകഴിയുടെ കഥയിൽ നായ കടന്നു വരുന്നു, പൊൻകുന്നം വർക്കിയുടെ കഥയിൽ കാള, ശബ്ദിക്കുന്ന കലപ്പിൽ കാളയും ഔസേപ്പ് ചേട്ടനുമാണ് കഥാപാത്രങ്ങൾ. ഇങ്ങനെ മൃഗങ്ങൾ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ ദേവിൻ്റെ കഥകളിൽ പലതരത്തിൽ നഗരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീ കഥാപാത്രങ്ങളും തൊഴിലാളികളും ഒക്കെ കടന്നു വരുന്നു. ഇങ്ങനെ കഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത് സാധാരണക്കാരനിലേക്ക് ഫോക്കസ് ആവുകയാണ് ആ കാലഘട്ടത്തിൽ. അതുപോലെ മത സാമുദായിക ജീർണതകൾക്കെതിരെയുള്ള ശബ്ദം അത് നമുക്ക് ബഷീറിൽ കാണാം, അത് പൊൻകുന്നം വർക്കിയിൽ കാണാം. ക്രിസ്തുമത പുരോഹിതർക്കെതിരെ പൊൻകുന്നം വർക്കി ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട്. ബഷീറിൻ്റെ കഥകളിൽ മുസ്ലിം സമുദായത്തിനകത്ത് നിലനിൽക്കുന്ന ചില അനാചാരങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അന്ധവിശ്വാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. അതുപോലെ എഴുത്ത് എന്ന് പറയുന്നതിനും മാറ്റം സംഭവിക്കും. ഇതൊക്കെ പ്രമേയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ കഥ എഴുതുന്ന രീതിയും മാറി. മുൻപ് ആദ്യകാലത്തെ കഥകളിൽ സംസ്കൃതം ഭയങ്കര നെടുനീളൻ വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്നുവെച്ചാൽ സംസ്കൃത ജടിലമായ ഭാഷയാണ്, വലിയ പണ്ഡിതരാണ് കഥയൊക്കെ എഴുതുന്നത്. ഇവിടെ സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക് കഥ മാറുകയാണ്. ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന അവരുടെ ജീവിതമാണെന്ന് തോന്നുന്ന വിധത്തിൽ എന്താണ് ശരിക്കും ഓഡിയൻസ് എന്ന് പറയുന്നത് സാധാരണക്കാരായി മാറുകയാണ്. അപ്പോൾ അത് കഥ പറച്ചിൽ തന്നെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ലളിതമായി കഥ കുറേ കൂടി വർഗപ്രതിനിധികളായ കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രങ്ങളെയും പലതരം വർഗങ്ങളിൽ നമുക്ക് പെടുത്താം. തൊഴിലാളി വർഗം, സ്ത്രീ വർഗം, ഇതൊക്കെ കഥകളുടെ ഒരു രാഷ്ട്രീയത്തെ, കഥകളുടെ പൊതുബോധത്തെയൊക്കെ നിയന്ത്രിക്കാൻ കാരണമാവുകയാണ്. ഇതാണ് മലയാളത്തിലെ റിയലിസ്റ്റിക് എഴുത്തുകാരെന്ന് പറയുന്ന അല്ലെങ്കിൽ നവോത്ഥാന കാല എഴുത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ. ഇപ്പോൾ UPSCയുടെ ഒരു ചോദ്യം വരുന്നത്, കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഞാൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറയുന്നത്, ചോദ്യത്തിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. തകഴി, ദേവ്, പൊൻകുന്നം വർക്കി ഇവരുടെ കഥകളിലെ പൊതു സവിശേഷതകൾ വിശദമാക്കുക. ഇവരുടെ കഥകളെ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ പൊതു സവിശേഷതകൾ വിശദമാക്കുക. തകഴിയുടെ കഥകൾ സാധാരണക്കാരൻ്റെ ജീവിതങ്ങളാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, പരിശോധിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എഴുത്തുകാരെ പരിചയപ്പെടണം. ഇപ്പോൾ 3 എഴുത്തുകാരെയൊക്കെ ചോദ്യത്തിൽ വരുന്ന സമയത്ത് 3 പേരുടെയും വ്യത്യാസം കൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഇവരൊക്കെ ഏത് തരത്തിലുള്ള കഥകളാണ് എഴുതിയത്, എന്നിട്ട് അവരിൽ പൊതുവായിട്ടുള്ളത് എന്താണ്. ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പരിശോധിക്കേണ്ടത്. നമ്മുടെ നവോത്ഥാന കാലത്തിനകത്ത് നമ്മളിതിന് തൊട്ട് മുമ്പ് VT ഭട്ടതിരിപ്പാടിനെ പോലെയുള്ള സാമുദായിക കഥകൾ എഴുതിയ ആളുകളെ നോക്കി. അത് നവോത്ഥാന കാലഘട്ടത്തിൻ്റെ തുടക്കമായിട്ടാണ് നമ്മൾ കാണുന്നത്. റിയലിസ്റ്റിക് കാലഘട്ടമാണ് നവോത്ഥാന കാലത്ത് ശക്തമായൊരു കാലഘട്ടം. ഈ നവോത്ഥാന കാലത്തിൽ തന്നെ അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കഥയൊന്ന് മാറുകയാണ്. റൊമാൻറ്റിക് റിയലിസം എന്നാണ് അത് അറിയപ്പെടുന്നത്. റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാൽ കാൽപ്പനികമായ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഒരു പാശ്ചാത്യ സാഹിത്യ പ്രസ്ഥാനം തന്നെയാണ്. അതായത് എല്ലാത്തിനെയും സൗന്ദര്യവൽക്കരിച്ച് ആവിഷ്കരിക്കുന്നതിനെയാണ് നമ്മൾ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. കുറച്ച് വൈകാരികതയുണ്ടാവും. നമ്മൾ ഒരാൾ പ്രണയത്തിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റമായിട്ട് വേണമെങ്കിൽ അതിനെ ഉപമയായിട്ട് പറയാം. അതല്ല റൊമാൻറ്റിസിസം. നമ്മൾ കാണുന്നതിനെല്ലാത്തിനും ഒരു സൗന്ദര്യം കൂടും, പ്രഭാതത്തിന് സൗന്ദര്യം കൂടും. അതല്ലെങ്കിൽ പ്രകൃതിക്ക് ഭയങ്കര യാത്രയൊക്കെ പോകുമ്പോൾ ഭയങ്കര നമ്മൾ റൊമാൻറ്റിക് ആണെങ്കിൽ, നമ്മുടെ അതിന് പ്രണയത്തിലാവണമെന്നൊന്നുമില്ല, നമ്മൾ റൊമാൻറ്റിക് ആണെങ്കിൽ നമുക്കിതിനെയൊക്കെ സൗന്ദര്യാത്മകമായി കാണാം. ഈ സൗന്ദര്യ അനുഭവത്തെയാണ് നമ്മൾ ശരിക്കും റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. അതിൽ വൈകാരികതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇമോഷൻസിനെ അല്ലെങ്കിൽ ഇമോഷണലായി കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ റിയലിസത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ അതാണ് സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കഥയായി അവതരിപ്പിച്ച് വന്നപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ എഴുത്തുകാർക്ക് തോന്നുകയാണ് കുറച്ചും കൂടി എന്തെങ്കിലും മാറ്റങ്ങൾ
പുതിയ രീതി കൊണ്ടുവരണം കഥയിൽ. അതിൻ്റെയും കൂടി ഭാഗമായിട്ടാവണം പിന്നീട് വരുന്ന എഴുത്തുകാരിൽ നമുക്ക് റൊമാൻറ്റിക് റിയലിസം എന്ന് പറയുന്ന ഒരു പ്രത്യേകത കാണുന്നത്. ഈ ഭാഗത്തെ എഴുത്തുകാരും നവോത്ഥാന കാല എഴുത്തുകാരെ തന്നെ നമുക്ക് പെടുത്താം. ഇപ്പോൾ പി സി കുട്ടിക്കൃഷ്ണൻ എന്ന് പറഞ്ഞ ഉറൂബിനെയാണ്. ഉറൂബ് എന്നും പി സി കുട്ടിക്കൃഷ്ണൻ എന്നും പറയും. ഉറൂബ് അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ്. പി സി കുട്ടിക്കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ്. സുന്ദരികളും സുന്ദരന്മാരും ആ നോവലൊക്കെ എഴുതിയിട്ടുള്ള, അതുപോലെ അദ്ദേഹത്തിൻ്റെ മേള് ഉമ്മാച്ചു വളരെ പ്രശസ്തമായ നോവലാണ്. മലയാളത്തിലെ ക്ലാസിക് നോവലുകളിൽ ഒന്നായിട്ട് പറയാം. ഉമ്മാച്ചു എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് പി സി കുട്ടിക്കൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളുടെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ കണ്ടതുപോലെ സമൂഹത്തിൽ നിന്നും കഥ കുറേ കൂടി കുടുംബ അന്തരീക്ഷങ്ങളിലേക്ക് വരുവാണ്. ഗാർഹിക പരിസരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെ പശ്ചാത്തലം. ഗാർഹിക പരിസരങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷത്തിലെ വ്യക്തിബന്ധങ്ങൾ, സഹോദരനും സഹോദരിയും, ഭാര്യ ഭർത്താവ്, ഇങ്ങനെയുള്ള വൈകാരിക ബന്ധങ്ങളെ തീക്ഷ്ണമായി ആവിഷ്കരിക്കാൻ എഴുത്തുകാരൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥ പറയുമ്പോൾ അതിനൊരു വൈകാരികത കുറച്ച് കൂടുതലാണ്. അവിടെ സാമൂഹിക പ്രശ്നങ്ങളെ തന്നെ കുറേ കൂടി കേന്ദ്രീകൃതമായ കുടുംബ പ്രശ്നങ്ങളിലേക്കും കുടുംബ അന്തരീക്ഷത്തിലേക്കും കൊണ്ടുവരാനാണ് ഉറൂബിനെ പോലുള്ള എഴുത്തുകാർ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. വെളുത്ത കുട്ടി അദ്ദേഹത്തിന് വളരെ ശ്രദ്ധേയമായ കഥയാണ്. ജാനമ്മ വളരെ പ്രശസ്തമായ കഥയാണ് അദ്ദേഹത്തിൻ്റെ. ഇതിലൊക്കെ മനുഷ്യരെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച്, സ്ത്രീകൾ അക്കാലത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ ഒരു മലബാറിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. മലബാറിലെ കുടുംബ അന്തരീക്ഷത്തിലെ കഥകൾ മാനുഷിക ബന്ധങ്ങളെ സൂക്ഷ്മമായി കഥകളിൽ അവതരിപ്പിക്കുന്നു. സ്നേഹിക്കുമ്പോഴും ദേഷിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും ഒക്കെ മനുഷ്യരിൽ സൗന്ദര്യം കാണാനും കഴിയുന്ന കഥാകാരനാണെന്നാണ് പറയുന്നത്. ഈ സുന്ദരികളും സുന്ദരന്മാരെന്നുള്ള പേര് തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പേരാണ് നോവലിൽ. അത് നോവലാണ്. ഉയർന്ന മാനവികതാ ബോധം നിറഞ്ഞ കഥകൾ, കവിതയോട് ചേർന്ന് നിൽക്കുന്ന ഗദ്യരചന, ഇത് ഭാഷയിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. അതായത് വായനയിൽ തന്നെ നമുക്കൊരു ഫീല് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മറ്റത് കഥയുടെ ത്രെഡാണ് നമ്മൾക്ക് കൂടുതൽ ഫീൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ വായന തന്നെ ഒരു അനുഭവമാക്കി മാറ്റാൻ എഴുത്തുകാർ ഭാഷയിൽ പുതിയ മാറ്റം കൊണ്ടുവരുന്നു. ഇതിന് തുടർച്ചയാണ്, അല്ലെങ്കിൽ ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് എസ്.കെ. പൊറ്റക്കാടിനെ പോലുള്ള എഴുത്തുകാരൻ വരുന്നത്. എസ്.കെയും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് രണ്ടുപേരും നോവലിലാണ് കൂടുതൽ, ഇവരുടെ പ്രധാനപ്പെട്ട കൃതികൾ നോവലാണ്. എസ്.കെ നമുക്ക് അങ്ങനെ നോവലെന്നും പറയാൻ പറ്റില്ല, സഞ്ചാര സാഹിത്യമാണ് വലുത്. പക്ഷേ നോവലുകൾ വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ചെറുകഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എസ്.കെയിലേക്ക് വരുമ്പോൾ ഈ പ്രമേയത്തിലും അവതരണത്തിലും ഒക്കെ ഈ കാൽപ്പനികതയുടെയും റിയലിസത്തിൻ്റെയും ഒരു കലർപ്പാണ്. സാമൂഹിക പ്രശ്നങ്ങളെ വൈകാരികതയോടെ ആവിഷ്കരിക്കുക, ഇതാണ് എസ്.കെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നൊരു കഥയുണ്ട്. ഇത് അക്കാലത്ത് പട്ടിണിയും ദാരിദ്ര്യമാണ് കഥയുടെ പ്രമേയം. ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്. അതിയായ ദാരിദ്ര്യമാണ്. അപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ഭക്ഷണം കിട്ടാതെ വളരെയധികം തളർന്നു തുടങ്ങി. അപ്പോൾ ആ അച്ഛൻ തൊഴിലൊന്നുമില്ല, വരുമാനമില്ല. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഭക്ഷണം കിട്ടുമോ എന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് അദ്ദേഹം കേൾക്കുന്നത് അക്കാലത്ത് പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഒരു പ്രത്യേക ഇഞ്ചക്ഷൻ കൊടുക്കും. സർക്കാർ പേപ്പട്ടി കടിച്ചാൽ ഇഞ്ചക്ഷനാണ്. അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ പോയാൽ അത് കിട്ടും. അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അന്നത്തെ ഭക്ഷണം, പാലും ബണ്ണും ഒക്കെ കൊടുക്കും. അങ്ങനെ അദ്ദേഹം എങ്കിൽ തൻ്റെ മൂത്ത കുഞ്ഞിന് ആ ഇഞ്ചക്ഷൻ എടുക്കാൻ തീരുമാനിക്കുകയാണ്. ആ കിട്ടുന്ന ഭക്ഷണം മൂത്ത കുഞ്ഞിനും താഴെയുള്ള കുഞ്ഞിനും വേണ്ടി പകുതിയായിട്ട് കൊടുക്കാം എന്ന രീതിയിൽ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുപ്പിക്കുകയും പേപ്പട്ടി കടിക്കാത്ത ഒരു കുട്ടിയെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് ആ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇത് സഹിക്കാൻ കഴിയാതെ ഇദ്ദേഹവും ആത്മഹത്യ നടത്താണ് കഥ അവസാനിക്കുന്നത്. ഇവിടെ പ്രശ്നം ഈ പറയുന്നത് പോലെ പട്ടിണി തന്നെയാണ്. പക്ഷെ അതിനെ ഒരു പ്രായോഗിക പരിഹാരമല്ല എഴുത്തുകാരൻ നിർദ്ദേശിക്കുന്നത്. അവരുടെ വൈകാരികതയെ തീക്ഷ്ണമായി അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ഒട്ടകം എന്ന് പറയുന്ന കഥ, അതൊരു വ്യക്തിബന്ധത്തെ സൂക്ഷ്മമായി ആഖ്യാനം ചെയ്യുന്ന ഒരു കഥയാണ്. ഈ ഒട്ടകം എന്ന് പറയുന്ന കഥയിൽ ഒരു കഥാപാത്രത്തിൻ്റെ ഇരട്ടപ്പേരാണ് ഒട്ടകം. അദ്ദേഹം രൂപത്തിൽ ഭയങ്കര ഉയരമുള്ള, മെലിഞ്ഞ് എല്ലിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ നാട്ടുകാർ വിളിക്കുന്നത് ഒട്ടകം എന്നാണ്, ഒരു നമ്മൾ ഇരട്ടപ്പേര് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇദ്ദേഹത്തിന് കുടുംബമൊന്നുമില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അദ്ദേഹം ഒരു ഹോട്ടലിൽ ചെറിയ ജോലികളൊക്കെ ചെയ്ത് താമസിക്കുകയാണ്. അവിടെ ഒരു വാടകയ്ക്കുള്ളൊരു മുറി എടുത്താണ് താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ആ ഹോട്ടലിൻ്റെ ഉടമ ഹോട്ടലിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ കൊണ്ട് ഇദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കുകയാണ്. രണ്ടുപേരും അവിടുത്തെ ജോലിക്കാരാണ്. ഇവരങ്ങനെ വലിയ ബന്ധമൊന്നുള്ളതല്ല, ഇദ്ദേഹത്തെ ആരും തന്നെ അങ്ങനെ ഗവനിക്കുന്നതല്ല. ആ സ്ത്രീ കുറച്ച് പ്രായമൊക്കെ ഉള്ളതാണ്, പക്ഷേ ഹോട്ടലിൽ ജോലിക്കാരിയാണ്. അങ്ങനെ ആ ഹോട്ടലിൻ്റെ ഉടമ മുൻകൈ എടുത്ത് ഇവരെ വിവാഹം നടത്തി കൊടുക്കുകയാണ്. 6 മാസം കഴിയുമ്പോൾ ആ സ്ത്രീ പ്രസവിക്കും. പക്ഷേ അദ്ദേഹം ആ കുഞ്ഞിനെ ശരിക്കും അദ്ദേഹത്തിൻ്റെ കുഞ്ഞല്ല അത്. 6 മാസം കഴിഞ്ഞ് പ്രസവിച്ചു പറഞ്ഞാൽ അത് ഹോട്ടൽ ഉടമയുടെ ജാരസന്തതി ആകണം.
കഥയിൽ അത് വ്യക്തമായി പറയുന്നില്ല, പക്ഷെ അദ്ദേഹമാണ് മുൻകൈയ്യെടുത്ത് നടത്തുന്നത്. ആ സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഹോട്ടൽ ഉടമയാണ്. ഇദ്ദേഹത്തിന് ഒരു ഭർത്താവ് എന്ന പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ആ കുഞ്ഞിനെ വളരെ സ്നേഹത്തോടെ വളർത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ആ കുഞ്ഞിനെ ഓമനിക്കുമ്പോൾ ഒരു ദിവസം ആ ഹോട്ടൽ ഉടമ വന്ന് അദ്ദേഹത്തെ ചീത്ത പറയുകയും ആ കുഞ്ഞിനെ നീ വെറുതെ എടുത്തുകൊണ്ട് എപ്പോഴും നടക്കണ്ട എന്ന രീതിയിൽ ആ കുഞ്ഞിനോടുള്ള ഇവരുടെ സ്നേഹത്തിൽ ആ ഹോട്ടൽ ഉടമ കയറി ഇടപെടുകയും ചെയ്ത് ഒടുവിൽ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം ആ കുഞ്ഞിനെയും എടുത്തു കൊണ്ടുപോയി അദ്ദേഹം പണ്ട് താമസിച്ച ലോഡ്ജ് മുറിയിൽ പോയി ഫാനിൽ ആത്മഹത്യ ചെയ്യാണ് കുഞ്ഞിനെ തോളത്തിട്ടിട്ട്. ഇതാണ് ഒട്ടകം എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ വൈകാരിക പ്രശ്നങ്ങളാണ് ഈ കഥയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എപ്പോഴും കഥാപാത്രങ്ങൾ പലപ്പോഴും മറ്റ് മുൻപുള്ള കാലത്ത് കഥാപാത്രങ്ങൾ തന്നെ പരിഹാരമൊക്കെ കണ്ടെത്തും. സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ റൊമാൻറ്റിക് റിയലിസ്റ്റിലെ എഴുത്തുകാർക്ക് അങ്ങനെ വൈകാരിക പ്രശ്നങ്ങൾ എപ്പോഴും വൈകാരികതയുടെ ഒരു തലം അവർ നിലനിർത്തും. എസ് കെ പൊറ്റക്കാട് ശ്രദ്ധേയമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കഥകളിൽ കടന്നു വന്നിട്ടുള്ള യാത്രാ വിവരണ അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ മറ്റെഴുത്തുകാർക്ക് സാധ്യമാകാത്ത ഒന്ന് എസ് കെക്ക് സാധ്യമായിരുന്നു. ലോകത്തിലെ ഏത് മനുഷ്യനെയും തൻ്റെ കഥയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥകളിൽ ആഫ്രിക്കൻ കഥാപാത്രങ്ങളുണ്ട്, ഇംഗ്ലീഷുകാരുണ്ട്. എന്നുവെച്ചാൽ അദ്ദേഹം ഒരുപാട് ലോകം കണ്ട്, അതായത് പണ്ട് കാലത്ത് ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊഹേരി എന്ന് പറയുന്ന കഥയിൽ ഒരു ആഫ്രിക്കൻ യുവതിയെ പ്രണയിച്ച ഒരു ഇംഗ്ലീഷുകാരൻ്റെ കഥയാണ് കൊഹേരി എന്ന് പറയുന്ന കഥ. അതൊരു മലയാളിക്ക് എഴുതണമെങ്കിൽ അത് എസ് കെക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നാണ്. നമുക്കാർക്കും അക്കാലത്ത്, ഇന്നിപ്പോൾ ആർക്ക് വേണമെങ്കിലും പല കഥകളും എഴുതാൻ പറ്റും. അന്ന് ഇങ്ങനൊരു എഴുത്തുകാരൻ ലോകം കാണാൻ വേണ്ടി പുറത്തു പോവുക എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അദ്ദേഹം ഒരുപാട് സഞ്ചാര സാഹിത്യ കൃതികൾ എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം, ഈ സഞ്ചാര സാഹിത്യ കൃതി എഴുതിയതിൽ നിന്ന് എനിക്ക് കിട്ടിയ പൈസ എന്ന് വെച്ചാൽ പുസ്തകം വിറ്റ് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ആ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് സിഗരറ്റ് വലിക്കാനുള്ള പൈസ പോലും തികയുന്ന വിധത്തിൽ പുസ്തകത്തിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത്രയും തുച്ഛമായ പൈസ അദ്ദേഹത്തിന് വരുമാനമൊക്കെ അതിന്, പക്ഷെ അദ്ദേഹം സ്വന്തം സന്തോഷത്തിന് എഴുതുന്നതായിരിക്കും. അദ്ദേഹം യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് എഴുത്ത് രണ്ടാമതാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഈ കൊഹേരി എന്ന് പറയുന്ന കഥയുടെ ത്രെഡ് എന്ന് പറയുന്നത് ഒരു ദിവസം ഇദ്ദേഹം ആഫ്രിക്കയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ഇതിലെ കഥാപാത്രം. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരനെ പരിചയപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പോകുന്നത് ആഫ്രിക്കയിൽ. പൊതുവിൽ ഇംഗ്ലീഷുകാർ അങ്ങനെ യാത്രക്കാരായി ആഫ്രിക്കയിൽ വരുന്നത് കുറവാണ്. പൊതുവിൽ അവർ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്ന കമ്പനികളുടെ ഉടമകളായിട്ടോ അങ്ങനെയാണ് പൊതുവിൽ. അപ്പോൾ അദ്ദേഹം പറയും ഞാനൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ആരെ കാണാനാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ എൻ്റെ പ്രണയിനിയുണ്ട്, അവരെ കാണാനാണ് ഞാൻ പോകുന്നതെന്ന് പറയാണ്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം, നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു കഥ പറയാണ് ആ ഇംഗ്ലീഷുകാരൻ. പൊതുവിൽ ആ ഗ്രാമത്തിലേക്ക് അപരിചിതരായ ആളുകൾ ചെന്നാൽ അവർ ചെല്ലുമ്പോഴേ പറയും ഇവിടെ അപകടം പിടിച്ച സ്ഥലമാണ്, രാത്രിയിൽ ഭൂതങ്ങൾ വന്ന് ആക്രമിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ മുമ്പ് പോയ പലർക്കും അപകടം പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അത് വിശ്വസിക്കുന്നില്ല. ഇദ്ദേഹം പരീക്ഷണാർത്ഥം അവിടേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പോയി അവിടെ ഒരു സ്ഥലത്തൊരു താമസിക്കാൻ ഒരു മുറി ശരിയാക്കും. അപ്പോൾ അവിടുത്തെ ഗ്രാമമുഖ്യൻ പറയുന്നുണ്ട് രാത്രി ഭൂതങ്ങൾ വരുന്ന സ്ഥലമാണ്, അവിടെ താമസിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അത് വിശ്വസിക്കുന്നില്ല, എന്നാലും പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് ഇങ്ങനെ പലരെയും കാണുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കാണും. അദ്ദേഹത്തോട് വളരെ സൗമ്യമായി ചിരിച്ച് മുഖം കാണിക്കും. അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ ഗ്രാമമുഖ്യൻ തന്നെ ഒരു വിഷം നിറച്ച സിറിഞ്ചുമായി വന്നിട്ട് അദ്ദേഹം കിടന്ന ആ സ്ഥലം അദ്ദേഹത്തെ കുത്തുകയാണ്. യഥാർത്ഥത്തിൽ അന്ന് വൈകുന്നേരം ആ പെൺകുട്ടി വന്ന് പറഞ്ഞു ഈ ഗ്രാമമുഖ്യൻ തന്നെയാണ് ഇവിടെയുള്ളവരെ ഇങ്ങനെ ആക്രമിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കിടന്നുള്ള ഉറപ്പായും മരണപ്പെടും, ഒന്നുകിൽ മാറി എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു തലവണ പോലെ ഒരു സാധനം മടക്കി വെച്ച് അദ്ദേഹം മാറി എന്നത് കാണുകയാണ്. അപ്പോൾ ഈ സംഭവം അദ്ദേഹം തിരിച്ചറിയുകയും അങ്ങനെ അന്ന് അദ്ദേഹത്തെ രക്ഷിച്ച പെൺകുട്ടിയോട് പിറ്റേ ദിവസം അത് ഗ്രാമമുഖ്യൻ വിചാരിക്കുന്നത് മരിച്ചു എന്നാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് യാത്ര പോവുകയും ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ തിരിച്ച് അദ്ദേഹം ഇവരെ വിവാഹം കഴിക്കാൻ വേണ്ടി അവരെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷേ ഈ കഥയുടെ ആരംഭം ഇദ്ദേഹത്തിന് അന്ന് യാത്ര ചെയ്ത ഈ മലയാളിക്ക് ഒരു കത്ത് കിട്ടുന്നിടത്താണ്. ആ കത്ത് ഈ ഇംഗ്ലീഷുകാരനെ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ വെടിവെച്ച് കൊന്നു എന്നാണ് ആ കത്ത്. അതിൻ്റെ കാരണം ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയതിന്. ആഫ്രിക്കക്കാരന്ന് ഇംഗ്ലീഷുകാരും മനുഷ്യരായിട്ട് കാണുന്നില്ല. അത് ഈ പറയുന്ന വർണ്ണവെറിയുടെ ഒരു ഇരയായിട്ട് ആ ഇംഗ്ലീഷുകാരൻ മാറിയതിൻ്റെ ഇതാണ് കഥയുടെ ആരംഭം. അപ്പോൾ ഇത്തരത്തിൽ എന്നിട്ടാണ് നമ്മോട് ഈ കഥ പറയുന്നത്. ഈ വൈകാരിക അനുഭവങ്ങളെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ടൈം ബീസ് എന്ന് പറയുന്ന ഒരു കഥയിൽ ഇവിടെ നിന്ന് ഈ കേരളത്തിൽ വന്ന ഒരു ഇംഗ്ലീഷുകാരൻ ഇവിടുത്തെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിനാവുകയും അവരെ വിവാഹം കഴിച്ച് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തൊരു കഥയാണ്. അത് പ്രണയത്തിലാവുന്ന ഇതേപോലെ അദ്ദേഹം താമസിക്കുന്ന ബംഗ്ലാവിലേക്ക് ഈ പെൺകുട്ടി ഒരു മോഷണത്തിന് കയറുകയും ഒരു ടൈം പീസ്
അദ്ദേഹം കാണാതെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പിടിക്കുകയും പിന്നീട് ആ പെൺകുട്ടിയുമായി സൗഹൃദത്തിലായി അവർ പ്രണയത്തിലാവുന്നു. അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ആ പെൺകുട്ടിയും കൂടെ കൂട്ടുകയാണ്. അവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ ഓർമ്മയ്ക്കായി ഈ ടൈം പീസ് ഇവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞ് കത്ത് എഴുതുന്നിടത്താണ് ഈ കഥയുടെ ആരംഭം. ഒരു കത്ത് കിട്ടുകയാണ്, എഴുത്തുകാരൻ കഥ എഴുതാൻ നടക്കുമ്പോൾ ഇതിനകത്തൊരു ടൈം പീസ് ഉണ്ട്, അതൊരു സായിപ്പിന് വേണം എന്ന് പറഞ്ഞൊരു കത്ത് വരികയാണ്. അങ്ങനെയാണ് ഈ കഥ ഇതിൽ പറയുന്നത്. ഇപ്പം ഇത്തരത്തിൽ ആഫ്രിക്കക്കാരുടെ, ഇംഗ്ലീഷുകാരുടെ, ലോകത്തുള്ള ഏത് ആളെയും സ്വന്തം കഥയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു എഴുത്തുകാരനായിരുന്നു എസ് കെ പൊറ്റക്കാട്. അതുകൊണ്ട് അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സഞ്ചാര സാഹിത്യത്തിൻ്റെ ഒരു അനുഭവം, പല നാടുകളിൽ നമ്മൾ യാത്ര ചെയ്യുന്നൊരു അനുഭവം അദ്ദേഹത്തിൻ്റെ കഥകളിൽ നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, ഇവരൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അവരുടേതായ വ്യത്യാസങ്ങളുള്ള എഴുത്തുകാരാണ്. എസ് കെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, എസ് കെയുടെ കഥകളുടെ പ്രത്യേകത എന്താണ് എന്ന രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട് UPSCയുടെ ഭാഗത്ത്. അങ്ങനെ നമ്മൾ മലയാള ചെറുകഥയുടെ കഥ പറയാൻ തുടങ്ങിയിട്ട് ഒത്തിരിയായി. ആദ്യമായിട്ടൊരു സ്ത്രീ എഴുത്തുകാരിയുടെ പേര് കാണാണ്. ലളിതാംബിക അന്തർജനം മലയാളത്തിലെ സ്ത്രീ എഴുത്തുകാരികളിൽ ഏറ്റവും പഴക്കമുള്ളൊരു എഴുത്തുകാരിയായിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ആദ്യകാലത്ത് സ്ത്രീകൾ ചെറുകഥയിലേക്കൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന മൊത്തം ഒരു ഫ്യൂഡൽ സെറ്റപ്പിൻ്റെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ സാമൂഹ്യ ക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്ത്രീകൾ അനുഭവിച്ചിട്ടൊരു പാർശ്വവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ഇത്രയും പ്രധാനപ്പെട്ട എഴുത്തുകാരെ പറഞ്ഞപ്പോൾ അവിടെയൊന്നും സ്ത്രീകളെ നമ്മൾ പറഞ്ഞില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ UPSCക്ക് വളരെ പ്രിയപ്പെട്ട ചോദ്യവുമാണ് സ്ത്രീ എഴുത്തുകാരികളെക്കുറിച്ചുള്ള ചോദ്യം. ഒരു 3 വർഷം കൂടുമ്പോൾ ഒരു തവണ മലയാളത്തിലെ സ്ത്രീ എഴുത്തുകാരികളെക്കുറിച്ച് UPSC ചോദിക്കുകയും ചെയ്യും. എന്താണ് അവരുടെ പ്രത്യേകത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ലളിതാംബിക അന്തർജനമാണ് മലയാളത്തിൽ ഈ കൂട്ടത്തിൽ സ്ത്രീ എഴുത്തുകാരികളിൽ ഏറ്റവും ആദ്യം കടന്നു വരുന്ന ഒരു എഴുത്തുകാരി. ലളിതാംബിക അന്തർജനം തൻ്റെ കഥകളിൽ ആവിഷ്കരിക്കുന്നത് ഒരേ സമയം സ്ത്രീ എന്ന നിലയിലും അതേസമയം ഒരു നമ്പൂതിരി അന്തർജനം എന്ന നിലയിലും താൻ അനുഭവിച്ച പ്രശ്നങ്ങളെ തൻ്റെ കഥയിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്പൂതിരി സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പലതരം പ്രശ്നങ്ങൾ, അവരുടെ അവകാശ നിഷേധങ്ങൾ, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി, അതല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ അവരനുഭവിക്കുന്ന പ്രശ്നം, ഈ പറയുന്ന കുറിയെടുത്ത് ധാത്രയുടെ സംഭവമൊക്കെ ലളിതാംബിക അന്തർജനവും ഇതിൻ്റെ പല തരത്തിൽ കഥകളായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്മാർത്ഥ വിചാരം ചെയ്യപ്പെട്ട കേരളത്തിലൊരു സ്ത്രീയാണ് കുറിയെടുത്ത് ധാത്രി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാൻ പറ്റാതെ പോകുന്ന സ്ത്രീകളെക്കുറിച്ച്, വളരെ പ്രായം ചെന്ന പുരുഷന്മാരെ വിവാഹം കഴിക്കേണ്ടി വരുന്ന ചെറുപ്പക്കാരായ സ്ത്രീകളെക്കുറിച്ച്, ബഹുഭാരിത്വത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ തൻ്റെ കഥകളിൽ ആവിഷ്കരിച്ച് അതേസമയം തന്നെ ഒരു മാതൃത്വത്തിൻ്റെ സൗന്ദര്യവും തങ്ങളുടെ കഥകളിൽ ആവിഷ്കരിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ്. അമ്മ, മാതൃത്വം എന്നൊക്കെ പറയുന്നത് കഥകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എഴുത്തുകാരി എന്ന നിലയിൽ അവർ തന്നെ ആത്മകഥയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയ്ക്കൊരു ആമുഖം എന്നാണ് അവരുടെ ആത്മകഥയുടെ പേര്. ഇത് പറയുന്നൊരു കാര്യം, ഞാൻ രാത്രിയിലേ വല്ലതും എഴുതിയിട്ടുള്ളൂ, എനിക്ക് പകലൊന്നും എഴുതാൻ ഒട്ടും സമയം കിട്ടാറില്ല. എന്നുവെച്ചാൽ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അക്കാലത്ത് സ്ത്രീകൾ ചെയ്യേണ്ട എല്ലാം ചെയ്ത് രാത്രിയിലാണ് എഴുതിയത്. കുഞ്ഞുണ്ടായ സമയത്ത് ഒരു കയ്യിൽ കുഞ്ഞിൻ്റെ തൊട്ടിലും ഒരു കയ്യിൽ പേനയും പിടിച്ച് വരെ ഞാൻ എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ലളിതാംബിക അന്തർജനത്തിൻ്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് അക്കാലത്ത് അത്യാവശ്യം പുരോഗമനപരമായ ആശയങ്ങളുള്ളൊരു കുടുംബമാണ്. അതുകൊണ്ടാണ് അവർക്ക് എഴുതാനും പുറത്തിറങ്ങാനും ഒക്കെ അന്ന് കുടുംബ അന്തരീക്ഷം കൊള്ളായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് ഇത്രയധികം പുരുഷന്മാരെ പോലെ സ്വതന്ത്രമായി എഴുതാനും എഴുത്തുകാരിയായി മാത്രം ജീവിക്കാനും കഴിഞ്ഞിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ട്. അക്കാലത്ത് പൊതു ഇടങ്ങളിൽ അന്തർജനങ്ങൾ കൊട പിടിച്ചിറങ്ങണം എന്നൊക്കെയുള്ള സങ്കല്പമുള്ളതാണ്. അല്ലെങ്കിൽ തല നിർബന്ധമായി മൂടണം എന്നുണ്ട്. ഇവർ പൊതു ഇടങ്ങളിൽ ഘോഷ എന്ന് പറഞ്ഞാൽ അവരുടെ തല മൂടുന്നത് അഴിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. പൊതുവേദികളിൽ കയറി പ്രസംഗിച്ചിട്ടുണ്ട്. ഭയങ്കര വിപ്ലവകാരിയായിരുന്നു അക്കാലത്ത്. ഇന്ന് പോലും ഒരു സ്ത്രീകളുടെ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ 10 മടങ്ങ് ശക്തിയിൽ അക്കാലത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ എഴുത്തുകാരി എന്ന നിലയിൽ അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അവരുടെ മൂടുപടത്തിൽ എന്ന് പറയുന്ന ശ്രദ്ധേയമായൊരു കഥയാണ്. അതിൽ തനിഷ്ടപ്പെട്ട ചെറുപ്പത്തിൽ വളരെ പ്രണയത്തോടെ നോക്കിക്കണ്ട പുരുഷനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു സ്ത്രീ കാത്തിരിക്കുകയും ഒടുവിൽ പുരുഷൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമൊക്കെ നാട് വിട്ടുപോവുകയും ഇവർക്ക് മറ്റൊരു പ്രായം ചെന്നാളെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെ മരണശേഷം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. അവർ വരുമ്പോൾ വീണ്ടും ഈ നാട് വിട്ടുപോയ ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടന്ന പുരുഷനെ വീണ്ടും കാണുകയും പക്ഷേ വിവാഹം കഴിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു പ്രണയഭംഗത്തിൻ്റെയൊക്കെ അതിതീവ്രമായ ആവിഷ്കാരം കഥയിലുണ്ട്. അപ്പോൾ അതുപോലെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വേശ്യമൊത്ത് തനിക്ക് അത്തരം ആളുകളെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് രമിച്ച് കാണിക്കുന്ന നമ്പൂതിരിമാരുടെ കഥ. ഇങ്ങനെ അക്കാലത്തെ പുരുഷന്മാർ എങ്ങനെയല്ല ഏതെല്ലാം തരത്തിൽ സ്ത്രീകളുമായുള്ള പ്രശ്നങ്ങളെ അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകളിൽ. പ്രധാനമായും ആ കാലഘട്ടത്തിലെ ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. അതുപോലെ തന്നെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെയും തൻ്റെ കഥകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യപുത്രി എന്ന് പറയുന്ന കഥയിൽ
ഈ ഒരേ സമയം ഉയർന്ന ജാതിയാണ്, ഉയർന്ന സമൂഹമാണെന്ന് പറയുമ്പോഴും അവർക്ക് അകത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഈ മനുഷ്യപുത്രി എന്ന് പറയുന്ന കഥയിൽ ഒരു കാലത്ത് വലിയ സമ്പന്നമായൊരു തറവാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അതിലെ കഥാപാത്രം. ഇന്നവർ പ്രായം ചെന്നു, അവർക്ക് കൊച്ചുമകനുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്ന് അവരുടെ കയ്യിൽ സമ്പത്തെല്ലാം ചോർന്നു പോയി. ആ കൊച്ചുമകനെ പഠിക്കാനുള്ള, വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം, അവരുടെ സാമ്പത്തികമായി സ്കൂളിൽ വിടാനോ പഠിപ്പിക്കാനുള്ള സാഹചര്യം അവർക്കില്ല. മാത്രമല്ല വീട്ടിൽ ഭക്ഷണത്തിന് പോലും വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ ഈ നമ്പൂതിരി സ്ത്രീ, പ്രായം ചെന്ന സ്ത്രീ, അക്കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ ചെല്ലുകയാണ്. രാഷ്ട്രീയ നേതാവിന് ഭയങ്കര തിരക്കാണ് അദ്ദേഹത്തിന്, ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസാനം പോകാൻ നേരത്ത് അവസാനത്തെ ആളാണ്, അപ്പോൾ ഒരാളും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടുത്ത ദിവസം വരാൻ പറയൂ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നിടത്ത് ഒരു പ്രായം ചെന്ന സ്ത്രീയാണെന്ന് പറഞ്ഞാൽ വരാൻ പറയൂ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ കടന്നു ചെല്ലുകയും അദ്ദേഹം ആ രാഷ്ട്രീയ നേതാവിനോട് ആവശ്യപ്പെടുന്നത് തൻ്റെ കുട്ടിക്ക് സ്കൂളിലൊരു അഡ്മിഷൻ ശരിയാക്കി കൊടുക്കണം, അവനൊരു നേരത്തെ ഉച്ചക്കഞ്ഞിയെങ്കിലും കിട്ടുമല്ലോ എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ നേതാവ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തനിക്ക് ഒരുപാട് ഭക്ഷണം തന്നിട്ടുള്ള സ്ത്രീയാണ് ഈ അന്തർജനം. നമ്പൂതിരി സ്ത്രീ പണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായ കാലത്ത് ഒരുപാട് കാലം ഭക്ഷണം കൊടുക്കുകയും അദ്ദേഹം മറ്റൊരു ജാതി, ഇപ്പോൾ ഇതിന് വേറെ തരത്തിലൊരു വായനയാണ്. ഈ മാറ്റങ്ങളിൽ നമ്മളെപ്പോഴും പുരോഗമന വശങ്ങൾ മാത്രം കാണുമ്പോൾ ആ ഒരു വിഭാഗം അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെയും കഥകളിൽ മനുഷ്യപുത്രി എന്ന് പറയുന്ന കഥയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഇവരുടെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഇവർ ശരിക്കും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും സ്ത്രീ പുരുഷ സമത്വം ലോകത്ത് നടപ്പാക്കണം എന്നുള്ളതാണ്. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചാണ് ഇവരുടെ കഥകളുടെ ഒരു അടിസ്ഥാന പ്രമേയം. സ്ത്രീയും പുരുഷനും തുല്യരാണ്, ഒന്നൊന്നിന് പകരമോ ഒന്നൊന്നിന് മുകളിലോ ആണെന്നൊന്നും അവർ പറയുന്നില്ല, തുല്യരാകണം. ആ തുല്യതയെക്കുറിച്ചാണ് അവർ പ്രധാനമായിട്ടും സംസാരിച്ചത്. ഒപ്പം തന്നെ അക്കാലത്ത് സാമൂഹിക ഘടനയിൽ, പ്രത്യേകിച്ചും സാമുദായിക ഘടനയിൽ, ജാതിയിൽ ഉണ്ടായിരുന്ന നമ്പൂതിരി സമുദായത്തിനകത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കപ്പെടണം. വിധവാ വിവാഹം വളരെ ശക്തമായിട്ട് അവർ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം നമ്പൂതിരിമാർ മുമ്പിൽ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ കഴിക്കുന്നു പുരുഷന്മാർ. അതുകൂടാതെ വിധവകളായാൽ പിന്നെ അവരുടെ ജീവിതം കൂടുതൽ പ്രശ്നമാണ്. ഇത് രണ്ടിനും പരിഹാരം ഉണ്ടാവണം. നമ്പൂതിരിമാർ സ്വസമുദായത്തിന് കല്യാണം കഴിക്കണമെന്നും മാത്രമല്ല വിധവകളെ പുനർവിവാഹം ചെയ്യണമെന്നും അവർ തങ്ങളുടെ കഥകളിലൂടെ വിധവകളുടെ പ്രണയസങ്കല്പങ്ങളെ, പ്രണയ സ്വപ്നങ്ങളെയൊക്കെ കഥകളിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അതുപോലെ അക്കാലത്തെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ, അതായത് 10, 16, 18 വയസ്സാവുമ്പോൾ തന്നെ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെട്ടാൽ അന്ന് മുതൽ വിധവയാണ്. അതിനെ ബാലവൈദവ്യം എന്നാ പറയുക. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ വിധവയായി മാറുക. സാപജ്ഞ മത്സരം, സ്മാർത്ഥ വിചാരം, ഇതൊക്കെ തങ്ങളുടെ കഥകളിൽ പ്രമേയമാവുകയും ഈ കഥയിലൂടെ ഇത് വായിക്കുമ്പോൾ ഇങ്ങനെയും മാറ്റം സമൂഹത്തിൽ വരാം എന്നൊരു തോന്നൽ വായിക്കുന്ന ആളുകൾ, അതായത് നമ്മൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ജീവിതം ജീവിക്കുകയാണ്, നമ്മൾ വിചാരിക്കുകയാണ് ഇതിങ്ങനെ പോവും, ഇതിനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, ലോകത്ത് നടക്കുന്ന മുഴുവൻ നമ്മൾ അറിയുന്നുണ്ട്. പണ്ട് കാലത്തുള്ളവരൊക്കെ അവരുടെ കാരണവന്മാരെന്താ അല്ലെങ്കിൽ മുൻ തലമുറ എന്ത് ചെയ്തോ അതാണ് ജീവിതം, ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുകയാണ്. അതിനൊരു മാറ്റം, വേറൊരു സൈഡ് ഉണ്ടെന്ന് ചിന്തിക്കാൻ അവർക്ക് ചിലപ്പോൾ കഴിയണമെന്നില്ല. നമുക്ക് അങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടോ വായനയുടെ ഭാഗമായിട്ടോ അറിവുള്ളവർ പറയുന്നത് കേട്ടിട്ടോ ആണ്. അതിന് ഈ കഥകൾ വലിയ സ്വാധീനം ചെലുത്തുകയാണ്. ഒരു വിധവ താൻ സ്വപ്നം കാണുന്നതും മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കുന്നതായിട്ടൊരു കഥ വായിച്ച് ഒരു വിധവയായ പെൺകുട്ടി വായിച്ചാൽ അങ്ങനെ ഒരു ചാൻസിനെ കുറിച്ച് അവർ ആലോചിക്കുകയാണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ എഴുത്തുകളിലൂടെ സംഭവിക്കുകയാണ്. അത്തരത്തിൽ സാമുദായികപരമായിട്ടുള്ള അനീതികൾക്കും ഈ പറയുന്ന അടിച്ചമർത്തലുകൾക്കെതിരെയും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുമാണ് നമുക്ക് ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകളിൽ കാണുന്നത്. അടുത്തൊരു എഴുത്തുകാരി സമാന കാലഘട്ടത്തിൽ കെ സരസ്വതി അമ്മയാണ്. മലയാളത്തിലെ പുരുഷ വിദ്വേഷിയായ സ്ത്രീ എന്നാണ് കെ സരസ്വതി അമ്മയെക്കുറിച്ചൊരു നിരൂപകൻ പറഞ്ഞത്. പുരുഷ വിദ്വേഷിയായ സ്ത്രീ ഒരു കാലത്ത് ഒട്ടും തന്നെ ചർച്ച ചെയ്യപ്പെടാതെയും അല്ലെങ്കിൽ ഒട്ടും തന്നെ ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെയും പോവുകയും ചെയ്ത ഒരു എഴുത്തുകാരിയാണ് സരസ്വതി അമ്മ. UPSCക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ തവണയാണെന്ന് തോന്നുന്നു സരസ്വതി അമ്മയുടെ കഥകളുടെ മാത്രം പ്രത്യേകത എടുത്ത് ചോദിച്ചായിരുന്നു. കൂടുതലും ഇവരെ 3 പേരെയൊക്കെ വെച്ച് ചോദിക്കും. അതിൻ്റെ കാരണം ഇന്ന് നമ്മൾ സരസ്വതി അമ്മയെ വീണ്ടും വായിക്കുമ്പോൾ അന്ന് അവരത് ചിന്തിച്ചല്ലോ എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അവർ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ അക്കാലത്ത് ലളിതാംബിക അന്തർജനം ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ കാണുന്നതെങ്കിൽ സരസ്വതി അമ്മ പറയുന്നത് സ്ത്രീയെ എല്ലാ അർത്ഥത്തിലും പുരുഷൻ അടിച്ചമർത്തിയിരിക്കുകയാണ്. പുരുഷൻ്റെ ഈ അധികാരത്തിൽ നിന്നും, പുരുഷൻ്റെ ഈ അധികാരം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു അധികാരമല്ല, സാമൂഹ്യ ഘടനയിൽ നിന്നും സ്ത്രീ പുറത്തു കടന്നാൽ മാത്രമേ, പുരുഷൻ്റെ കീഴിൽ നിന്ന് മാറിയാൽ മാത്രമേ സ്ത്രീക്ക് തുല്യത എന്നുള്ളതല്ല, സ്ത്രീ അതിന് മുകളിലേക്ക് കടന്നു വരണം. അങ്ങനെ ശ്രമിച്ചാലേ തുല്യതയെങ്കിലും എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഒരു കഥയിൽ
ഒരു കഥാപാത്രം പറയുന്നത് ഒരാളെ പ്രണയിച്ച് അയാൾ വിവാഹം കഴിക്കേണ്ടതില്ല, ആ പ്രണയിച്ച ആളെ പ്രണയം ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുമ്പോഴാണ് ഒരു സ്ത്രീ വിജയിക്കുന്നത് എന്നാണ് പറയുന്നത്. വിവാഹ സമ്മാനം എന്ന് പറയുന്നൊരു കഥയാണ്. അതിൽ ഇങ്ങനെ രണ്ടുപേരും ഒരുപാട് കാലം പ്രണയിച്ച് നടന്നു. എന്നിട്ട് വളരെ പെട്ടെന്ന് ആ പ്രണയബന്ധത്തിൽ നിന്ന് അവർ പിന്മാറുകയും സ്ത്രീ പിന്മാറുകയും മറ്റൊരു വിവാഹം കഴിക്കാൻ സ്വയം ഒരു തീരുമാനം എടുക്കുകയും ചെയ്യാണ്. വലിയ കാരണമൊന്നുമില്ല, പുരുഷനെക്കുറിച്ച് അങ്ങനെ പരാതി ഉണ്ടായിട്ടൊന്നുമല്ല. അത് പിന്നീട് സരസ്വതി അമ്മ തന്നെ തൻ്റെ എഴുത്തിനെ കുറിച്ച് പറയുന്നൊരു കാര്യം, പ്രണയം എല്ലാ കാലത്തും, അല്ലെങ്കിൽ പ്രണയം മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് അക്കാലത്തുണ്ടായിരുന്ന എല്ലാം പുരുഷൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. ചെറുതായിരിക്കുമ്പോൾ അച്ഛനെ ഭയം, പിന്നീട് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരാൾ, ഇങ്ങനെ എല്ലാ കാലത്തും പുരുഷൻ്റെ കീഴിൽ ഈ പ്രണയം പോലും പുരുഷന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഒരു പരിധി വരെ അത് ഇപ്പം ആലോചിച്ചാൽ ശരിയാണ്. കാരണം ഇന്നും നമ്മൾ കല്യാണം കഴിഞ്ഞാൽ പുരുഷൻ്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ വിവാഹം എന്ന് പറയുന്ന സെറ്റപ്പ് ശരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ നോക്കരുത്, ഇങ്ങനെ സത്യമല്ലേ എന്നുള്ളതാണ് ഈ സാറ് പറഞ്ഞ് ശരിയാക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ, അതാണ് നമ്മുടെ സമൂഹം, അങ്ങനെയാണ്. നമ്മൾ ഇന്നിപ്പോൾ കുറേ പേരൊക്കെ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബോധം എന്താ? കല്യാണം കഴിഞ്ഞ് പുരുഷൻ്റെ വീട്ടിലേക്ക് സ്ത്രീ പോകണം. അപ്പോൾ അതിനർത്ഥം അത് അന്നേ അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അവർ ഈ പ്രശ്നത്തെ വളരെ ശക്തമായി അതിൽ പ്രണയം അവർ ഉപേക്ഷിക്കുമ്പോൾ സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ ആ ഒരു പുരുഷനെ ഉപേക്ഷിക്കാൻ കഴിവുള്ള ഒരാളായി താൻ രൂപപ്പെട്ടു എന്നുള്ള തരത്തിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വിവാഹ സമ്മാനം എന്ന് പറയുന്നത് ഈ വിവാഹത്തിന് തലേ ദിവസം ഈ പുരുഷനൊരു സമ്മാനം കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അവർ കൂട്ടുകാരികളെല്ലാം കൂടി ഇരുന്നാൽ തുറന്നു നോക്കുമ്പോൾ ഒരു ഹൃദയം അത് തുറക്കാൻ പറ്റുന്നൊരു ഹൃദയം. അപ്പോൾ അവർ കൂട്ടുകാരോട് പറയുന്നത്, ഇപ്പം നീ തുറക്കണ്ട, അതിനകത്ത് ചിലപ്പോൾ ചാരം ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ തകർന്ന ഹൃദയത്തിൻ്റെ ചാരം ഉണ്ടാവും, അതുകൊണ്ട് ഇപ്പോൾ തുറക്കണ്ട എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അതിശക്തമായ, അതുകൊണ്ടാണ് പുരുഷ വിദ്വേഷിയായ സ്ത്രീ എന്ന് തന്നെ ഒരു എഴുത്തുകാരിയെക്കുറിച്ച് പറയുന്നത്. ഇത് കൂടാതെ ഇവർ ഇത്തരത്തിൽ പ്രണയബന്ധങ്ങളെ അല്ലെങ്കിൽ സാമൂഹിക ഘടനയിലൊക്കെ പുരുഷനാണ് അധികാരി, അതിനെ മറികടന്ന് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് അക്കാലത്ത് ശക്തമായി വാദിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. അവർ പറയുന്നത് എന്താണ് പറയുക, സ്ത്രീയുടെ പ്രശ്നങ്ങളെ വേണ്ടത്ര സമഗ്ര ബോധത്തോടെ സമീപിച്ച അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് സരസ്വതി അമ്മ. ബ്രാഹ്മണ മതം രൂപപ്പെടുത്തിയ വർഗപരവും ജാതിപരവും ലിംഗപരവുമായ വിശുദ്ധാവസ്ഥയെ ഈ കഥാകൃത്ത് കത്തിച്ചു കളയുന്നു തൻ്റെ ഹാസ്യബോധത്താൽ എന്നാണ് ആ എഴുത്തുകാരിയെക്കുറിച്ച് പറയുന്നത്. എന്നുവെച്ചാൽ ഈ അധികാരബോധം അല്ലെങ്കിൽ ഇതൊക്കെ കാലങ്ങളായി, ബ്രാഹ്മണ മതം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാലങ്ങളായിട്ടുള്ള ഫ്യൂഡൽ സെറ്റപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്, കാലഘട്ടങ്ങളായിട്ട് ഇവർ കഥകളിലൂടെ അടയാളപ്പെടുത്താണ്. സ്ത്രീകൾ പുരുഷാധിപത്യപരമായ കാൽപ്പനിക സ്വപ്നങ്ങളിലും ദേവസൗന്ദര്യ സങ്കല്പങ്ങളിലും അഭിരമിച്ചുകൊണ്ടിരിക്കെ തന്നെ അതിൻ്റെ ദുരന്ത പരിണാമങ്ങളിൽ വിലപിക്കുകയും കയർക്കുകയും ചെയ്യുന്നതിലെ ദുരന്തഹാസ്യം ഈ കഥയിലെ ശാന്ത എന്ന സ്ത്രീയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു. സ്ത്രീജന്മം എന്ന കഥയിൽ ശാന്ത എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഒരു കഥയിൽ ഒരു ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയ ഒരു പെൺകുട്ടിയോട് അവിടെ പഠിപ്പിക്കുന്ന ആൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഒരു പ്രണയത്തിലേക്ക് ആവാൻ ശ്രമിക്കുകയാണ്. തുടക്കത്തിൽ ഇങ്ങനെ സംസാരിച്ച് പരിചയത്തിലാവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ നിന്നെ പ്രണയിക്കില്ല എന്ന് പറയുകയാണ്. കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് നിനക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്നാണ്. അപ്പോൾ സ്ത്രീയുടെ ബുദ്ധിയെ ഭയപ്പെടുന്ന പുരുഷൻ, ഇതൊക്കെ ഇവരുടെ കഥകളിൽ ഇങ്ങനെ വരുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പം ഇത്തരത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു പുരുഷ വിദ്വേഷിയായ സ്ത്രീ എന്നുള്ളതിനെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ വിദ്വേഷം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ വ്യക്തികളോടുള്ളതല്ല. ഇവർ വിവാഹം കഴിക്കാതെയൊക്കെ ജീവിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. ഇത് വ്യക്തികളോടല്ല, ആ സാമൂഹിക വ്യവസ്ഥയോടാണ് അവർ അടയാളപ്പെടുത്തുന്നത്. അത് അവർ പറയുന്ന കാര്യം, സ്ത്രീയുടെ അരികുവൽക്കരണം പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്. പ്രണയം പോലും സ്ത്രീവിരുദ്ധമാണ്. വിദ്വേഷം, വിവാഹ സമ്മാനം, യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കണം. ആ യാഥാർത്ഥ്യബോധത്തിലാണ് താൻ കഥകൾ എഴുതുന്നു പറയുന്നു. പുരുഷ വിദ്വേഷിയായ സ്ത്രീ സ്വരം സമസ്ത മേഖലകളിലും പുരുഷനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന കഥാപാത്രങ്ങളാണ് പ്രണയത്തിൽ, ജോലിയിടങ്ങളിൽ ഒക്കെ സരസ്വതി അമ്മയിലൂടെ ആവിഷ്കരിക്കുന്നത്. അപ്പം നമ്മൾ സരസ്വതി അമ്മയെ വായിക്കുന്നത് അതേ അർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് സമൂഹം എന്നൊന്നും പറയണമെന്നില്ല. പക്ഷെ സരസ്വതി അമ്മ ഉദ്ദേശിക്കുന്നത് ആ കാലഘട്ടത്തിലെ സാമൂഹിക ഘടനയിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ എങ്ങനെ കാണണമെന്നും അതിൽ അധികാര വ്യവസ്ഥയെ എങ്ങനെ ചോദ്യം ചെയ്യണമെന്നും അതിലൂടെ മാത്രം മുന്നോട്ട് വരേണ്ട ഒരാവശ്യകത. ശരിക്കും നമ്മൾ ഇന്ന് പറയുന്ന ഫെമിനിസം ഒക്കെ, അല്ലെങ്കിൽ ഇന്ന് പറയുന്ന ഫെമിനിസം എന്ന് പറയുന്ന ഈ സങ്കല്പം വളരെ മുൻപേ എഴുത്തുകാരികൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അന്ന് എല്ലാവരും വായിക്കുന്ന ആളുകളല്ല. ഇന്ന് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരുപാട് ഇടങ്ങളുണ്ട്. ഇപ്പോൾ പൊതുമാധ്യമങ്ങളിൽ നമ്മൾ പറയുന്ന കമൻറ്റുകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ആളുകളുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ സൗകര്യങ്ങളുണ്ട്. അന്ന് കാലത്തെ എഴുത്തുകാരികൾ വളരെ മുൻപേ, കാലത്തിന് മുന്നേ സഞ്ചരിച്ച ആളുകളാണെന്ന് പറയാം. ഈ കൂട്ടത്തിൽ അവസാനത്തെ എഴുത്തുകാരനാണ് വി.കെ.
നിങ്ങൾ രാവിലെ എത്ര മണി തൊട്ടിരിക്കുന്നതാ? രാവിലെ തൊട്ടിരിക്കുന്നവരുണ്ടല്ലേ? പകുതിയുള്ള ഉച്ചയ്ക്ക് തൊട്ടിരിക്കുന്നവരാ? പകുതിയുള്ളവർ രാവിലെ, ഉച്ചയ്ക്ക് ബ്രേക്കാണ്. ഓക്കെ. ഈ വൈകുന്നേരം ക്ലാസ്സിൽ നമ്മൾ രാവിലത്തേക്കാക്കി എല്ലാവരും വരുമോ? രാവിലെ വരാനാണോ മടി? വൈകുന്നേരമാണോ നല്ലത്? വൈകുന്നേരം അത് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. രാവിലെ ആണെങ്കിൽ ഇവിടെ ഫൈറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വൈകുന്നേരമാണ് സൗകര്യമെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയല്ല, രാവിലെ ക്ലാസ്സുകളുണ്ട്, ഒരു ക്ലാസ് റൂം കൂടി വരും. അതിന് ചിലപ്പോൾ ഇനി വേറെ ക്ലാസ്സുകൾ ആവശ്യം വരുമോ എന്നറിയില്ല. വൈകുന്നേരം ആണെങ്കിൽ ഇവിടെ ഫ്രീ ആണ്, വൈകുന്നേരം കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തത് BKN മലയാളത്തിൽ ഒരു ഹാസ്യ സാഹിത്യം മലയാളത്തിൽ കൊണ്ടുവന്ന ഒരു വ്യത്യസ്തനായ എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തെ പോലെ ഇദ്ദേഹത്തിന് മുമ്പോ ഇദ്ദേഹത്തിന് ശേഷമോ ആരും ഉണ്ടായിട്ടില്ലെന്ന് പറയാം. അദ്ദേഹത്തിന് ഒരു പരിഹാസം അദ്ദേഹത്തിൻ്റെ കഥകളുണ്ട്. ഒരു ആക്ഷേപഹാസ്യം ആണ് അദ്ദേഹത്തിൻ്റെ നർമ്മത്തിൻ്റെ പ്രത്യേകത. ബഷീറിനെ പോലെ ഒരു എന്താണ് പറയുക, ഒരു ആളുകളിൽ നന്മ മാനവികത ഉണർത്തുക എന്നതിനൊക്കെ അപ്പുറം വളരെ ആക്ഷേപഹാസ്യം കൊണ്ട് മലയാളത്തിൽ കഥകൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കാൻ കുറച്ച് പാടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കഥകളിൽ ചരിത്രം, പുരാണം, ഇതൊക്കെ കഥയും കഥാസന്ദർഭങ്ങളും ഒക്കെ ആയിട്ട് കടന്നു വരും. അപ്പോൾ അത് കുറച്ചൊക്കെ നമുക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പുരാണത്തിലെ കഥാപാത്രങ്ങളൊക്കെ ഇടയിൽ കയറി വരും. അപ്പോൾ അവരുടെ ഒരു കണക്ഷനൊക്കെ നമുക്കറിയണം. ഒരു ഭയങ്കര ഒരു പണ്ഡിതൻ എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഭയങ്കരമായ പലതരത്തിലുള്ള അറിവുകളുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു കഥയുണ്ട്, ധർമ്മയുദ്ധം എന്ന കഥ. വായിച്ചു തരാം. ചെറിയ ചെറിയ കഥകളുണ്ട്, പിന്നെ ചിലതിനൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതിൽ ധർമ്മയുദ്ധം ഒരു പുറം മാത്രമുള്ളൊരു കഥയാണ്. കുരുക്ഷേത്രത്തിൽ അർജുനൻ യുദ്ധം ചെയ്യേണ്ട ദിവസം പുലർന്നു. കൃഷ്ണൻ തേരോടിച്ച് പാർത്ഥൻ പടക്കളത്തിലെത്തി. തൻ്റെ പിതൃക്കളും ബന്ധുക്കളും അടങ്ങുന്ന കൗരവസേന എതിരെ നിരന്നു. അവരെ നോക്കി അമ്പും വില്ലും നിലത്തിട്ട് തൻ്റെ ശാലനായ കൃഷ്ണനോട് സുഭദ്രയുടെ ഭർത്താവ് പറഞ്ഞു. അതായത് അർജുനൻ പറഞ്ഞു, അതായത് മഹാഭാരത യുദ്ധം തുടങ്ങുന്ന ആദ്യത്തെ ദിവസം അർജുനനാണ് തേരാളി, കൃഷ്ണൻ തേരോടിക്കുന്നു. അർജുനന് വേണ്ടി കൃഷ്ണൻ തേരാളിയായി തേരോടിക്കുന്നു. ഇവർ ആ രംഗത്ത് വന്ന് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് അർജുനൻ ആയുധം വെക്കുന്ന സംഭവം, ആയുധം താഴെ വെച്ചിട്ട് നിൽക്കുന്ന സന്ദർഭമാണ് പറയുന്നത്. എനിക്ക് വയ്യ സാല, എൻ്റെ ബന്ധുമിത്രാദികളെയും പിതൃക്കളെയും കൊല്ലാൻ വേറെ ആളെ നോക്ക്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ സഹോദരന്മാരും പിതാക്കന്മാരും ഒക്കെ ആയിട്ട് വരുന്ന ആളുകളാണ്, ഇവരെ കൊല്ലാൻ എനിക്കാവില്ല. ഇത് ശരിക്കും മഹാഭാരത യുദ്ധത്തിൽ നടന്ന കഥ തന്നെയാണ്. എടാ ശവി എന്ന് പറഞ്ഞ് കൃഷ്ണൻ വിജയന് ഗീതാ ക്ലാസ് എടുത്തു. ഇതാണ് ഒരു എഴുത്തുകാരൻ. അതായത് പുരാണ കഥ പറയുന്നതിനിടയിൽ ഒരു തൃശ്ശൂർ ഭാഷയിലാണ് സംസാരിക്കുന്നത്. മലയാളത്തിൽ ഭാഷ കൊണ്ട് കോമാളിത്തരം കാണിച്ച് അതിനെ ആക്ഷേപഹാസ്യത്തിലേക്ക്, കോമാളിത്തരം എന്ന കളിയാക്കാനല്ല, വളരെ കോമാളികളായ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആക്ഷേപഹാസ്യം പറയുകയാണ്. ശരിക്കും പറയുന്നത് ഭഗവത്ഗീതയെക്കുറിച്ചാണ് പറയുന്നത്. എടാ ശവി എന്ന് പറഞ്ഞ് ആ പറയുന്ന സാധനം നമ്മൾ ഇന്ന് ഭഗവാന്റെ ഉപദേശം എന്ന് പറഞ്ഞ് ചിലരൊക്കെ വായിക്കുന്നു. കൃഷ്ണന്റെ ഉപദേശം എന്ന രീതിയിൽ വേണം, ഗീതാ ഉപദേശം എന്ന രീതിയിൽ വായിക്കാം. ഇങ്ങനെയുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. എടാ ശവി എന്ന് പറഞ്ഞ് കൃഷ്ണൻ വിജയന് ഗീതാ ക്ലാസ് എടുത്തു. കാര്യമായ വല്ല ലളിത സഹസ്രനാമവും ജപിക്കുകയാവാം, എന്നാൽ അത് കഴിയട്ടെ എന്ന് കരുതി കൗരവസേന കാത്തുനിന്നു. ഇതിൽ ശരിക്കും ആ സമയത്ത് വേണമെങ്കിൽ കൗരവർക്ക് ആക്രമിച്ചെങ്കിൽ യുദ്ധം അവരപ്പോഴേ ജയിച്ചേനെ എന്ന തരത്തിൽ എവിടെ പറയുന്നത്. എന്തുകൊണ്ടോ അർജുനൻ ആയുധം താഴെ വെച്ചപ്പോൾ യുദ്ധം തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടാണ് അർജുനൻ തേരി കയറിയത്. അർജുനൻ വന്ന് യുദ്ധത്തിന് നിന്നു. അർജുനൻ ആയുധം താഴെ വെച്ചു. അപ്പോൾ വേണമെങ്കിൽ ആക്രമിക്കാം, പിന്നെ ആയുധം താഴെ വെച്ചവനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ധർമ്മയുദ്ധത്തിലൊരു നിയമമുണ്ട്. വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കാം. എന്തായാലും പ്രാർത്ഥിക്കുകയായിരിക്കും, പ്രാർത്ഥിച്ച് കഴിയട്ടെ എന്നോർത്ത് അപ്പുറത്തുള്ളവർ കാത്തു നിന്നു. ഗീതാ ഗോവിന്ദം കഴിഞ്ഞ് ഇരു കക്ഷികളും യുദ്ധം തുടങ്ങി. കൗരവന്മാർ തോറ്റു. തങ്ങൾ പാണ്ഡവർക്ക് കീഴടങ്ങിയതായി ജനീവ കരാറിൽ ഒപ്പുവെച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ചരിത്രം. ഈ സാധനമൊക്കെ ഇങ്ങനെ ഇടയിൽ കൂടെ കൊണ്ടുവരും. ഒരു വർഷം കഴിഞ്ഞ് കൗരവന്റെ പട്ടാളത്തിൽ അവശേഷിച്ച ഒരു കുരു എതിർച്ചയാ കൃഷ്ണനെ കണ്ടപ്പോൾ ചോദിച്ചു. എങ്ങനെയോ രക്ഷപ്പെട്ടു പോയ ഒരുത്തൻ, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മരിച്ചു എന്നാണ് പറയുന്നത്, കൂട്ടത്തിൽ രക്ഷപ്പെട്ടു പോയ ഒരുത്തൻ ഇടയ്ക്ക് ഒരു കൃഷ്ണനെ കണ്ടപ്പോൾ ചോദിച്ചു, അർജുനൻ അരങ്ങ് തകർത്ത ദിവസം താങ്കൾ എന്ത് സ്വകാര്യമാണ് അയാളോട് പറഞ്ഞത്? കൃഷ്ണൻ പറഞ്ഞു, 700 ശ്ലോകം വരുന്ന ഭഗവത്ഗീത എന്ന ഖണ്ഡകാവ്യം നിർമ്മിച്ച് അളിയനെ കേൾപ്പിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം അങ്ങനെയാണല്ലോ, ഈ കുറഞ്ഞ സമയത്ത് എഴുതിയ സാധനമാണല്ലോ ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പം അതിനെ പറഞ്ഞ് 700 ശ്ലോകം വരുന്ന ഭഗവത്ഗീത എന്ന ഖണ്ഡകാവ്യം നിർമ്മിച്ച് അളിയനെ കേൾപ്പിക്കുകയായിരുന്നു. അളിയനാണ്, സഹോദരിയെ കെട്ടിയ ആളാണ്, അളിയനാണ്. ധർമ്മം ജയിച്ചെന്ന് പെൻഷൻ പറ്റിയ കുരുഭടൻ പറഞ്ഞു.
ധർമ്മത്തെക്കുറിച്ചാണ് 3 മണി നേരം താൻ അളിയൻ്റെ ചെവിയിൽ ഓതിയതെന്ന് കൃഷ്ണനും പറഞ്ഞു. അതല്ല താൻ ഉദ്ദേശിച്ചത് എന്നായി കുരു. പിന്നെ 3 മണി നേരത്തെ ദ്രുത കവിത രചനയ്ക്കിടയ്ക്ക് പാണ്ഡവരെ ഞങ്ങൾക്ക് തോൽപ്പിക്കാമായിരുന്നു. കൃഷ്ണൻ ചോദിച്ചു, എങ്കിൽ എന്തേ ചെയ്യാഞ്ഞു? കുരു പറഞ്ഞു, ധർമ്മയുദ്ധമായിരുന്നില്ലയോ? പിന്നെ അങ്ങോട്ട് നടന്നതെല്ലാം ധർമ്മയുദ്ധമായിരുന്നല്ലോ. പേര് ധർമ്മയുദ്ധം എന്നാ. നമ്മൾ ധർമ്മയുദ്ധം എന്ന് പറയുന്ന യുദ്ധത്തിൻ്റെ ധർമ്മം എവിടെ കിടക്കുന്നു എന്നുള്ള ചോദ്യത്തെ വളരെ ആക്ഷേപഹാസ്യത്തോടെ, ഇതാണ് ഈ എഴുത്തുകാരൻ ഞാൻ എപ്പോഴും വായിച്ചു കൊടുക്കുന്നൊരു കഥ. ചെറുതാണ്, ഇങ്ങനെ കഥ എഴുതുന്നൊരു എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ പയ്യൻ കഥകൾ എന്ന് പറയുന്ന ഒരു കളക്ഷനുണ്ട്. ഇതിലെ കഥാപാത്രം എന്ന് പറയുന്ന പയ്യൻ എന്ന് പറയുന്ന ചിലർ പറയും അത് വിക്കേൻ തന്നെയാണ്. വിക്കേൻ്റെ സങ്കല്പത്തിലെ വിക്കേൻ എങ്ങനെയാണ് താൻ ജീവിക്കേണ്ടതെന്ന് ആഗ്രഹമുള്ളത്. അപ്പോൾ ഈ കഥാപാത്രം ഒരു പത്രപ്രവർത്തകനാണ്. ഡൽഹി കേന്ദ്രമായൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പത്രത്തിലെ പത്രപ്രവർത്തകനാണ് ഈ കഥാപാത്രം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് വലിയ ഇൻ്റർനാഷണൽ വലിയ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമാറ്റ്സ് ഇങ്ങനെയുള്ള ആളുകളുമൊക്കെ ആയിട്ടുള്ള വലിയ ബന്ധങ്ങളുള്ള വലിയ വലിയ കാശുള്ളവർ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ എന്താ പറയുക, ഒരുപാട് സ്ത്രീകൾ ആരാധിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ പയ്യൻ. ഈ പയ്യൻ്റെ കുറേ സംഭവങ്ങളെ പല കഥകളിലും അവതരിപ്പിക്കുന്നുണ്ട്. പയ്യൻ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ പോലും അദ്ദേഹത്തിന് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന വലിയ ആളുകളെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷനാണ്. ഈ കഥാപാത്രത്തിന് ഒരുപാട് കഥകൾ, പയ്യൻ കഥകൾ എന്ന് പറഞ്ഞൊരു കളക്ഷനുണ്ട്. പിന്നെ ചാത്തൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ചെറുകഥാ സമാഹാരമുണ്ട്. അതുപോലെ ഈ ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതയെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. ഒരാളുടെ പിതാവ് മരിച്ച സമയത്തുള്ള ഒരു കഥയിൽ പറയുന്ന അപ്പൻ ഇത്തിരി മുൻപ് ഔട്ടായി എന്ന്. ഇത് ക്രിക്കറ്റ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ കടന്നു വരും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വളരെ ബോധപൂർവം ഭാഷയുടെ ആഭിജാത്യ ബോധത്തെ തകർക്കുകയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ പ്രയോഗിക്കാം. എഴുത്തുകാരൻ്റെ ഒരു എന്താ പറയുക യുക്തിബോധം, എഴുത്തുകാരൻ്റെ സർഗാത്മക ബോധമാണ് എങ്ങനെ ഭാഷ പ്രയോഗിക്കണം എന്നുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ ശൈലികളും ഭാഷാപ്രയോഗത്തിലും കടത്തിവിടുന്ന പൊരുത്തക്കേടുകളും വിലക്ഷണതകളുമാണ് വിക്കേനിൽ ഹാസ്യം സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ അദ്ദേഹം പറയുന്ന സംഭവം എന്ത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. ആ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, ഈ കാലത്തിലെ എഴുത്തുകാരുടെ പ്രത്യേകതകൾ നമ്മൾ നോക്കിയാൽ നമ്മൾ റിയലിസത്തിൻ്റെ തുടർച്ചയാണ്. പക്ഷെ അവരിൽ പുതിയതായിട്ട് കടന്നു വരുന്ന കാര്യം വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം, വ്യക്തിയെ കഥയുടെ കേന്ദ്രത്തിലേക്ക് കൂടുതൽ പ്രതിഷ്ഠിക്കുന്നു. സ്ത്രീവാദ ചിന്തകൾ ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് കടന്നു വരുന്നു. അതുപോലെ തന്നെ മാറിയ ഒരു സാമൂഹിക സൗന്ദര്യ ബോധം എന്ന് വെച്ചാൽ സമൂഹത്തിലെ സൗന്ദര്യ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ നന്മ തിന്മകളെയൊക്കെ പുതിയ തരത്തിലേക്ക് നോക്കിക്കാണാൻ ആ കാലഘട്ടത്തെ എഴുത്തുകാർ ശ്രമിക്കുന്നു. പിന്നെ ഇവരുടെ ഭാഷയിലൊക്കെ ധാരാളം പ്രതീകങ്ങളും ബിംബകൽപ്പനകളും ഒക്കെ കാണാം. നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നേരിട്ട് പറയലില്ല. കാണുന്ന കാഴ്ചകളെ കൂടുതൽ മനോഹരമാക്കി അവതരിപ്പിക്കുന്ന രീതി ഈ കാലഘട്ടത്തിൽ എഴുത്തുകാരിൽ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ മലയാള ചെറുകഥയുടെ 2 ഘട്ടത്തെ പരിചയപ്പെട്ടു. ആദ്യ കാലഘട്ടത്തിലുണ്ടായ ഉപരിവിപ്ലവമായിട്ടുള്ള ഒരു സാമൂഹിക അടയാളപ്പെടുത്തലുള്ള കഥയും 2ാം ഘട്ടത്തിൽ കടന്നു വരുന്ന നവോത്ഥാന കാലം എന്ന് പറയാവുന്ന റിയലിസ്റ്റിക്കായി ജീവിത പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന കഥയും. കാലഘട്ടം ഏകദേശം 1950-കൾ ആയി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം സംഭവിക്കുന്നു. കേരളം രൂപീകൃതമാവാനുള്ള ചർച്ചകൾ നടക്കുന്നു. കേരളത്തിലൊരു പുതിയ സാമൂഹിക വ്യവസ്ഥ രൂപപ്പെടുന്നു. 1957 ആകുമ്പോഴേക്കും കേരളത്തിൽ ഒരു ഗവൺമെൻറ് വരുന്നു. ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഒരു ഇടതുപക്ഷ സർക്കാർ രൂപപ്പെടുന്നു. ഇതൊക്കെ ഇവരുടെയൊക്കെ പങ്കും ഇവരൊക്കെ അതിൽ വിശ്വസിക്കുകയും അതൊക്കെ സംഭവിച്ചാൽ മാറ്റങ്ങൾ വരികയും ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ്. 1950-കൾ രൂപപ്പെട്ട കേരളീയ സമൂഹം പക്ഷേ ഈ എഴുത്തുകാരുടെ ശുഭപ്രതീക്ഷകൾ പോലെ അത്ര അവർ വിചാരിച്ചതുപോലെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഊന്നിയുള്ളൊരു ഗവൺമെൻറ്റായിട്ടൊന്നും വളരാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. രാഷ്ട്രീയത്തോട്, രാഷ്ട്രീയ സങ്കല്പങ്ങളോട്, ഈ കിട്ടിയ സ്വാതന്ത്ര്യത്തോട് തന്നെ ഒരുതരം അവിശ്വാസം അക്കാലത്ത് ചിന്തകർക്കിടയിലും എഴുത്തുകാർക്കിടയിലും രൂപപ്പെടുകയാണ്. അതിനെ തുടർന്ന് ഈ നവോത്ഥാനത്തിൽ നിന്നും ഈ പറഞ്ഞ ഇതുവരെ നമ്മൾ കരുതി വരുന്നിരുന്ന സമൂഹം മാറും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നും എഴുത്തുകാർ മാറി സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. ഇതാണ് മലയാളത്തിലെ അടുത്ത ഘട്ടം, ആധുനികത എന്ന പേരിൽ രൂപപ്പെടുന്ന ഒരു ഘട്ടത്തിന് കാരണമാകുന്നത്. മോഡേണിസം എന്നാണ് ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. മോഡേണിസം എന്നതിൻ്റെ ഒരു മലയാള രൂപമാണ് ആധുനികത. പക്ഷേ ഈ പാശ്ചാത്യ ലോകത്തുണ്ടായ മോഡേണിസം അല്ല കേരളത്തിലെ ആധുനികത. അത് രണ്ടും രണ്ടാണ്.
ഈ പാശ്ചാത്യ ലോകത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലം, 2 ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും വിലയില്ലാത്തത് മനുഷ്യനാണെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു കാര്യം. ലോകത്തെ ഏറ്റവും വിലയില്ലാത്ത ഒന്നായിട്ട് മനുഷ്യനെ ആളുകൾക്ക് തോന്നി തുടങ്ങി. ബാക്കി എല്ലാത്തിനും മൂല്യമുണ്ട്. മനുഷ്യനെ കൊന്ന് എത്ര ജനങ്ങൾ, എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ രാജ്യങ്ങളിലും മരിച്ചത് ആ യുദ്ധങ്ങളുടെ ഭാഗമായിട്ട്. അപ്പോൾ അതിൽ നിന്നാണ് എഴുത്തുകാർക്ക് ഒരുതരം നിരാശയും അതിനോടുള്ളൊരു പ്രതികരണമൊക്കെ ആയിട്ട് അവർ എഴുത്തുകൾ രൂപപ്പെടുത്തുന്നത്. ഇവിടെ കേരളത്തിലെ ആധുനികതയ്ക്ക് ആ പശ്ചാത്തലത്തിൻ്റെ ഒരു തുടർച്ചയുണ്ട്. അത് ലോകമഹായുദ്ധങ്ങൾ കണ്ടതുകൊണ്ടല്ല. കേരളത്തിൽ ശുഭപ്രതീക്ഷയോടെ അവർ കാത്തിരുന്ന ഒരു ഭരണകൂടമോ മാറ്റങ്ങളോ കേരളത്തിൽ സംഭവിക്കാത്തത് കേരളത്തിലെ ആധുനികതയുടെ ഒരു തുടക്കത്തിന് കാരണമായി. നീഷയൊക്കെ പറഞ്ഞതുപോലെ ദൈവം മരിച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ സ്വതന്ത്രനാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ നിരീശ്വരവാദങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ ഈശ്വരൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. അത് ഈ ആധുനിക എഴുത്തുകാർ നമുക്ക് ശക്തമായി കാണുന്ന ഒന്നാണ്. കാരണം ഈ ഈശ്വരൻ എന്ന് പറയുന്നൊരു ആശയം പല മതങ്ങളിലും പല ഇതിലും എല്ലാം അധികാര കേന്ദ്രങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അല്ലെങ്കിൽ അധികാരത്തിൻ്റെ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജാതിബോധത്തിൽ ദൈവത്തിന് വലിയ പങ്കുണ്ട്, അല്ലെങ്കിൽ ദൈവസങ്കല്പങ്ങൾക്ക്. മറ്റു പല സ്ഥലങ്ങളിലും ഈ മതത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തലുകളും മതത്തെ ഭരണകൂടത്തിൻ്റെ ഉപകരണവുമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്തുമതമൊക്കെ വളരുന്ന ഘട്ടത്തിൽ അത് രാജാക്കന്മാർ അവരുടെ ഒരു ഭരണകൂട യന്ത്രമായിട്ട് ഉപയോഗിച്ചതായിട്ട് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണി. റോമ സാമ്രാജ്യമൊക്കെ ഈ ക്രിസ്തുമതം കൊണ്ടാണ് ഭരണം നടത്തിയിരുന്നത്. ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അടിമത്തം ഭരണം നിലനിർത്താനൊക്കെ മതങ്ങളെ പലതരത്തിൽ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഇസ്ലാം മതം രൂപപ്പെടുമ്പോഴും അതൊരു ജനക്കൂട്ടത്തെ നിയമങ്ങൾ കൊണ്ട് നിർത്താനാണ് ശ്രമിച്ചത്. അപ്പോൾ ഈ മതങ്ങളുടെ മേലുള്ള ഒരുതരം അവിശ്വാസം ആളുകൾക്കിടയിൽ ഉണ്ടായി. രാഷ്ട്രീയ ആളുകൾ എന്ന് പറയുന്ന ചിന്തകർക്കും എഴുത്തുകാരെയും കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രീയ ബോധ്യങ്ങളിലുള്ള ഒരുതരം അവിശ്വാസം ആളുകൾക്കുണ്ടായി. ഇതിൽ നിന്നെല്ലാമാണ് യഥാർത്ഥത്തിൽ ഈ ആധുനികത എന്ന് പറയുന്ന ഒരു പുതിയ ചിന്ത വരുന്നത്. ഇവിടെ എം ടി പത്മനാഭൻ ഇവരൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ആദ്യകാല എഴുത്തുകാർ. MT അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം, ഞാനും എൻ്റെ മക്കളും എന്ന ചിന്തയിൽ നിന്ന് ഞാനും എൻ്റെ ഹൃദയവും എന്ന ചിന്തയിലേക്ക് എഴുത്തു മാറിയെന്നാണ്. ഞാനും എൻ്റെ മക്കളും എന്ന് പറയുമ്പോൾ വരും തലമുറയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുള്ളൊരു ചിന്ത അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ കുടുംബം തന്നെയാണ്. ഇപ്പോൾ റൊമാൻറ്റിക് റിയലിസ്റ്റിൽ കുടുംബമുണ്ട്, കുടുംബ ബന്ധങ്ങളൊക്കെയാണ് കഥ. അവിടെ ഞാനും എൻ്റെ മക്കളും എന്നുള്ളത് കഥയുടെ ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ മക്കൾ എന്ന് പറയുന്ന അടുത്ത തലമുറയാണ്. അവിടെ നിന്ന് ഞാനും എൻ്റെ ഹൃദയവും എന്ന ചിന്തയിലേക്ക് എഴുത്തു മാറി. അവനവനിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സംഘർഷങ്ങളുണ്ടെന്ന് എഴുത്തുകാർക്ക് തോന്നുകയാണ്. വ്യക്തിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ സ്വയം നമ്മളിലേക്ക് നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന സംഘർഷങ്ങൾ, സമൂഹത്തെ മാറ്റിവെക്കുക, നമ്മുടെ ഉള്ളിൽ തന്നെ മനുഷ്യരുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ രൂപപ്പെടുന്ന സംഘർഷത്തെയാണ് യഥാർത്ഥത്തിൽ ആധുനികത എന്ന് പറയുന്ന മലയാളത്തിലെ ആധുനികത രൂപപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലമായി മാറുന്നത്. അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ കാലഘട്ടത്തിൽ എഴുത്തുകാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം തന്നെ കഥ പറയുകയല്ല, കഥ എന്ന് പറയുന്ന അനുഭവിപ്പിക്കേണ്ട ഒന്നാണ്. വായിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. ഈ ഹൃദയം എന്നുള്ളതിനെ വൈകാരികമായി, അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് നമ്മൾ ചിന്തകളെ ഉദ്ദേശിക്കുന്നത്, ആ വൈകാരികതയെ കഥകളിലേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണ്, എന്താണ് നമ്മുടെ ആധുനികത രൂപപ്പെടുത്തിയൊരു പശ്ചാത്തലം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ സങ്കല്പം, ഇത് കുറച്ച് തിയററ്റിക്കലാണ്. ശരിക്കും UPSCക്ക് വേണ്ടി നമുക്ക് ഈ തിയറി മുഴുവനായിട്ടൊന്നും UPSC ഇതിൽ നിന്ന് ആധുനികതയുടെ തിയറി ഒന്നും ചോദിക്കില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ എഴുത്തുകാരെ പരിചയപ്പെടുന്നുണ്ട്, കവിതയിൽ ഈ ആധുനികതയുമായി ബന്ധപ്പെട്ട എഴുത്തുകാരെ പരിചയപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എന്താണ് മലയാളത്തിലെ ആധുനികത എന്നോ മലയാളത്തിലെ ആധുനികതയെ വിശദമാക്കുമെന്നൊന്നും ചോദ്യം വരില്ല. MTയുടെ കഥകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദ്യം വരും. അത് എഴുതാൻ വേണ്ടി, അല്ലെങ്കിൽ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുമ്പോൾ OV വിജയനെക്കുറിച്ച് എഴുതാൻ വേണ്ടി ആധുനികതയുടെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം, അതെന്താണെന്ന്. അപ്പം അതിന് പിന്നെ കവിതയിൽ നമുക്ക് കുരുക്ഷേത്രം പോലുള്ളൊരു കവിത പഠിക്കാനുണ്ട്, അതും ഈ ആധുനികതയുടെ പ്രത്യേകതകളിലാണ്. അപ്പം അതിന് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. ഇത് ചോദ്യം എന്ന രീതിയിൽ വേണ്ട, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. എന്താണ് ആധുനികതയുടെ കഥാപശ്ചാത്തലത്തെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ അവരുടെ കഥാപരിസരങ്ങളെ സൃഷ്ടിച്ചത്? കഥാഭൂമിക എന്ന് പറയുന്ന പശ്ചാത്തലം എന്ന അർത്ഥത്തിലാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നിലവിലുള്ള കഥാസങ്കല്പങ്ങളെ എഴുത്തുകാർ വളരെ ബോധപൂർവം നിരസിച്ചു. ഒരു തരത്തിൽ റിബലുകൾ, എല്ലാത്തിനെയും എതിർക്കുന്ന ആളുകളെ പോലെ ഒരു തരം നിരാസം ഈ എഴുത്തുകാർ സ്വയം തിരഞ്ഞെടുക്കുകയാണ്. അതായത് സാമൂഹിക ഉത്തരവാദിത്തം വേണം എന്നുള്ളതായിരുന്നു മുൻപ് എഴുത്തുകാർ ചിന്തിച്ചിരുന്നത്. അത് വേണ്ട. മാത്രമല്ല, സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളാകണം കഥ എന്നുണ്ട്, അതില്ല. എഴുത്തുകാരൻ സ്വയം സമൂഹത്തിൻ്റെ ഒരു സാക്ഷിയായി മാറുകയാണ്.
നമ്മുടെ ലോകത്ത് പലതും നടക്കുന്നുണ്ട്. ഈ സമൂഹത്തിൽ നന്മയുണ്ട്, തിന്മയുണ്ട്. തിന്മ കാണുമ്പോൾ തിന്മ കഥയായിട്ട് അവതരിപ്പിക്കും. മനുഷ്യൻ നന്മയെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ഈ ലോകം മുഴുവൻ അങ്ങനെ നന്മയിലൊന്നുമല്ലല്ലോ പ്രവർത്തിക്കുന്നത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ പറയുന്ന പോലെ സിനിമ കണ്ടിട്ടുണ്ടോ? ഒരു ഭയങ്കരമായ മലയാളത്തിലൊരു സിനിമയാണ്. നമ്മൾ മലയാളത്തിൽ പൊതുവിൽ സിനിമകൾക്ക് പോസിറ്റിവിറ്റി ഉണ്ട്. കഥ തുടങ്ങുന്ന നന്മയുള്ള ആൾ ജയിക്കുക, അവസാനം എന്ത് വന്നാലും അവസാനം. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ ഈ ഭയങ്കരമായ നെഗറ്റീവ് കഥാപാത്രമാണ് അതിലെ കഥാപാത്രം. നമ്മുടെ വിനീത് ശ്രീനിവാസനാണ് ഒരു വക്കീലിനെ അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ഉഡായിപ്പുകളും കാണിച്ച്, പക്ഷെ അയാൾ ജീവിതത്തിൽ സക്സസ് ആയി നിൽക്കുന്നതായിട്ട് തന്നെയാണ്. അവസാനം പോലെ അയാൾ മാറും നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അത് സിനിമകൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ്. അവസാനം ഈ ഇൻഷുറൻസ് ആളുകളെ പറ്റിച്ച് ചെറിയ പൈസ കൊടുത്ത് വാങ്ങുന്നൊരു വക്കീലാണ്. അപ്പോൾ ഈ കഥയിൽ അവസാനം അങ്ങനെ അതിലൊരു നായിക പറയുന്ന ഡയലോഗൊക്കെ ഷോർട്ടാണ്. ഇങ്ങനെ നന്മയൊക്കെ പറഞ്ഞു നടന്നാൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ എന്ന് പറയുന്നൊരു രംഗമുണ്ട്. അപ്പോൾ ഇത് നന്മയിലുള്ള നമ്മുടെ അമിതമായ വിശ്വാസമാണ് ആളുകളിൽ നന്മയിൽ സിനിമകളൊക്കെ അവസാനിപ്പിക്കുന്നതിനും നമ്മൾ എല്ലാത്തിലും അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ആധുനിക എഴുത്തുകാർ പറയുന്നത്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത്, ലോകത്ത് എങ്ങനെ നന്മയുണ്ടോ അതേപോലെ തിന്മയുണ്ട്. എഴുത്തുകാരനെതിരെ തിന്മകളെ മുഴുവൻ നന്മയാക്കേണ്ട ആളൊന്നുമല്ല. എഴുത്തുകാരൻ കാണുന്നതിനെ ആവിഷ്കരിക്കുകയാണ്. എഴുത്തുകാരൻ സ്വയം ഒരു സാക്ഷിയായിട്ട് അവർ മാറ്റുകയാണ്. അതേസമയം സാക്ഷിയായി മാറുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ നന്മയില്ലെന്നല്ല അതിനർത്ഥം. തിന്മകളെ തിന്മകളായിട്ട് അവതരിപ്പിക്കുക. അതെല്ലാത്തിനും അവസാനം ഈ പറഞ്ഞതുപോലെ നന്മയിലേക്ക് വരണമെന്നൊന്നുമില്ല. എം മുകുന്ദൻ്റെ ശ്രദ്ധേയമായൊരു കഥയുണ്ട്. ഈ ആധുനികതയെ പരിചയപ്പെടുത്താൻ നേരത്ത് ഞാൻ കൂടുതൽ കോട്ട് ചെയ്യുന്ന എം മുകുന്ദനായിരിക്കും. അദ്ദേഹം ഇതിൻ്റെ തിയററ്റിക്കൽ സൈഡ് വെച്ച് ധാരാളം കഥകൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. എം മുകുന്ദൻ്റെ ഡൽഹി 1981 എന്ന് പറയുന്നൊരു കഥയുണ്ട്. ശ്രദ്ധേയമായൊരു കഥയാണ്. അന്ന് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയം ആണോ എന്തായാലും ഇന്ദിരാഗാന്ധി ചോദിച്ചിട്ടുണ്ട്. 1981 എന്ന് പറയുമ്പോൾ ആയിരിക്കും. ഇന്ദിരാഗാന്ധി ചോദിച്ചിട്ടുണ്ട് ഈ കഥ എഴുതിയത് ആരാന്ന്. ഈ കഥ വായിച്ചിട്ട്, ഈ കഥ അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചിട്ട് ഇത് എഴുതിയ ആളാരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ കഥ നടക്കുന്നത് ഡൽഹിയിലെ ഒരു തിരക്കുള്ള ഒരു വ്യാപാര സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ആഴ്ചകളിൽ ഓരോ ദിവസങ്ങളിൽ മാർക്കറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ മാർക്കറ്റിനകത്ത് നടന്ന ഒരു സംഭവമാണ് ഈ കഥ എഴുതാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് എം മുകുന്ദൻ പറയുന്നത്. പക്ഷെ കഥ അദ്ദേഹം പ്ലേസ് ചെയ്തിരിക്കുന്ന വേറെ സ്ഥലത്തേക്കാണ്. ഡൽഹിയിലെ ഒരു പ്രഭാതം, ഒരു ഒഴിവ് ദിവസമാണ്, ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കാം. അപ്പോൾ ഒരു ഫ്ലാറ്റിൽ 2 പേര് താമസിക്കുന്നുണ്ട്. കിഷോർലാൽ, വേറെ ശ്യാം, അങ്ങനെ എന്തോ പറഞ്ഞ 2 പേര്. പേരുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ ഇവർ 2 പേരും അന്ന് അവധി ആയതുകൊണ്ട് വളരെ വൈകി എഴുന്നേറ്റ് അവരുടെ ജനലിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഇവരുടെ വീടിൻ്റെ മുൻവശത്ത് തന്നെ ഒരു വലിയ മൈതാനമാണ്. അപ്പോൾ ഈ മൈതാനത്തിലൂടെ 2 ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നത് കാണാം. അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം ആ നടന്നു വരുന്ന ആളുകളെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും ഒരു കുഞ്ഞുമാണ് നടന്നു വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ആ വരുന്ന സ്ത്രീയെക്കുറിച്ചും അവരെടുത്തിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കമൻറ്റ് പറയുന്നുണ്ട്. അങ്ങനെ നടന്നിങ്ങനെ ആ മൈതാനത്തിൻ്റെ മധ്യത്തിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് ആ മൈതാനത്തിലേക്ക് ആ നാട്ടിൽ അറിയപ്പെടുന്ന 2 ഗുണ്ടകൾ, കിഷോർലാൽ പാണ്ഡെയും വേറൊരു ഗുണ്ടയും, 2 പേര് ആ മൈതാനത്തിലേക്ക് ഇവരുടെ പുറകെ കടന്നു വരുന്നവർ കാണാണ്. അപ്പോൾ ഇവരും ഇതെന്താണ് അവർ ഈ സമയത്ത് ഇവർ വരുന്ന അത്ര ശരിയല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കര ആവേശമാണല്ലോ എന്നൊക്കെ ഈ കാണുന്ന ഇവരിങ്ങനെ പറയുകയാണ്. ഈ വരുന്ന ഗുണ്ടകൾ ഇവരെ ഇങ്ങനെ പിന്തുടർന്ന് വന്ന് ഈ കഥ മുഴുവൻ, നമ്മൾ ഈ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ കേൾക്കുന്നത് ഇവരുടെ കമൻട്രി വഴിയാണ്. നമ്മൾ ഈ 2 പേര് എന്താണ് കാണുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഈ 2 പേര് വന്ന് അതിലെ ആ പുരുഷനെ തട്ടി വീഴ്ത്തി കുഞ്ഞിനെ പിടിച്ചു മാറ്റി ആ സ്ത്രീയെ അവിടെയുള്ളൊരു കാട്ടിലേക്ക് അവിടെയുള്ള ചെറിയ കുറ്റിക്കാട്ടിലോട്ട് വലിച്ചു കയറ്റുകയും, അങ്ങനെ ഇവർ കാണുമ്പോൾ കിഷോർലാലിൻ്റെ അദ്ദേഹത്തെ വലിച്ചകത്തോട്ട് കയറ്റിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആരായിരിക്കും ആദ്യം എന്ന് ഈ കൂട്ടത്തിൽ 2 പേര് ചോദിക്കുകയാണ്. ഈ 2 പേര് ഗുണ്ടകൾ ആരായിരിക്കും ആദ്യം ആ സ്ത്രീയെ പീഡിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ആ 2 പേരും മാറി മാറി ആ സ്ത്രീയെ പീഡിപ്പിക്കുകയും അതിനുശേഷം ആ 2 പേരും പുറത്തേക്ക് ഇറങ്ങി നടക്കുകയും ചെയ്യുകയാണ്. അവർ ഈ കണ്ട കാര്യങ്ങളെല്ലാം യാതൊരു വികാരഭേദവും ഇല്ലാതെ ദൂരെ നിന്ന് നോക്കിക്കാണുകയാണ്. അങ്ങനെ കഥയുടെ അവസാനം അവർ വളരെ സന്തോഷത്തോടെയാണല്ലോ പുറത്തേക്ക് പോയത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ നഗരം മുഴുവൻ അവരുടെ പുറകിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു സാക്ഷിത്വം എന്ന് പറയുന്ന അക്കാലത്തെ മനുഷ്യൻ്റെ ഒരു അവസ്ഥയെ, നിർവികാരതയോടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ മനുഷ്യൻ എങ്ങനെ ശീലിച്ചു തുടങ്ങി, അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടാത്ത വിധം മനുഷ്യൻ എങ്ങനെ മാറി എന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് ഡൽഹി 1981. ഇതിനെക്കുറിച്ച് എം മുകുന്ദൻ പറഞ്ഞത്, ഇതേപോലെ ഒരു മാർക്കറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ബാഗ് ആരോ പിടിച്ച് പറിച്ചു കൊണ്ടുപോകുന്നത് തൻ്റെ മുമ്പിൽ നിന്ന് കണ്ടു. കൂട്ടത്തിൽ ഒരാളും അയാളെ തടയാനോ അവർക്ക് ആ ബാഗ് തിരിച്ച് മേടിച്ചു കൊടുക്കണം, അവരവിടെ കിടന്ന് കരഞ്ഞതല്ലാതെ ഒരാളും അതിൽ ഇടപെട്ട് കണ്ടില്ല.
ആ ഒരു കാഴ്ചയിൽ നിന്നാണ് താൻ ഈ കഥ എഴുതിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട അക്കാലത്തെ എഴുത്തുകാരെല്ലാം ഇത്തരം ചിന്തകൾ, ഈ പറയുന്ന സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാത്തതിൻ്റെ മേലുള്ള പ്രശ്നങ്ങൾ അവർക്ക് തോന്നാനുള്ള കാരണം ഇവരുടെ ഈ കഥകളുടെ കഥാലോകം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് ഈ അക്കാലത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരായ എം മുകുന്ദൻ, ഒ വി വിജയൻ, കാക്കനാടൻ, എം ടി വാസുദേവൻ നായരും ഒക്കെ ഈ കാലഘട്ടത്തിലാണെങ്കിലും വേറൊരു കഥാലോകമാണ്. ആധുനികതയെ കൂടുതലായിട്ട് അടയാളപ്പെടുത്തിയ എഴുത്തുകാരെല്ലാം കേരളത്തിലെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ ജനിച്ച് വളരുകയും തൊഴിലിൻ്റെയും മറ്റും ഭാഗമായിട്ട് നഗരത്തിലേക്ക് പറിച്ച് നടപ്പെട്ടുകയും ചെയ്യാത്ത ആളുകളാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു ഗ്രാമീണ അന്തരീക്ഷം, ഇപ്പോഴും ഗ്രാമീണ അന്തരീക്ഷങ്ങൾ എല്ലായിടത്തും അങ്ങനെയായിരിക്കും. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകളെ അറിയാം, അവരുടെ വീട്ടിൽ നടക്കുന്ന കഥകളൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ സംഭവങ്ങൾ അറിയാം, വരുന്നതും പോകുന്നതുമായ ആളുകളെ അറിയാം. ആ ഒരു സൗഹൃദവും പരിചയവും ചിലപ്പോൾ നല്ലതോ മോശമാകാം, എന്നാലും അങ്ങനെ പരിചയമുള്ളൊരിടത്ത് നിന്ന് വളരെ പെട്ടെന്ന് നഗരങ്ങളിലേക്ക് അവർ കുടിയേറി പാർത്തു. നിങ്ങളും ഈ ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് തിരുവനന്തപുരം സിറ്റിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളുകളെ അറിയില്ല, ഒരേ ഫ്ലാറ്റിൽ എല്ലാ ദിവസവും കാണുന്നുണ്ടാകും, അവരാരാണെന്നോ പേരെന്താണെന്നോ അറിയില്ല. അവർ പുറത്ത് വെച്ച് കണ്ടാൽ നമ്മൾ ചിരിക്കില്ല, ചിലപ്പോൾ അതവർക്ക് ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാവും. ഇങ്ങനെ ഒരു അപരിചിതമായ ലോകത്തേക്ക് മാറ്റപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും പലതരം പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി, എഴുത്തുകാർ വ്യക്തികൾ എന്ന രീതിയിൽ. ഇത് ഇവരുടെ കഥകളിൽ പ്രതിഫലിച്ചു. അതാണ് അവരുടെ ഒരു കഥാലോകത്തെ സൃഷ്ടിച്ചത്. ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് എഴുത്തുകാർ കടന്നു വരികയാണ്. അസ്തിത്വ ദുഃഖം എന്നാണ് മലയാളത്തിൽ നമ്മൾ അതിനെ പറയുക. സ്വത്വ പ്രതിസന്ധി എന്നോ അസ്തിത്വ ദുഃഖം എന്നോ പറയാം. നമ്മളിൽ തന്നെ നോക്കി നമ്മൾ എന്താണ് എന്നുള്ളൊരു അന്വേഷണം. ചിലപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ടായിരിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പെയിൻറ്റർ ആവണം എന്നായിരിക്കാം, ഒരു ചിത്രമൊക്കെ വരച്ച് ജീവിക്കണം, ഒരു കലാകാരനായി ജീവിക്കണം. ചിലപ്പോൾ ജോലി ചെയ്യുന്ന ഒരു പത്രത്തിലെ ചിത്രം വരയ്ക്കുന്ന ആളായിട്ടായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പെയിൻറ്ററല്ല നമ്മുടെ ചിത്രങ്ങൾ മോഹവില പറഞ്ഞ ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു വലിയ കലാകാരൻ. എം ടിയുടെ നമുക്ക് പഠിക്കാനുള്ള കഥകളിലൊരു ഒരു സംഭവമാണിത്. പെരുമഴയുടെ പിറ്റേന്ന് പറയുന്ന കഥയിൽ ഒരു കഥാപാത്രത്തിൻ്റെ ക്രൈസിസാണിത്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ ആവണമെന്നില്ല ചെയ്യുന്നത്. നമ്മൾ നന്നായി ജോലി ചെയ്തിട്ടും ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹമോ അല്ലെങ്കിൽ സന്തോഷമോ കിട്ടണമെന്നില്ല. വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആളോടൊപ്പമാണോ അക്കാലത്ത് ഒരു വ്യക്തി ജീവിക്കുന്നത്? അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു ഭാര്യയോടൊപ്പം ജീവിക്കുമ്പോൾ മറ്റൊരാളോട് പ്രണയം തോന്നുന്നു. ഇതിനെങ്ങനെ ഡീൽ ചെയ്യണം? ഇത്തരം ക്രൈസിസുകൾ അക്കാലത്തെ എഴുത്തുകാർക്ക് വളരെ വലിയ ക്രൈസിസായിട്ട് ഒരു അസ്തിത്വ പ്രശ്നമായിട്ട് അവരെ അലട്ടുകയാണ്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും മനുഷ്യനുണ്ട്. അത് അവർ കഥകളിലേക്ക് അവനവനെ കണ്ടെത്താനുള്ളൊരു ശ്രമം അവരുടെ കഥകളിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഐഡൻറ്റിറ്റി ക്രൈസിസിനെ എം മുകുന്ദൻ കഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര മണി വരെ ഇരിക്കും? ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. 8:30 നിർത്തണമെന്ന് ഞാൻ വിചാരിച്ച്. നമുക്കിവിടെ ഇത്തിരി സമയം കുറവാണ് കിട്ടുന്നത്. ശരിക്കും 2 മണിക്കൂർ എടുക്കാറുള്ളതാണ് മുൻപൊക്കെ ക്ലാസ്. നമ്മൾ 1.5 മണിക്കൂർ ഇപ്പോൾ എടുത്ത് നിർത്താം. ഓക്കെ. അപ്പോൾ എം മുകുന്ദൻ്റെ ഒരു കഥ രാധ മാത്രം എന്നാണ് കഥയുടെ പേര്. ഇതിൽ രാധ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഓഫീസിൽ ജോലി ചെയ്യാണ്. അപ്പോൾ വൈകുന്നേരം രാധയ്ക്ക് ഒരു കോള് വരുവാണ്. രാധ അങ്ങോട്ട് ഓഫീസിലെ ഫോണിൽ നിന്ന് കാമുകനെ വിളിക്കുകയാണ്. പലതവണ വിളിച്ചു. വൈകുന്നേരം കാമുകനെ ഫോണിൽ കിട്ടി. ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് കാണാം എന്ന് പറയുകയാണ്. എന്നും കാണുന്ന ബീച്ചിൽ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പക്ഷെ രാധയ്ക്ക് വിചാരിച്ചതുപോലെ ഓഫീസിൽ നിന്ന് വിചാരിച്ച സമയത്ത് ഇറങ്ങാൻ കഴിഞ്ഞില്ല. കുറച്ച് വൈകി. കിട്ടിയ ബസ് പിടിച്ച് ഇവിടെ ചെന്നു. അവിടെ തൻ്റെ കാമുകൻ നേരത്തെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. രാധ നോക്കുമ്പോൾ സന്തോഷമായി. രാധയ്ക്ക് എന്നാലും എത്തി. ആൾ കുറച്ച് ദിവസമായി പിണക്കത്തിലായിരുന്നു. പിണക്കമൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചാൽ വരുന്നത്. രാധ കാമുകൻ്റെ അടുത്ത് പോയി ഇരുന്ന് സംസാരിച്ചു തുടങ്ങുകയാണ്. കാമുകൻ പക്ഷേ ഗൗനിക്കുന്നില്ല. പിണക്കം മാറാത്തതാണ്. പിണക്കം മാറ്റാൻ ഓരോന്ന് പറയുന്നു, ഗൗനിക്കുന്നില്ല. വൈകി വന്നതാണോ പ്രശ്നം? ഞാൻ മനഃപൂർവ്വം വൈകിയതല്ല, ക്ഷമാപണം നടത്തി നോക്കി. എത്ര സംസാരിച്ചിട്ടും തിരിച്ചൊന്നും പറയാതായി. കുറേ കഴിഞ്ഞ് അയാൾ ഒരു അപരിചിതയെ നോക്കുന്ന പോലെ നോക്കി. നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. രാധ പറഞ്ഞു, ഇത്രയ്ക്കൊന്നും പറയാനില്ല. 2 ദിവസം പിണങ്ങി, അത് കോംപ്രമൈസ് ചെയ്യാൻ വിളിച്ച് 10 മിനിറ്റ് വൈകിപ്പോയി, ഇത്രയല്ലേ ഉള്ളൂ. എന്നിട്ടും അയാൾ രാധ അറിയാത്തതുപോലെയാണ് സംസാരിക്കുന്നത്. രാധ പറഞ്ഞു, ഇത്രയ്ക്ക് ജാടയാണെങ്കിൽ ആയിക്കോട്ടെ, നന്ദി, സൗകര്യമുള്ളപ്പോൾ പിന്നെ കാണാം എന്ന് പറഞ്ഞ് രാധ ബസ് പിടിച്ച് വീട്ടിലോട്ട് പോവാണ്. എന്നും ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങി ഒരു കടയുടെ മുമ്പിലൂടെയാണ് വീട്ടിലേക്ക് നടന്നു പോകുന്നത്. ആ കടയിലുള്ളവരെല്ലാം രാധയെ നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആദ്യമായി കാണുന്ന ആളെ പോലെയാണ് രാധയ്ക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എൻ്റെ രൂപത്തിന് ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, മുഖത്തെന്തെങ്കിലും പ്രശ്നമൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് രാധ വീട്ടിലേക്ക് ചെല്ലാണ്. അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അച്ഛനാണ് ഇറങ്ങി വരുന്നത്. എന്താ കുട്ടി പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇറങ്ങി വന്നു. അമ്മ എവിടെ എന്ന് ചോദിച്ചു. പെട്ടെന്ന് അച്ഛൻ്റെ മുഖത്ത് ഭാവം മാറി. ഭാര്യയെ അദ്ദേഹം തൻ്റെ അമ്മയുടെ പേര് വിളിച്ച്, കുട്ടിയുടെ അമ്മയുടെ പേര് വിളിച്ച്, വരൂ, ഒരു കുട്ടി നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അമ്മ വന്ന് എന്താ കുട്ടി വേണ്ടതെന്ന് ചോദിച്ചു. രാധ കുറച്ചു നേരം കൂടി ആലോചിച്ച് നിന്ന് വീട് വിട്ടിറങ്ങി എന്ന് പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത്.
ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആരും രാധയെ തിരിച്ചറിയുന്നില്ല. ഇതാണ് കഥ. ഇത്തരം കഥകൾ ധാരാളം മുകുന്ദൻ്റെ കഥകളുണ്ട്. ശരിക്കും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നൊരു പ്രശ്നം. നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്നത് മനസ്സിലാവാത്ത ആളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതുണ്ട്. നമ്മൾ പറയുന്ന എല്ലാം നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ മനസ്സിലാവാത്ത സന്ദർഭങ്ങൾ വരില്ലേ? അതിനെയാണ് രാധ മാത്രം എന്ന കഥയിൽ പറഞ്ഞേക്കുന്നത്. നമ്മളീ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്ന, അല്ലെങ്കിൽ തർക്കം ഉണ്ടാവുന്നത്, വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ സമ്മതിക്കാതെ വരുന്ന, അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന, നമ്മളെ തിരിച്ചറിയാതെ പോവുക എന്നുള്ളതാണ് ഈ കഥയിൽ. വേറൊരു കഥയിൽ സമാനമായൊരു സംഭവം. ഒരു ദിവസം ഒരാൾ അദ്ദേഹത്തിന് പരിചയമുള്ളൊരു സുഹൃത്തിനെ അന്വേഷിച്ചിറങ്ങാണ്. രാവിലെ തന്നെ ട്രെയിൻ പിടിച്ച് പണ്ട് സുഹൃത്ത് താമസിച്ചിരുന്ന അദ്ദേഹത്തിന് ഓർമ്മയുള്ള സ്ഥലത്തേക്ക്. കിഷൻ എന്നാണ് സുഹൃത്തിൻ്റെ പേരെന്ന് വിചാരിക്കാം, പേര് ഞാൻ ഓർക്കുന്നില്ല. കിഷനെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം പണ്ട് പറഞ്ഞ വഴികൾ അന്വേഷിച്ച് ട്രെയിൻ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പറഞ്ഞ അവിടെയുള്ള ഓട്ടോക്കാരോടൊക്കെ ചോദിച്ച് ഗ്രാമത്തിലെത്തി. അവിടെ ആരും കിഷനെ അറിയില്ല. അടയാളം പറഞ്ഞു കൊടുത്തിട്ടോ രൂപം പറഞ്ഞു കൊടുത്തിട്ടോ ആർക്കും മനസ്സിലാവുന്നില്ല. അദ്ദേഹം തിരിച്ച് വണ്ടി പിടിച്ച് വീട്ടിൽ വരികയാണ്. അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ച്, കിഷൻ വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നാണ്. അദ്ദേഹത്തെ തന്നെയാണ് അദ്ദേഹം അന്വേഷിച്ച് പോയത്. ഈ എം മുകുന്ദൻ്റെ ചില കഥകൾക്ക്, എല്ലാ കഥകളും ഇങ്ങനെ കിളിപോയ കഥകളല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ ആധുനികതയുടെ പ്രത്യേകതകൾ എം മുകുന്ദൻ, മലയാളത്തിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരിൽ ഒരാളാണ് എം മുകുന്ദൻ. വളരെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ സ്വത്വ പ്രശ്നം എന്ന് പറയുന്നത് അക്കാലത്തെ എഴുത്തുകാരെ പല തരത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ തീക്ഷ്ണമായ അനുഭവം ചെറിയ തോതിൽ നമ്മൾ എം ടിയിലും തീക്ഷ്ണമായ അനുഭവം ഒ വി വിജയനിലും കാണാനുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം സ്വത്വ അന്വേഷണത്തിൻ്റെ വലിയ പ്രശ്നങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. പിന്നെ മറ്റൊന്ന് ദാർശനികത എന്നുള്ളത്. അക്കാലത്തെ എഴുത്തുകാർ എല്ലാത്തിനെയും അർത്ഥം തേടുന്നവരായി ദർശനപരമായി സമീപിക്കുക. ജനനം, നമ്മൾ പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഭൂമിയിലെ ഒരു ജനസംഖ്യയിൽ ഒരാൾ കൂടുന്നു എന്ന് പറയാം, അതല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാവുന്ന സന്തോഷം എന്ന് പറയാം. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു കുഞ്ഞിൻ്റെ ജനനത്തെ ഏതെല്ലാം ദർശനതലത്തിൽ കാണാൻ കഴിയുമോ ഇത് അക്കാലത്തെ എഴുത്തുകാർ അവരുടെ കഥകളിൽ പരിശോധിക്കും. മരണത്തെ നമുക്ക് എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം? പണ്ട് മതപരമായി ചിന്തിക്കുകയാണെങ്കിൽ സ്വർഗ്ഗലോകത്തേക്കുള്ള യാത്ര എന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആത്മാവിന് മോക്ഷം കിട്ടിയെന്നൊക്കെ പറയാം. സയൻറ്റിഫിക്കായി പറയുകയാണെങ്കിൽ ഭൂമിയിലെ ജീവൻ നിലച്ചു എന്ന് പറയാം. ഇതിനെ വീണ്ടും ഫിലോസഫിക്കലായി ദർശനപരമായി സ്വാതന്ത്ര്യമായി ഒക്കെ വ്യാഖ്യാനിക്കുന്ന ദർശനപരമായ ഒരു അന്വേഷണം എഴുത്തുകാരി കാണാം. ഈ എല്ലാത്തിലും അർത്ഥം തേടുകയും ഒന്നിലും അർത്ഥമില്ല എന്നുള്ള ശൂന്യതയിലേക്ക് തിരിച്ചു വരികയുമാണ് ആധുനിക എഴുത്തുകാരെന്നാണ് പറയുന്നത്. സക്രിയയുടെ ഒരു കഥയുണ്ട്, പ്രപഞ്ചത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്നാണ് കഥയുടെ പേര്. അതിൽ ഒരു തവള ഒരു ദിവസം തവള തീരുമാനിക്കുകയാണ്, ഞാൻ കുറേ കാലമായി ഈ പാടത്തും പറമ്പിലൊക്കെ ആയിട്ട് ജീവിക്കുന്നു. ഈ പാടമാണ്, പാടത്ത് നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്, പറമ്പിലും അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ലോകം എത്ര വിശാലമാണ്, ഞാനിത് മടുത്തു, ഈ സ്ഥലം ജീവിത പരിസരം മടുത്തു. അങ്ങനെ തവള ഒരു തീരുമാനം എടുക്കാൻ ലോകം കറങ്ങാൻ പോവാണ്, ലോകം ഒന്ന് ചുറ്റിക്കാണാൻ തീരുമാനിക്കുകയാണ്. തവള ഇങ്ങനെ പാടവും പറമ്പും വിട്ട് പുതിയ ലോകങ്ങളിലേക്ക് യാത്ര തുടങ്ങുകയാണ്. കുറേ സ്ഥലങ്ങൾ കാണുന്ന പോകുന്ന വഴിക്ക് പലതും കണ്ട് ആസ്വദിച്ച് ഇത്രയും മനോഹരമായ ലോകത്ത് താൻ എന്തിനാണ് ഇത്രയും കാലം അവിടെ ജീവിച്ചതെന്ന് തവളയ്ക്ക് തോന്നുന്നു. ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഒരു ചാട്ടം പിഴച്ച് ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണുപോയി. തവള 2-3 തവണ ചാടി നോക്കി, കയറാൻ പറ്റുന്നില്ല. ഈ വിശാലമായ ലോകത്തിലേക്കാണ് താൻ വന്നത്, താൻ അന്വേഷിച്ച ലോകത്ത് താൻ എത്തി എന്ന് പറഞ്ഞ് ആ പൊട്ടക്കിണറ്റിൽ തവള പിന്നെ ജീവിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്നാണ് കഥയുടെ പേര്. ആധുനിക എഴുത്തുകാരെ അവരുടെ അന്വേഷണങ്ങളെ കളിയാക്കുകയാണെന്ന് പറയും. ഇങ്ങനെ അന്വേഷിച്ച് പോയി ഏതെങ്കിലും ഒരു ശൂന്യതയിൽ എത്തിപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. ഈ ദാർശനികമായ അന്വേഷണങ്ങൾക്ക് അങ്ങനെ ഉത്തരവൊന്നുമില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊന്ന്, എഴുത്തുകാർ പുതിയ സൗന്ദര്യ സങ്കല്പങ്ങളെ സൃഷ്ടിക്കുകയാണ്. നവമൂല്യ സൗന്ദര്യബോധം, ഈ നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന സൗന്ദര്യബോധങ്ങളെ അല്ലെങ്കിൽ സൗന്ദര്യ ചിഹ്നങ്ങളെയൊക്കെ ഇവർ മാറ്റിപ്പണിയാണ്. ഇപ്പോൾ കറുപ്പ്, വെളുപ്പ്, ഒരു കാലത്ത് സാഹിത്യത്തിലും സിനിമയിൽ പോലും ഇപ്പോഴും നമ്മുടെ പൊതുബോധത്തിലൊക്കെ സൗന്ദര്യ സങ്കല്പങ്ങൾ അടയാളപ്പെടുത്തുന്ന നിറം, അല്ലെങ്കിൽ പൊതുബോധത്തിൽ നിറത്തെക്കുറിച്ച് കറുത്തു പോവും എന്നൊക്കെ പറയാറുണ്ട്. എഴുത്തുകാർ ചോദിക്കുന്ന ഒരു കാര്യം, ഒന്ന് ഇത് ഇപ്പം നിറവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ വർണ്ണവുമൊക്കെ ബന്ധപ്പെട്ട് നോക്കിയാൽ ഈ ഇരുട്ടും വെളിച്ചവും അല്ലെങ്കിൽ കറുപ്പും വെളുപ്പും ആയിക്കൊള്ളട്ടെ, ഇരുട്ടില്ലെങ്കിൽ ഈ വെളിച്ചത്തിന് എന്താണ് പ്രസക്തി? ഇത് രണ്ടും അതിൻ്റെ സ്വത്വത്തെ മാത്രമേ അടയാളപ്പെടുത്തുന്നുള്ളൂ. സച്ചിദാനന്ദൻ്റെ ഒരു കവിതയുണ്ട്, ഇവരുടെയൊക്കെ ഒരു തുടർച്ചയിൽ വരുന്ന ഒരാളാണ്, ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അത് കാക്കയെക്കുറിച്ച്, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നൊരു നമ്മുടെ ഒരു പഴഞ്ചൊല്ല് പോലത്തെ ഒരു ചോദ്യം ഉണ്ടല്ലോ. കാക്കയെ, നീ എന്തിനാണ് കുളിച്ച് കൊക്കാകേണ്ടത്? കൊക്കിനെ നോക്കൂ, ഉറക്കം തൂങ്ങിയുള്ള നിൽപ്പും
ഒറ്റക്കാലിലുള്ള അതിൻ്റെ നിൽപ്പും ഈ കുളിക്കാത്ത രൂപവും ഒക്കെയുള്ള ഈ കൊക്കാവാൻ നീ എന്തിനു കുളിക്കണം? നീ കുളിക്കുന്നത് നിന്റെ വൃത്തിക്ക് വേണ്ടിയാണ്. കാക്കയെക്കുറിച്ചുള്ള പ്രത്യേകതകളാണ് പറയുന്നത്. പരിസരം വൃത്തിയാക്കി ശരീരം കാക്ക 3 നേരം എന്തോ കുളിക്കുന്നതാണ് പറയുന്നത്. ശരിക്കും അത് വൃത്തിയാവാൻ വേണ്ടി സ്വയം അങ്ങനെ വൃത്തിയാക്കി നടക്കുന്ന നീ എന്തിന് കൊക്കാവണം? നീ കാക്കയായിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ബോധത്തെ, പുതിയ സൗന്ദര്യ ബോധത്തെ, ഈ വൈരൂപ്യം എന്ന് നമ്മൾ പറയുന്ന ഒന്ന് വിരൂപമല്ല, അതൊരു പുതിയ രൂപം മാത്രമാണെന്ന് അവർ പറയാൻ ശ്രമിക്കുകയാണ്. പൊതുബോധത്തിൽ ഈ വേശ്യവൃത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ കഥയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും അതിനെ തൊഴിലായി അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇതിന് അങ്ങനെ അഭിമാന പ്രശ്നങ്ങളൊന്നുമില്ല. എം മുകുന്ദൻ്റെ വേറൊരു കഥയുണ്ട്, വേശ്യകളെ നിങ്ങൾക്കൊരമ്പലം എന്നാണ് കഥയുടെ പേര്. ഇന്നൊക്കെയാണ് ഈ കത്തിയാനെ ആ കഥ എഴുതിയത്. ഈ അക്കാലത്ത് ആധുനിക എഴുത്തുകാരുടെ കഥകൾ വായിച്ചാൽ നിങ്ങൾക്ക് തോന്നും ഇക്കാലത്താണെങ്കിൽ അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന്. വേശ്യകളെ നിങ്ങൾക്കൊരമ്പലം, അതിലെന്താണെന്ന് വെച്ചാൽ കഥയുടെ ത്രെഡ് ഇത്രയേ ഉള്ളൂ. ഒരാളൊരു ഒരു സമ്പന്നനാണ്, അദ്ദേഹം കാശ് വെക്കേണ്ടത്, അദ്ദേഹം ഒരു യാത്ര പോകാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹം തനിക്ക് പരിചയമുള്ളൊരു വേശ്യയെ കൂട്ടുകയാണ്. അപ്പോൾ ആ യാത്രയിൽ അദ്ദേഹം തൻ്റെ സഹചാരി പോലെ കൊണ്ടു നടന്ന് അവരോട് സംസാരിക്കുകയും അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയും ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, ശരിക്കും നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ലോകം എന്ത് ദുഷ്കരമായേനെ. പുരുഷന്മാരെല്ലാം അവരുടെ വലിയ പ്രശ്നങ്ങളും വലിയ വിഷമങ്ങളും ഒക്കെ നിങ്ങളിലല്ലേ ഇറക്കി വെക്കുന്നത്. നിങ്ങളാണ് ശരിക്കും ഈ പുരുഷന്മാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ശാന്തിയും സമാധാനവും ലോകത്ത് നിലനിർത്തുന്നത്. ശരിക്കും നിങ്ങൾക്കാണ് അമ്പലം പണിയേണ്ടത് എന്നാണ് അതിന് കഥയുടെ അവസാനം പറയുന്നത്. അതാണ് വേശ്യകളെ നിങ്ങൾക്കൊരമ്പലം. അപ്പം ഇത്തരത്തിൽ പുതിയൊരു മൂല്യബോധവും സൗന്ദര്യബോധവും എഴുത്തുകാർ സൃഷ്ടിക്കുന്നു. ഇതിൽ ഈ എഴുത്തുകാരുടെ എഴുത്തിൽ വൈവിധ്യമുള്ള പ്രമേയങ്ങൾ കടന്നു വരുന്നതിനൊപ്പം തന്നെ ഇവർ കഥയുടെ അവതരണത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പ്രധാനമായിട്ടും ഭാഷ അവർ പുതുക്കി പണിയാണ്. ഉപയോഗിച്ച് ഭാഷ തേഞ്ഞു പഴകി. ഇനി ഇങ്ങനെ ഉപയോഗിച്ചാൽ പോരാ, പുതിയ തരത്തിൽ ഉപയോഗിക്കണം. സൂക്ഷ്മമായ ബിംബങ്ങൾ കൊണ്ട് കഥയെ അതിതീവ്രമായി ആവിഷ്കരിക്കുകയാണ്. നിങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒറ്റ വായനയിൽ നിങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുമായിരിക്കും. പക്ഷേ ആവർത്തിച്ചുള്ള വായനകളിൽ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ്. എന്ന് വെച്ചാൽ ബിംബമാണ് ഓരോന്നും. അപ്പോൾ ഒ വി വിജയനും മറ്റൊരു കഥ വെച്ച് ബിംബത്തിൻ്റെ ഉദാഹരണം പറയുക. എങ്ങനെയാണ് ഇവർ പറയുന്നത്? കഥ പറയല്ല, കഥ അനുഭവിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. കടൽ തീരത്ത് എന്ന് പറയുന്ന കഥ കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഒ വി വിജയൻ്റെ. ഒരു കൊല്ലങ്കോടുള്ളൊരു ഗ്രാമാന്തരീക്ഷമാണ് പറയുന്നത്. അവിടുത്തെ ഒരു ഗ്രാമത്തിൽ നിന്നും ഒരാൾ തൻ്റെ മകനെ കാണാൻ വേണ്ടി, ജയിലിൽ കിടക്കുന്ന മകനെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. മകനെ തൂക്കുകയർ വിധിച്ചു, കൊല്ലാൻ വേണ്ടിയുള്ള വധശിക്ഷ വിധിച്ചിട്ടുണ്ട്, നടപ്പാക്കാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. വീട്ടിലേക്ക് കത്ത് വരികയാണ്, മകനെ നിങ്ങൾക്ക് വന്നാൽ ഇന്ന സമയത്തിന് മുന്നേ വന്നാൽ നിങ്ങൾക്ക് അവസാനമായി മകനെ ഒന്ന് കാണാം. അങ്ങനെ അദ്ദേഹം വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് നാട്ടിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞാണ് ഇറങ്ങുന്നത്. ചിലപ്പോൾ ഞാൻ തിരിച്ചു വരുമോ എന്നറിയില്ല എന്ന് പോലും പറഞ്ഞ് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകൾ, പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകൾ, ബഹളവും ഒക്കെ ഉണ്ട്. ആളുകൾ ഇങ്ങനെ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ കണ്ണൂർക്കാണ്. ആ വണ്ടി ഇപ്പോൾ വരും, അവിടെ പോയിട്ട് എന്താണ് എന്നൊക്കെ വിശേഷം ചോദിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം അദ്ദേഹം മൗനമായിരുന്നു. എഴുത്തുകാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു കയറായി മുറുകി എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അവിടെ അദ്ദേഹത്തെ വീർപ്പ് മുട്ടിച്ചു എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം, അനവസരപ്പെടുത്തിയതാണ് ആശയം. പക്ഷേ അവിടെ കയറായി മുറുകി എന്ന് പറയുമ്പോൾ മകന് വിധിക്കാൻ പോകുന്ന തൂക്കുകയർ അദ്ദേഹത്തെ അപ്പോഴേ പിടിച്ചു മുറുക്കുന്ന അനുഭവം വായനക്കാർക്ക് ഉണ്ടാക്കുകയാണ്. ഇത്തരത്തിൽ വാക്കുകൾ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കുന്ന എഴുത്തുകാരിയാണ്. വാക്കുകൾ ശരിക്കും ആശയങ്ങളല്ല, അതിനപ്പുറത്തുള്ള അനുഭവങ്ങളായി ബിംബങ്ങളിലൂടെയും അതുപോലെ കൽപ്പനകളിലൂടെയും ഒക്കെ എഴുത്തുകാർ കൊണ്ടുവരിക. ശരിക്കും ഇതൊരു ദുർഗ്രഹമായി പോകുന്നു എന്ന് പറയുന്നത് വായിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അത് കട്ടിയായതുകൊണ്ടല്ല, ആശയത്തെ നമുക്ക് മനനം ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. അത് നമ്മൾ ആ ഭാവത്തിലേക്ക് വന്നാൽ ഓരോ വായനയിലും പുതിയ അനുഭവങ്ങൾ നൽകുന്ന ഒന്നാണ് ആധുനിക എഴുത്തുകാർ. ഇത് കഥയിൽ മാത്രമല്ല, കവിതയിലും നോവലിലും ഒക്കെ ഇത് തന്നെയാണ് ഭാഷയിൽ സംഭവിക്കുന്നത്. ഇത് നമ്മൾ അടുത്ത ദിവസം ഓരോ കഥകളും കവിതകളും ഒക്കെ വായിക്കുമ്പോൾ എങ്ങനെയാണ് എഴുത്തുകാർ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്തതെന്ന് വരും ക്ലാസ്സുകളിൽ നമ്മൾ നോക്കും. ഓക്കെ, ഇതാണ് മലയാളത്തിലെ ആധുനികത എന്ന് പറയുന്ന സാഹിത്യ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന എഴുത്തുകാരെ നമുക്ക് നാളെ പരിചയപ്പെടാം. ഈ ഒരു കാലഘട്ടം കൂടി കഴിഞ്ഞാൽ ഉത്തരാധുനികത, രണ്ടും കൂടി വളരെ ചെറിയ ഭാഗമാണ്. UPSC അത്ര അധികം ചോദിക്കുന്നതല്ല. എഴുത്തുകാരെ ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് ചെറുകഥയുടെ ചരിത്രം അവസാനിപ്പിക്കാവുന്നതാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം അവസാനം ചോദിക്കേണ്ടതെന്ന് ഓർത്ത് ഞാൻ ചോദിച്ചെന്നുള്ളൂ. നിങ്ങൾ പോകാൻ റെഡിയാണെന്ന് എനിക്കറിയാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നമുക്ക് സംസാരിക്കാം, കുറച്ച് സമയം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. Recording stopped.